അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഏറ്റവും സ്നേഹ ആദരവുകൾ നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, നാസ്തികത, സ്വതന്ത്ര ചിന്ത, അരാജകത്വം എന്ന വിഷയത്തിൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമിലാണ് നാം എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിന്നത്. ഇത്തരം ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ഒരുപക്ഷെ നമ്മിൽ പലർക്കും സംശയമുണ്ടായിരിക്കാം. സാമൂഹിക മാധ്യമങ്ങളിൽ ഒക്കെ വീക്ഷിക്കുന്ന ആളുകൾക്ക് അറിയാൻ കഴിയും, സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ഇസ്ലാമിക വിമർശനം എന്ന പേരിൽ ഇസ്ലാമിനെയും വിശുദ്ധ ഖുർആനിനെയും ഇസ്ലാമിൻ്റെ പ്രവാചകന്മാരുമൊക്കെ വളരെ മോശമായ രീതിയിൽ തേജോവധം ചെയ്യുന്ന പോസ്റ്റുകളും കമൻറ്റുകളും പ്രസംഗങ്ങളുമൊക്കെ യുക്തിവാദത്തിൻ്റെ നവനാസ്തികതയുടെ ഫ്രീ തിങ്കർ എന്ന പേരിലൊക്കെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മതവിശ്വാസികളും ആസ്തിക്യവാദികൾ, നിരീശ്വരവാദികളെന്ന നാസ്തികവാദികളും തമ്മിൽ സഹസ്രാബ്ദങ്ങളായി നിലനിൽക്കുന്ന ആശയ സംഘട്ടനമാണ് ഈ മഹാപ്രപഞ്ചം അനാദിയാണോ ആദിയാണോ? പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ടോ? പ്രപഞ്ചം പണ്ടേ ഉള്ളതാണോ? പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവ് ഇല്ലേ? പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടെങ്കിൽ ആരാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്? പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ലെങ്കിൽ എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്ന വാദം BC നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിലെ ചാർവാകന്മാർ, അതുപോലെ ഗ്രീക്ക് തത്വചിന്തകന്മാരൊക്കെ വാദിച്ചുകൊണ്ടിരിക്കുകയും വിശ്വാസികളുടെ പക്ഷത്തു നിന്ന് അതിന് ന്യായയുക്തവും തത്വശാസ്ത്ര സമ്പത്തിയുമായ മറുപടികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തതായി നമുക്ക് ചരിത്രത്തിൽ ഉടനീളം കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ തന്നെ സത്യനിഷേധികളെ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ നിഷേധിക്കുന്നവരെ നേരത്തെ ഇവിടെ ഖിറാഅത്തിൽ ഹാഫിൽ ഷാമിൽ ഓതിവെച്ച ആയത്തുകളിലൂടെ നിങ്ങൾ കൃഷി ചെയ്യുന്ന ആ കൃഷിയെക്കുറിച്ച്, ആ വിത്തിനെക്കുറിച്ച്, അത് എങ്ങനെയാണ് മണ്ണിൽ മുളക്കുന്നത്, അതിനെ മുളപ്പിക്കുന്നതിന് പിന്നിൽ ഒരു ശക്തിയുണ്ടോ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച്, ആ വെള്ളം ആരാണ് നിങ്ങൾക്ക് ഭൂമിയിലേക്ക് ഇറക്കിത്തരുന്നത് തുടങ്ങി മനുഷ്യൻ്റെ ബുദ്ധിയെ തൊട്ടുണർത്തുന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ശരീരത്തെക്കുറിച്ച്, ഈ മഹാപ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിങ്ങളെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ഇതിനെ സംവിധാനിച്ച ഒരു സംവിധായകരെ കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി അതിൽ വിശ്വസിക്കാനാണ് വിശുദ്ധ ഖുർആൻ തന്നെ ആവശ്യപ്പെടുന്നത്. നാസ്തികവാദികളുമായുള്ള സംവേദനങ്ങൾ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി നാസ്തികരുമായി, യുക്തിവാദികളുമായി സംവാദം നടത്തി അവരെ പരാജയപ്പെടുത്തിയതായി ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് മുഹമ്മദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടത്തിൽ ഗ്രീക്ക് ഫിലോസഫി, തത്വചിന്ത, അതിൻ്റെ അതിപ്രസരണങ്ങൾ ബാഗ്ദാദിലും ഇറാഖിലുമൊക്കെ നടമാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗ്രീക്ക് തത്വചിന്തയെ, ഗ്രീക്ക് ഫിലോസഫിയെ പഠിച്ചുകൊണ്ട് ന്യായയുക്തവും യുക്തിബന്ധുരവുമായി തത്വശാസ്ത്രപരമായി അതിനെ പഠനം നടത്തി അതിനെ വിമർശിക്കുകയും
അവരുടെ വിഖണ്ഡവാദങ്ങളെ ഖണ്ഡിക്കുകയും ചെയ്ത് ഇൽമുൽ കലാം എന്ന വചനശാസ്ത്രമെന്ന ഒരു വിജ്ഞാന ശാഖയ്ക്ക് തന്നെ രൂപം നൽകിയ അബു ഹാമിദ് മുഹമ്മദുൽ ഗസാലിയെ പോലെ, ഫഹ്റുദ്ദീനുർ റാസി റഹ്മഹുല്ലാഹുവിനെ പോലെയുള്ള മഹാപണ്ഡിത പ്രതിഭകളെ ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ മതവിശ്വാസികളും ദൈവവിശ്വാസികളും ദൈവമില്ല എന്ന് വാദിക്കുന്നതും തമ്മിലുള്ള ആശയ സംഘട്ടനങ്ങൾക്ക് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. ജ്ഞാനോദയത്തിന് ശേഷം യുക്തിവാദത്തിന് കുറച്ചുകൂടി ശക്തിയാർജിച്ചു. പക്ഷേ അപ്പോഴൊക്കെ യുക്തിവാദികൾ നേരിട്ടുകൊണ്ടിരുന്നത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ കുറിച്ച്, ഈ പ്രപഞ്ചം അനാദിയാണോ, അനാദിയാണെങ്കിൽ ആരാണിത് ഉണ്ടാക്കിയത്, അനാദിയാണെങ്കിൽ ഇത് എങ്ങനെ ഉണ്ടായി, പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടെങ്കിൽ ആരാണിതിൻ്റെ സൃഷ്ടാവ് എന്ന സംവാദങ്ങളായിരുന്നു, തർക്കങ്ങളായിരുന്നു, ആശയ സംഘട്ടനങ്ങളായിരുന്നു നടന്നിരുന്നത്. പലപ്പോഴും യുക്തിവാദികൾ ഉന്നയിച്ചിരുന്നത് മതത്തിലെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ, ചൂഷണങ്ങൾക്കെതിരെയായിരുന്നു ശബ്ദിച്ചിരുന്നത്. അന്നൊക്കെ യുക്തിവാദത്തിന് ഒരു മാനുഷിക മുഖമുണ്ടായിരുന്നു. സാമ്രാജ്യത്വ ശക്തികളൊക്കെ മനുഷ്യരെ കൊന്നെടുക്കുമ്പോൾ അവിടെയൊക്കെ യുക്തിവാദികൾ മാനുഷികമായി അതിനെതിരെ പ്രതികരിച്ചിരുന്നു. പക്ഷെ ഇന്ന് കാണുന്ന നവനാസ്തികത എന്ന് പറയുന്ന ന്യൂ എത്തിസം ഒരിക്കലും മനുഷ്യൻ്റെ പക്ഷത്ത് നിൽക്കാതെ, അതല്ലെങ്കിൽ ഇരകളുടെ പക്ഷത്ത് നിൽക്കാതെ, വലതുപക്ഷ സാമ്രാജ്യത്വ ശക്തികളുടെ കൂടെ നിന്നുകൊണ്ട്, ഇന്ത്യയിലാണെങ്കിൽ ഹിന്ദുത്വ ഫാഷിസത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഒരു മതത്തെ, ഇസ്ലാമിക സമൂഹത്തെ, അതിൻ്റെ മുദ്രകളെ, ഇസ്ലാമിക ചിഹ്നങ്ങളെ, അതിൻ്റെ പ്രമാണങ്ങളെയൊക്കെ വളരെ വിമർശിക്കുകയല്ല, മറിച്ച് വളരെ മോശമായ രീതിയിൽ കാർട്ടൂണുകളിലൂടെ, അവരുടെ ലേഖനങ്ങളിലൂടെ, ട്രോളുകളിലൂടെയൊക്കെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു പ്രോഗ്രാം HRDF എന്ന് പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് സംഘടിപ്പിക്കേണ്ടി വന്നത്. ന്യൂ എത്തിസം എന്ന് പറയുന്ന നവനാസ്തികത രൂപപ്പെടുന്നത് 2001 വേൾഡ് ട്രേഡ് സെൻറ്റർ തകർക്കപ്പെടുന്നു. ആ തകർക്കപ്പെടുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു ഇസ്ലാമോ ഫോബിക് രൂപപ്പെടുന്നു. ആ ഇസ്ലാമോ ഫോബിക്കിൻ്റെ പിൻബലത്തോടെയാണ് ഇന്നത്തെ നവനാസ്തികതയുടെ ആചാര്യനായ റിച്ചാർഡ് ഡോക്കിൻസ്, സാം ഹാരിസിനെ പോലെയുള്ള ആളുകൾ വലതുപക്ഷത്തു നിന്നുകൊണ്ട് രാജ്യത്തെ ഇസ്ലാമിക സമൂഹത്തെയും ഇസ്ലാമിക പ്രത്യശാസ്ത്രങ്ങളെയും അതിൻ്റെ ചിഹ്നങ്ങളെയും മുദ്രങ്ങളെയൊക്കെ വംശവെറിയിലൂടെ, മുൻധാരണയോടെ സമീപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇസ്ലാമിക സമൂഹത്തെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നു. നമുക്കറിയാം, മിഡിൽ ഈസ്റ്റിൽ, മധ്യ പൗരസ്ത്യ ദേശത്ത്, അഫ്ഗാനിൽ, ഇറാഖിൽ, ഇറാനിൽ, ഫലസ്തീനിലൊക്കെ അമേരിക്കയും ഇസ്രയേലും സാമ്രാജ്യ ശക്തികളുമൊക്കെ അവിടുത്തെ ജനങ്ങളെ കൊന്നു തള്ളുമ്പോൾ അവർ മുസ്ലിങ്ങളാണ് എന്നൊറ്റ കാരണം കൊണ്ട് ആ വംശഹത്യയെ, ആ കൂട്ടക്കൊലയെ, ആ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരെ കൂട്ടക്കുരുതി ചെയ്യുന്നതിനെ ന്യായീകരിക്കുന്നവരാണ് ഇന്നത്തെ നവനാസ്തികരുടെ ആചാര്യനായ റിച്ചാർഡ് ഡോക്കിൻസും സാം ഹാരിസുമൊക്കെ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ പുസ്തകങ്ങളിലൂടെ നമ്മളൊന്ന് കണ്ണോടിച്ചാൽ വംശവെറിയാണ് അവരുൽപ്പാദിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. 2015 അഹമ്മദ് മുഹമ്മദി എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരനായ സുഡാൻ വംശജനായ 14 വയസ്സുകാരനായ ഒരു വിദ്യാർത്ഥി സ്വന്തം അസംബ്ലി ചെയ്ത ഒരു ക്ലോക്കുമായിട്ട് അമേരിക്കയിലെ ടെക്സാസിലെ തൻ്റെ വിദ്യാലയത്തിലേക്ക്, സ്കൂളിലേക്ക് കടന്നു ചെന്നു. ആ സ്കൂളിലെ തൻ്റെ ടീച്ചർ ആ കുട്ടി കൊണ്ടുവന്നത് ബോംബാണ് എന്ന ഇൻഫർമേഷൻ, വിവരം നൽകി വലിയ കോളിളക്കം സൃഷ്ടിച്ചു. അതൊരു തെറ്റായ വാർത്തയായിരുന്നു എന്ന് മനസ്സിലാക്കി അവർ മാപ്പ് പറഞ്ഞു. അന്നത്തെ അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന ബറാക്ക് ഒബാമ അത് തെറ്റായ നയമായിരുന്നു എന്ന് വ്യക്തമാക്കി. പക്ഷേ ഇന്നത്തെ നാസ്തികരുടെ ആചാര്യനായ റിച്ചാർഡ് ഡോക്കിൻസ് അതിനെക്കുറിച്ച് കൊള്ളരുതാത്തവനും മോശക്കാരനുമാണ് അഹമ്മദ് മുഹമ്മദി എന്ന 14 വയസ്സുകാരനായ ആ വിദ്യാർത്ഥി എന്ന വംശവെറിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. കേരളത്തിലെ തന്നെ ഇന്നത്തെ നവനാസ്തികര്, അതിൻ്റെ ആചാര്യന്മാർ വളരെ പ്രധാനമായും അവർ അഡ്രസ്സ് ചെയ്യുന്നത് ഇസ്ലാമിക സ്വത്വങ്ങളെയും ചിഹ്നങ്ങളെയും വിശ്വാസങ്ങളെയും അവരുടെ പ്രവാചകന്മാരെയുമാണ്.
ഇസ്ലാമും മറ്റും മതങ്ങളെപ്പോലെ വിമർശിക്കാൻ പറ്റുന്ന മതമാണോ? ഇസ്ലാമിനെയും വിമർശിക്കാം. ഇസ്ലാം വിമർശന അതീതമൊന്നുമല്ല. പക്ഷേ ഇത് ആരോഗ്യകരമായ സംവാദങ്ങളായിരിക്കണം, സ്നേഹ സംവാദങ്ങളായിരിക്കണം, പരസ്പരം ആശയങ്ങൾ പരസ്പരം പങ്കുവെക്കുന്നതായിരിക്കണം. അതിനു പകരം ഇന്ന് ഇസ്ലാമിക സമൂഹത്തെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന രീതിയാണ് നവനാസ്തികർ സ്വീകരിച്ചു വരുന്നത്. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇതിലേക്ക് തെറ്റിദ്ധരിക്കുന്ന ഇതൊരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഫലമാണ് എന്ന് സാധാരണക്കാരായ ജനങ്ങളെ അതിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുള്ള ആളുകളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി, തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ആളുകൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് SRDF ഇത്തരം ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചത്. അള്ളാഹു ഇത് സ്വീകരിക്കുമാറാവട്ടെ. സത്യത്തിൽ നിന്ന് വെഴുതി മാറി തെറ്റിദ്ധരിച്ച് നിൽക്കുന്നവർക്ക് സന്മാർഗത്തിന്, ഹിദായത്തിന് ഇതൊരു ഹേതുവായി തീരുമാറാവട്ടെ. ഈ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത് ഡോക്ടർ അഷ്റഫ് കൽപ്പറ്റയാണ്. അദ്ദേഹം കേരളത്തിൻ്റെ വൈജ്ഞാനിക മേഖലകളിൽ സുപരിചിതനാണ്. പണ്ഡിതൻ, മതതാരതമ്യ ഗവേഷകൻ, ഗ്രന്ഥകാരൻ, ബഹുഭാഷാ പണ്ഡിതൻ തുടങ്ങി ബഹുമുഖ പ്രതിഭയാണ് ഡോക്ടർ അഷ്റഫ് കൽപ്പറ്റ. അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക മേഖലകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തെക്കുറിച്ചൊക്കെ കേരളീയ ജനങ്ങൾക്ക്, ധാരാളം ആളുകൾക്ക് ബോധ്യമുണ്ടാകും. അദ്ദേഹമാണ് നമ്മോട് ഇന്ന് വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ഈ പ്രോഗ്രാമിൽ സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടുകൂടെ സദസ്സിൽ വേദിയിൽ സംബന്ധിച്ച SRDF മാനേജർ ഇബ്രാഹിം മൗലവി, മുജീബ് മാസ്റ്റർ, ഹാരിസ് സാഹിബ്, ഖിറാത്ത് നടത്തിയ ഹാഫിൽ ഷാമിൽ, ഈ പ്രഭാഷണം ശ്രവിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്ത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഗ്രന്ഥകാരനും ചിന്തകനും ബഹുമുഖ പ്രതിഭവുമായ ഡോക്ടർ അഷ്റഫ് കൽപ്പറ്റയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും സന്നിഹിതരായ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ നിലമ്പൂർ ചന്തക്കുന്നിൽ ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കാനുള്ള കാരണത്തെക്കുറിച്ച് ഇവിടെ വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞു. ദീർഘമായ ഒരു മുഖവരയിലേക്ക് കടക്കാതെ നേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ കാലം സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചാരം നേടിയ ഒരു കാലമാണ്. എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്. അതിനകത്ത് സ്ഥിരമായി എല്ലാവരും ഉപയോഗിക്കുന്ന, കുട്ടികളെന്നോ യുവാക്കളെന്നോ വൃദ്ധരെന്നോ സ്ത്രീകളെന്നോ വ്യത്യാസമില്ലാതെ വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങി ഒരുപാട് സാമൂഹിക മാധ്യമങ്ങളുടെ ശൃംഖല നമ്മുടെയൊക്കെ കയ്യിലും പോക്കറ്റിലുമായി നിൽക്കുകയാണ്. ഇത് മനുഷ്യൻ്റെ ആശയ പ്രചരണ പ്രസാരണ രംഗത്ത് അതിവിപുലമായ സാധ്യതകളാണ് തുറന്നു വച്ചത് എന്ന് നമുക്കറിയാം. ഇതിൻ്റെ രംഗപ്രവേശത്തോടു കൂടി കേരളത്തിലെ നാസ്തിക സമൂഹം, അതല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലെ ചില കടലാസ് പുലികൾ, വളരെ എണ്ണത്തിൽ കുറഞ്ഞ, വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകും, എപ്പോഴും കാണുന്നത് ഒരേ ഫേസാണ്, ഒരേ മുഖങ്ങൾ മാത്രമാണ്, പറയുന്നത് ഒരേ കാര്യങ്ങൾ, ചോദിക്കുന്നത് ഒരേ ചോദ്യങ്ങൾ, വാദിക്കുന്നത് ഒരേ വാദങ്ങൾ. അതിന് 1000 തവണ മറുപടി പറഞ്ഞാലും 1001 തവണ വീണ്ടും അത് തന്നെ ചോദിക്കും. ഇങ്ങനെ കാലം കഴിച്ചു കൂട്ടുന്ന ഒരു പ്രത്യേക വിഭാഗം, വളരെ ചുരുങ്ങിയ ചില ആളുകളാണ് ഈ കൂട്ടത്തിലുള്ളത്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്
യുക്തിവാദികൾ എന്ന പേരിലായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ആ പേര്, ഈ നവനാസ്തികത എന്ന പേരൊക്കെ പിന്നീട് ഇപ്പോൾ ഉണ്ടായതാണ്. യുക്തിവാദികൾ എന്ന പേരിലായിരുന്നു ഈ ദൈവ നിഷേധ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പം യുക്തിവാദി എന്ന് പറയാൻ അവർക്ക് നാണമാണ്. ഇപ്പം അത് ഉപയോഗിക്കാറില്ല, വളരെ കുറവാണ്. ഇപ്പോൾ സ്വതന്ത്ര ചിന്തകരാണ് ഞങ്ങൾ, ശാസ്ത്ര പ്രചാരകരാണ് ഞങ്ങൾ എന്നൊക്കെയാണ് പറയാം. സ്വതന്ത്ര ചിന്തകർ, ഫ്രീ തിങ്കേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഗ്രൂപ്പൊക്കെ നിങ്ങൾ കണ്ടു കാണും. യുക്തിവാദം എന്താണെന്നും യുക്തി എന്താണെന്നും യുക്തി തന്നെ അംഗീകരിക്കണമോ വേണ്ടേ എന്നൊക്കെ സംശയത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഏതായിരുന്നാലും ഈ ഒരു സ്വതന്ത്ര ചിന്തയുടെയും ശാസ്ത്ര പ്രചാരണത്തിൻ്റെയുമൊക്കെ കൊടി വഹിച്ചുകൊണ്ട് കേരളക്കരയിൽ ശുദ്ധമായ മലയാള ഭാഷയിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ പ്രചാരണ ശ്രമങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും കഴമ്പുള്ള, ബുദ്ധിപരമായി സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്ന, യുക്തി ഉപയോഗിച്ച് സ്ഥാപിക്കാൻ പറ്റുന്ന, അതല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ പിൻബലത്തോടുകൂടി സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യവും അവതരിപ്പിക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക വിഭാഗം ആളുകൾ. അവർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചാരണം എടുത്തു നോക്കിയാൽ പറയാൻ ലേശം ഒരു വിഷമമുള്ളതാണ്. ഒരു സഹസ്രം മുമ്പൊന്നും പറയാൻ പറ്റില്ല, അത് കേൾക്കാൻ പറ്റില്ല. പലതും നല്ല ശുദ്ധമായ തെറിയാണ്. നിങ്ങൾക്കറിയാലോ, പച്ചയായിട്ട് തെറി പറയുക. ഇപ്പോൾ ലൈവ് പോകുന്നുണ്ട്, ഈ ലൈവ് പോകുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ ഇപ്പോൾ കമൻറ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. ആ കമൻറ്റ് ഒരു തവണ വായിച്ചു നോക്കിയാൽ മതി, എന്ത് ശുദ്ധമായ ഭാഷയിലാണ് തെറി പറഞ്ഞുകൊണ്ടിരിക്കണതെന്നുള്ളത്. ഒരു നാസ്തികതയ്ക്കെതിരിൽ ആരെങ്കിലും സംസാരിക്കുന്നുവെന്നോ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്നുവെന്നോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ആ ഭാഷ പ്രയോഗിക്കാൻ എനിക്ക് പറ്റൂല, നിങ്ങൾ അത് നോക്കുക. അപ്പോൾ അത്തരം ഭാഷ ഉപയോഗിച്ചിട്ട് കുറേ തെറികൾ പറയാം. അതല്ലാതെ ഈ പറയുന്നതിനെക്കുറിച്ച് ബുദ്ധിപരമായി ഒന്ന് ആലോചിച്ച് നോക്കുവാനോ ശാസ്ത്രീയമായി അപഗ്രഥിച്ച് നോക്കുവാനോ ഇതിൽ വല്ല യാഥാർത്ഥ്യവുമുണ്ടോ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കാനോ ഇവർ മെനക്കെടാറില്ല എന്ന് മാത്രമല്ല, അങ്ങനെ മെനക്കെടാൻ കഴിവുള്ള ആളുകളും ആ കൂട്ടത്തിലില്ല. ഞാൻ പറഞ്ഞുവല്ലോ, 4, 3, 7 ആകെ ഉള്ളത്. അതിൽ കാര്യപ്രസക്തമായ നിലയിൽ കാര്യങ്ങളെ വിലയിരുത്താൻ കഴിവുള്ള ആളുകൾ ഇല്ല. 99.9% ഇതിനൊന്നും ഒരു കഴിവുമില്ല. ഭൂരിപക്ഷം ആളുകളും 10ാം ക്ലാസ്സും ഗുസ്തിയോ, അതന്നെ 10ാം ക്ലാസ് ജയിക്കാത്തവരും അധികമുള്ളത്. അതൊക്കെ പ്രൊഫൈലൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് ലോകത്തിലെ മുഴുവൻ മതവിശ്വാസികളെയും അടച്ച് ആക്ഷേപിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഇസ്ലാമിക സമൂഹത്തെ മൊത്തത്തിൽ അടച്ച് ആക്ഷേപിച്ച് ദൈവത്തെ ചീത്ത വിളിക്കുക, പടച്ചോനെ ചീത്ത വിളിക്കുക, ഖുർആനെപ്പറ്റി അപവാദങ്ങൾ പ്രചരിപ്പിക്കുക, പ്രവാചകന്റെ ജീവിതത്തെ മൊത്തം എടുത്ത് മുന്നിൽ വെച്ചതിന് ശേഷം അതിനെതിരിൽ ശുദ്ധമായ തെറിവിളികൾ നടത്തുക. എന്നിട്ട് ഞങ്ങളാണ് കേരളക്കരയിലെ ഏറ്റവും വലിയ ബുദ്ധിജീവികൾ, വിവരമുള്ളത് ഞങ്ങൾക്കാണ്, ശാസ്ത്രം അറിയണത് ഞങ്ങൾക്കാണ് എന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുക. ഈ ഒരു വേഷം കെട്ടി നടക്കുന്ന ഒരു പ്രത്യേക വിഭാഗങ്ങൾ, ഇവരുടെ മൊത്തം കേരളത്തിൽ നടക്കുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഇവരെന്തു ചെയ്യുന്നു, എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു ഉത്തരമില്ല. സ്വാഗത ഭാഷകൻ പറഞ്ഞതുപോലെ ഇസ്ലാമിനെ എങ്ങനെയെങ്കിലുമൊക്കെ വിമർശിക്കുകയും മുസ്ലിങ്ങളെ ഒതുക്കുകയും ചെയ്യുക, അത് നേർക്ക് നേരെ ഏറ്റുമുട്ടാൻ കേരളത്തിലെ നവനാസ്തികർക്ക് എന്നല്ല, ലോകത്ത് 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു നവനാസ്തികനും കഴിയില്ല. ഇത് നൂറ്റാണ്ടുകൾ തരണം ചെയ്തു വന്ന സർവശക്തനായ അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള മതമാണ്, ജീവിത പദ്ധതിയാണ്. അതിനെ പറഞ്ഞ് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അങ്ങ് ഇല്ലാതെയാക്കി കളയാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കുന്നതല്ല എന്നും അവർക്കറിയാം. അതുകൊണ്ടാണ് കാര്യമാത്ര പ്രസക്തമായി ഒരു നിലക്കിലുള്ള ഒരു തരത്തിലുള്ള ഇടപെടലിനും സന്നദ്ധരാകാതെ അവിടെയും ഇവിടെയും ഒളിച്ചിരുന്ന്, ഇപ്പം നല്ല സുഖമാണല്ലോ, ഒരു മൊബൈൽ കാശ് കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ അവനവൻ്റെ വീട്ടിൽ റൂമിൽ വാതിലും അടച്ച് ഇരുന്നിട്ട് ഘോരഘോരം പ്രഭാഷണം നടത്തുക.
എന്നിട്ട് അത് വീഡിയോ ചെയ്തിട്ട് ഉടനെ അപ്ലോഡ് ചെയ്യാം. ഇതാണ് ഇപ്പോഴത്തെ പരിപാടി. ഇതിപ്പോൾ ആർക്കും പറ്റുന്നതാണ്. അതിലുള്ള മഹാവിഡ്ഢിത്തങ്ങളും ശാസ്ത്രവിരുദ്ധതകളും യുക്തിവിരുദ്ധതകളും എന്തൊക്കെയായാലും അതാരെങ്കിലും തുറന്നു കാണിച്ചാൽ ശരിയാണ്, അങ്ങനെ പറ്റിപ്പോയി എന്നല്ല പറയാ, പറഞ്ഞവനെ തെറി വിളിക്കും. ഈ ഒരു രീതിയിൽ പോവാ. എന്നിട്ട് പറയുന്നു, ഞങ്ങൾ ഈ ചെയ്യുന്നത് മഹത്തായ കാര്യമാണ്. ഇവരുടെ വീഡിയോസൊക്കെ തുടങ്ങുന്നതിന് മുമ്പ്, ഈ സ്വതന്ത്ര ചിന്തകരുടെ വീഡിയോസ് നമ്മൾ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യൻ ഭരണഘടനയുടെ 51A(h) എന്ന് പറഞ്ഞ് ഒരു അനുച്ഛേദം എഴുതി കാണിക്കും. അതിനുശേഷമാണ് ഇവരുടെ പ്രഭാഷണം തുടങ്ങുന്നത്. ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 51A(h) എന്ന് പറയുന്ന ആർട്ടിക്കിൾ, അതാണത്ര ഇവർ ഇന്ത്യ രാജ്യത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഭരണഘടന പറയുന്നത്, ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ ടു ഡെവലപ്പ് സയൻറ്റിഫിക് ടെമ്പർ, ഹ്യൂമനിസം, ദ സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി ആൻഡ് റിഫോം. ഇത്രയും കാര്യങ്ങളാണ് ഭരണഘടന അതിനകത്ത് പറയണത്. ഇവർ ഈ ചെയ്യണത്, മുഹമ്മദ് നബി ആയിഷ ബീവിയെ എന്തുകൊണ്ട് ഇത്രാം വയസ്സിൽ കല്യാണം കഴിച്ചു, വേറെ പണി നോക്കിക്കൂടായിരുന്നു എന്നൊക്കെ പറയും. ഈ പറയണതിൻ്റെ എന്താന്ന് ചോദിച്ചാൽ അത് ഈ ഭരണഘടനയുടെ ആർട്ടിക്കിളാണ് അത്രേ പറയണത്. ഇവർ വിശദീകരിക്കുവാണ്. ആർട്ടിക്കിളിൽ പറയുന്നത് ഇന്ത്യ രാജ്യത്തിലെ ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തങ്ങൾ വിവരിക്കുന്ന ഭാഗമാണത്. ഈ 51A എന്നൊക്കെ പറഞ്ഞാൽ ജീവിക്കുന്ന, ഇന്ത്യയിൽ ജീവിക്കുന്ന പൗരന്മാർ ഇവിടെ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏതൊക്കെയാണ്? കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ എച്ച് എന്ന് പറഞ്ഞാൽ എ കഴിഞ്ഞിട്ട് എത്ര കഴിഞ്ഞിട്ട് എച്ച് വരിക? ABCDEFGH എന്ന് പറയുന്ന ആ നമ്പർ. അതിനകത്ത് പറയുന്നത് ഇന്ത്യ രാജ്യത്തിലെ ഓരോ പൗരൻ്റെയും ഡ്യൂട്ടി, കർത്തവ്യം ചില കാര്യങ്ങളാണ്. ഒന്ന്, ഡെവലപ്പ് സയൻറ്റിഫിക് ടെമ്പർ, ശാസ്ത്രീയ അവബോധം വളർത്തുക. അപ്പം ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ ശാസ്ത്രപ്രചാരകരാണ്. ശാസ്ത്രീയ അവബോധം ജനങ്ങൾക്കിടയിൽ വളർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രചാരണമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. നവനാസ്തികരായ ആളുകളുടെ പ്രഭാഷണങ്ങളും അവരുടെ എഴുത്തുകളും അവരുടെ സോഷ്യൽ മീഡിയ ഇടപെടലുകളുമെല്ലാം ശാസ്ത്രീയ പ്രചാരണമാണ്. അത് ഭരണഘടന പറഞ്ഞാണ്. ഏതാണ് ശാസ്ത്രീയം? മുഹമ്മദ് നബി ആയിഷയെ കല്യാണം കഴിക്കുമ്പോൾ എത്ര വയസ്സായിരുന്നു എന്നതാണോ ശാസ്ത്രം? അതാണോ പ്രചരിപ്പിക്കാൻ പോണത്? ഇസ്ലാമിനെ കുറിച്ച് എന്തൊക്കെ തെറി പറയാൻ പറ്റുമോ അത് മൊത്തമല്ലേ പറയണുള്ളൂ. വേറെ എന്ത് ശാസ്ത്രമാണ് പറയണത്? മാത്രമല്ല, ശാസ്ത്രം പറയാൻ യോഗ്യതയുള്ള എത്ര ആൾ ആ കൂട്ടത്തിലുണ്ട്? നിങ്ങൾക്കൊന്ന് പറയാമോ? എത്ര ആൾക്ക് സാധിക്കും? ഒരു വൈശാഖൻ തമ്പിയെ മാറ്റിവെച്ചാൽ ശാസ്ത്രത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റി ആരുണ്ട് കൂട്ടത്തിൽ? ആരുമില്ല. അതുകൊണ്ട് തന്നെ ശാസ്ത്രം ആരും പറയാറില്ല. മതവിമർശനങ്ങൾ, മതഗ്രന്ഥങ്ങളുടെ വിമർശനങ്ങൾ, മതപ്രവാചകന്മാരുടെ ചീത്ത വിളിക്കൽ, ഇതൊക്കെ അല്ലാതെ വല്ലതും നടക്കാറുണ്ടോ? ഇതാണ് ഈ നവനാസ്തികത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ശാസ്ത്രപ്രചാരണം ഭരണഘടന പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഘോഷിക്കുന്നുവെങ്കിൽ ആർക്ക് വേണമെങ്കിൽ അതെടുത്ത് പരിശോധിക്കുക. എന്ത് ശാസ്ത്രമാണ് ഈ പ്രചരിപ്പിക്കുന്നത്? ഹ്യൂമനിസം, മാനവികത. അവരുടെ മാനവികതയെ കുറിച്ച് വേണ്ടി ഞാൻ പറയാം. മാനവികത എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വളർത്തുക. പിന്നെ ദി സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി, അന്വേഷണത്വര, അന്വേഷണാത്മകത, ജനങ്ങളിൽ കാര്യങ്ങൾ അന്വേഷിക്കാനും പഠിക്കാനുമുള്ള ഒരു ത്വരയുണ്ടാക്കിയെടുക്കുക. ആൻഡ് റിഫോം, നവീകരണം, സമൂഹത്തെ നവീകരിച്ച് നന്നാക്കിയെടുക്കുക. ഇതൊക്കെ ഒരു പൗരൻ്റെ ബാധ്യതയാണെന്ന് പറയുമ്പോൾ അതാണ് അത്ര ഇവർ ചെയ്യുന്നത്. ഈ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നിൽ വെച്ചുകൊണ്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറയുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിളിലെ ഈ കാര്യങ്ങളുമായി ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീട്ടി പറഞ്ഞ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നമ്മുടെ കേരളക്കരയിൽ മതം വിട്ട് പുറത്തു പോയ കുറേ ആൾക്കാരുണ്ട്. മതം ശരിയില്ല, ഇസ്ലാം തീരെ ശരിയില്ല, ഖുർആൻ അത്ര ശരിയില്ല, പ്രവാചകൻ അത്രയും ശരിയില്ല, എല്ലാം കൊള്ളരുതാത്തതാണ് എന്നൊക്കെ പറഞ്ഞ് മതമൊക്കെ വിട്ട് ഞങ്ങളിതാ പുറത്തു പോകുന്നു എന്ന് പറഞ്ഞ് കുറച്ച് ആളുകൾ പോയിട്ടുണ്ട്. അവർ ഞങ്ങൾ എന്തുകൊണ്ട് മതം വിട്ടു അല്ലെങ്കിൽ മതം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് ഏതാണ്ട് എല്ലാവരും വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. യൂട്യൂബിനകത്ത് നിങ്ങൾക്ക് കിട്ടും. അതിൽ ആണുണ്ട്, പെണ്ണുണ്ട്, എല്ലാവരും ഉണ്ട്. എന്തുകൊണ്ടാണ് ഞങ്ങൾ മതം വിട്ടത്?
അപ്പോൾ അതിനൊരു കാരണം കാണുമല്ലോ. അപ്പം നമ്മളൊക്കെ മതത്തിൽ നിൽക്കുന്ന ആളുകളാണ്, മതം അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ഇതൊന്നും ശരിയില്ല എന്ന് തോന്നിയിട്ട് ഒരാൾ മതം വിട്ടു പോകണമെങ്കിൽ അതിൻ്റേതായ ഒരു കാരണം കാണും. എന്തൊക്കെ കാരണങ്ങളാണ് മതം വിട്ടു പോകാൻ വേണ്ടി ഇവരെ പ്രേരിപ്പിച്ചത്? നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് പരിശോധിച്ച് നോക്കാം. കുറച്ച് കാര്യങ്ങൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്ത ഏതാനും ചില കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കാം. സമയം വളരെ കുറവാണ് നമുക്ക്. അതിൽ ചിലർ പറയണത്, എനിക്കൊരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിലുണ്ടായിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ട് ജീവിതത്തിലുണ്ടായി. ഞാൻ ദൈവത്തെ വിളിച്ച്, പടച്ചവനെ വിളിച്ച് ഒരുപാട് പ്രാർത്ഥിച്ചു, പക്ഷേ ഉത്തരം കിട്ടിയില്ല. ഉത്തരം എനിക്ക് കിട്ടിയില്ല. അപ്പം എനിക്ക് മനസ്സിലായി പടച്ചോനില്ല. അങ്ങനെ ഞാനത് വിട്ടു. അങ്ങനെ മതം വിട്ടവരുണ്ട്. ഇത് വളരെ ചുരുക്കി പറഞ്ഞതാണ്. ഇങ്ങനത്തെ ആളുകളുണ്ട്. ഇത് വലിയൊരു ചിന്തയായി, വലിയ ഒരു ശാസ്ത്രീയമായ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്ത കാര്യമായിട്ടാണ് പറയണത്. ഒരാൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഏതോ ദൈവം, ഈ പറഞ്ഞ ആൾ ഏതായാലും മുസ്ലിമാണ്, അള്ളാഹുവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു, ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ടായപ്പോൾ അള്ളാഹ് ഉത്തരം തന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി അള്ളാഹ് തന്നെ ഇല്ല. അങ്ങനെ ഞാൻ വിട്ടു എന്നാണ്. ഇതിൽ യുക്തി എവിടെയാണ്? ഇതിൽ ബുദ്ധി എവിടെയാണ്? ഇതിൽ ചിന്താപരമായി എന്തെങ്കിലും ഒരു ബിന്ദു ഉണ്ടോ? ഇതിൽ ശാസ്ത്രീയത വല്ലതും ഉണ്ടോ? അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയില്ല എന്നത് അള്ളാഹ് ഇല്ല എന്നുള്ളതിന് എങ്ങനെ തെളിവാവുക? അള്ളാഹ് ഇല്ലാന്ന് തെളിവാവുമോ? അല്ല. ഏതെങ്കിലും ഒരു മുസ്ലിം പ്രമാണങ്ങൾ നിങ്ങൾ ആര് എപ്പോ എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ അള്ളാഹു അപ്പം തന്നെ തരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ലോകത്ത് ആരും കൊടുക്കൂല. അള്ളാഹ് മാത്രമല്ല, മനുഷ്യൻ കൊടുക്കുമോ? ചോദിക്കുന്നവൻ ആരാകണം? ചോദിച്ചത് എന്തായിരിക്കണം? ഇപ്പം കൊടുക്കാനുള്ള സമയമായിട്ടുണ്ടോ? ഇപ്പം കൊടുത്താൽ ഗുണമാവുമോ അല്ലേ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് മക്കൾ വന്ന് 1000 രൂപ വേണം വാപ്പ അല്ലെങ്കിൽ ഉമ്മ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എടുത്തു കൊടുക്കും. ആരെങ്കിലും കൊടുക്കൂല. അതൊന്ന് ആലോചിക്കും, എന്തിനു വേണ്ടിയിട്ടാണിത്? ഇതിൻ്റെ ആവശ്യം ഇപ്പോൾ ഉണ്ടോ? ഇതിപ്പോൾ കൊടുക്കാതെ കുറച്ചുകൂടെ കഴിഞ്ഞ് കിടന്നാൽ, കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടൂലേ? അപ്പം ചിലപ്പോൾ പറയും നിനക്കിപ്പോൾ തരൂല എന്ന് പറഞ്ഞ് നമ്മൾ മക്കളെ ഒഴിവാക്കാറുണ്ട്. ചോദിച്ചാൽ അപ്പപ്പ കിട്ടും എന്ന് ഏതോ ഒരു സാധു വിചാരിച്ചു, ചോദിച്ചു, അപ്പ കിട്ടിയില്ല. എന്നാ പിന്നെ ദൈവം ഇല്ല. ദൈവം ഇല്ല എന്നെങ്ങനെ അർത്ഥമാവുക? വാപ്പാനോട് പൈസ ചോദിച്ചു, വാപ്പ പൈസ തന്നില്ല, അതിൻ്റെ അർത്ഥം വാപ്പ ഇല്ല എന്നാണോ? ഇത് എന്ത് ബുദ്ധിയാണോ? ഇത് ബുദ്ധിയാണോ? ഇത് യുക്തിയാണോ? ഇത് എന്താണ് ഇതിൻ്റെ പിറകിലിരിക്കുന്നത്? ഒന്നുമില്ല. ചോദിച്ച കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ ചോദിക്കപ്പെട്ടവൻ ഇല്ല എന്നാണ് അത്ര അതിൻ്റെ അർത്ഥം. ഇത്രയും മഹാമണ്ഡത്തം കൈമുതലാക്കി അതുകൊണ്ട് ഞാൻ മതം വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് യൂട്യൂബിൽ ഇങ്ങനെ വന്നിട്ട് ഭയങ്കരമായിട്ട് പ്രഭാഷണം നടത്തുക. ഒരു വിവരത്തിൻ്റെ തരി പോലും അടുത്തു പോകാത്ത കുറേ മനുഷ്യന്മാർ, ചിന്തിക്കാനോ ആലോചിക്കാനോ കഴിവില്ലാത്ത കുറേ മനുഷ്യർ, അതിൽപ്പെട്ടതാണ് ഇത്. ചോദിച്ചത് കിട്ടിയിട്ടില്ലെങ്കിൽ ആളില്ല എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ്. അയാൾ തന്നില്ല, ആളുണ്ട്, അയാൾ തന്നില്ല എന്ന് വെച്ചാൽ പോരെ? തന്നില്ല, എന്തോ കാരണത്താൽ തന്നില്ല. അയാൾക്ക് എന്നോട് സ്നേഹമില്ല എന്ന് വേണമെങ്കിൽ പറയാം, ശരിയാണ്, അയാൾക്ക് എന്നോട് സ്നേഹമില്ല. പക്ഷെ അത് അയാൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ദൈവത്തിന് എന്നോട് സ്നേഹമില്ല എന്ന് പറഞ്ഞേക്ക്, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. വാപ്പ പൈസ തന്നില്ലെങ്കിൽ നമുക്ക് പറയാം വാപ്പക്ക് എന്തോ സ്നേഹമില്ല, അതുകൊണ്ടാണ് അപ്പോൾ പണം തരാത്തത്. ശരി, ആ വാപ്പയുടെ സ്നേഹം നേടാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യുക. അതുപോലെ ദൈവത്തിൻ്റെ സ്നേഹം നേടാൻ എന്ത് സാധിക്കുമോ ആ ചെയ്യേണ്ടത് ചെയ്യുക, അപ്പോൾ ദൈവം തരും. ഇങ്ങനെ ചിന്തിക്കുന്നതാണോ യുക്തി? അതല്ല. ചോദിച്ചപ്പോൾ തന്നില്ല, അതുകൊണ്ട് ദൈവം തന്നെ ഇല്ല എന്ന് പറയലാണോ? ഇത്തരത്തിൽ ബുദ്ധിയുമായോ യുക്തിയുമായോ ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളിതാ മതം വിട്ടിരിക്കുന്നു. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഇത് മതം ഇപ്പം വിട്ടതൊന്നുമല്ല. ഇത് നേരത്തെ പല സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മതം ഉപേക്ഷിച്ച ഒരുപാട് ആളുകൾ അതിലുണ്ട്. മതത്തിൽ നിന്നാൽ അവരുടെ ആഗ്രഹങ്ങളും ഇച്ഛകളും പലതും നടക്കൂല. അപ്പോൾ തോന്നിയതുപോലെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കണമെങ്കിൽ അതാണല്ലോ നാസ്തികത എന്ന് പറഞ്ഞാൽ തന്നെ. നമുക്ക് വരാം ആ ഭാഗത്തേക്ക്. അപ്പം അതിനുവേണ്ടി നേരത്തെ മതം വിട്ട് ഉപേക്ഷിച്ച് പോകാൻ തീരുമാനിച്ച ആളുകൾ ഒരു കാരണം കണ്ടെത്തുന്നു. അത്രമാത്രമേ ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളൂ. ഞാൻ ജനിച്ചു വീണ മതത്തിൽ ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്.
ഇതൊക്കെ യുക്തിവിരുദ്ധമാണ് എന്ന് തോന്നിയപ്പോൾ ഞാൻ അത് വിട്ടു എന്ന് പറഞ്ഞ വേറൊരാളുണ്ട്. അയാൾക്ക് ബുദ്ധിമുട്ട് അതാണ്. എന്തൊക്കെയോ കുറേ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെയാണല്ലോ ഈ മതത്തിലുള്ളത്. ഈ മതത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ എന്താ ഇപ്പം ഇതിനൊരു കഥയില്ലല്ലോ, വെറുതെ എന്തൊക്കെയോ ചെയ്യുവാണ്, ഇതിലെന്തു കഥ എന്നാലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ദൈവം ഇല്ല, ഞാൻ മതം വിടുകയാണ് എന്ന് മതം വിട്ടത്രേ ചില ആളുകൾ. വളരെ അന്തസ്സാരശൂന്യമായ, യുക്തിശൂന്യമായ, ബുദ്ധിശൂന്യമായ ചില ചിന്തകൾ മാത്രമാണിത്. മതത്തിലെ ഒരു ആചാരം ശരിയല്ല എങ്കിൽ ആചാരം ശരിയല്ല എന്ന് എനിക്ക് ബോധ്യമായി എന്നല്ലേ പറയേണ്ടത്. ഇല്ലെങ്കിൽ ഇനി കൂടുതൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റിയെങ്കിൽ ഇത്തരത്തിലുള്ള ആചാരങ്ങളുള്ള മതമൊന്നും ഒരു ശരിയില്ല, അതൊക്കെ ഒന്ന് മാറ്റണം എന്ന് തോന്നുകയല്ലേ വേണ്ടത്. ദൈവം ഇല്ല എന്നെങ്ങനെയാണ് മനസ്സിലാവുക? ഒരു മതത്തിലെ ആചാരത്തോട് നമുക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ദൈവം ഇല്ല എന്നെങ്ങനെ മനസ്സിലാവണത്? അത് ഏത് യുക്തിയാണ്? ഏത് ലോകത്തെ ബുദ്ധിയാണത്? ഒന്നുമില്ല. യുക്തിയില്ല, ബുദ്ധിയില്ല, ചിന്താശക്തിയില്ല, ചിന്താശേഷിയില്ലാത്ത ഒട്ടനവധി ഇതുപോലെയുള്ള വാദങ്ങൾ നിരത്തിക്കൊണ്ടാണ് ഞങ്ങൾ മതം വിട്ടു. കേരളത്തിലെ ഈ നവനാസ്തികരുടെ വലിയൊരു നേതാവുണ്ട്. അങ്ങേര് പറഞ്ഞത് ഖുർആൻ വായിച്ചിട്ടാണ് ഞാൻ മതം ഉപേക്ഷിച്ചത്. എനിക്കൊരു 14-15 വയസ്സുണ്ടായപ്പോൾ എൻ്റെ ഒരു ബന്ധു ഒരു ഖുർആൻ്റെ പരിഭാഷ കൊണ്ടുവന്ന് വന്നു. ഞാനത് ഒരു തവണ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം ഇല്ല എന്ന് മനസ്സിലായി. അപ്പം ഇയാൾ ഖുർആൻ വായിച്ചു, അപ്പം അയാൾക്ക് മനസ്സിലായി ദൈവമില്ല. അങ്ങനെ അദ്ദേഹം ദൈവം ഇല്ലാത്ത ആളായി. ശരിയാണല്ലോ അല്ലേ? ഇവിടെ എന്താ കുഴപ്പം? വായിച്ച ആളെ ബുദ്ധിക്ക് കുഴപ്പമാണ്. ഞാൻ വായിച്ചു ദൈവമില്ല എന്ന് തോന്നിയത് എൻ്റെ ബുദ്ധിയുടെ ഒരു തകരാറ്. 10,000 അപ്പുറത്തത് വായിച്ചിട്ട് ദൈവം ഉണ്ട് എന്ന് മനസ്സിലാവുണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്. നിങ്ങൾക്ക് എന്താണത് ഇല്ല എന്ന് തോന്നുന്നത്? അത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനോ ചിന്തിക്കാനോ ഉള്ള കഴിവുണ്ടായില്ല എന്ന് വെക്കുക മാത്രമേ, അത്രയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സ്കൂളിലെ ക്ലാസ്സിൽ ഒരു ടീച്ചർ വന്ന് ക്ലാസ് എടുക്കുന്നു. 40 കുട്ടികൾ ഇരിക്കുന്ന ക്ലാസ്സിൽ ഒരു ടീച്ചർ വന്ന് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എന്തായാലും ഒരു 10 കുട്ടികളെങ്കിലും എനിക്കിതൊന്നും മനസ്സിലായില്ല എന്ന് പറയും. 30 മനസ്സിലായിട്ടുണ്ടാവും. ഒരു 10 കുട്ടികളെങ്കിലും എനിക്കത് തീരെ മനസ്സിലായില്ല എന്ന് പറയും. ദിവസങ്ങൾ കഴിയും തോറും ഈ ടീച്ചർ പറയണമൊന്നും എനിക്ക് മനസ്സിലാവണില്ല, അല്ലെങ്കിൽ കണക്ക് എനിക്ക് തീരെ മനസ്സിലാവണില്ല എന്ന് പറയും. അതിന് കണക്കിനാണോ കുഴപ്പം, ടീച്ചർക്കാണോ കുഴപ്പം, അല്ല മനസ്സിലാകാത്ത നിങ്ങൾക്കാണോ കുഴപ്പം? നമ്മളെന്താണ് സാധാരണ ചെയ്യുക? കുട്ടികൾ മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ കണക്ക് എന്ന് പറയുന്ന സാധനം തന്നെ തെറ്റാണെന്ന് മനസ്സിലാക്കലാണോ? അതല്ല, ഈ കുട്ടിക്ക് ബുദ്ധിപരമായിട്ട് ഇത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ല. ബാക്കി കുട്ടികൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിവില്ല, ബുദ്ധിപരമായതിനുള്ള കഴിവില്ല എന്ന് മനസ്സിലാക്കിയല്ലേ ചെയ്യുക. ഇതാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ മനുഷ്യന് മനസ്സിലാകുന്ന ബുദ്ധി, യുക്തിചിന്ത ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് അയാൾക്കുണ്ടായില്ല, അതുകൊണ്ട് മനസ്സിലായില്ല, അത്രയേ ഉള്ളൂ. ഇയാൾ പറയണത് ഞാൻ വായിച്ചു എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് ദൈവമൊന്നുമില്ല. പിന്നെ വന്ന് ഘോരഘോരം പ്രസംഗിക്കുകയാണ് ദൈവം ഇല്ലട്ടോ. കാരണം എന്താ? ഞാൻ ഖുർആൻ വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്, അല്ലെങ്കിൽ എനിക്കതിലൊന്നും മനസ്സിലായിട്ടില്ല. നിങ്ങളുടെ ബുദ്ധി വൈകല്യത്തെ, നിങ്ങൾക്ക് ചിന്തിക്കാനോ പഠിക്കാനോ കാര്യങ്ങൾ ഉൾക്കൊള്ളാനോ കഴിയാത്ത ഒരു കഴിവില്ലായ്മയെ ദൈവത്തെ നിഷേധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇത്തരത്തിലുള്ള യുക്തിശൂന്യമായ കുറേ കാര്യങ്ങൾ, ഒത്തിരി കാര്യമുണ്ട്, നീട്ടി പറയുന്നില്ല. ചിലർ പറയണത് ആസ്വാദനങ്ങൾ തടയുകയാണ് മതവും ദൈവവും, അതുകൊണ്ട് ഞങ്ങളതിലില്ല. അല്ല, മനുഷ്യനാകെ അങ്ങനെ കുറച്ചു കാലത്തെ ജീവിതമല്ലേ ഉള്ളൂ. ഈ കുറച്ചു കാലത്തെ ജീവിതത്തിനുള്ളിൽ ഈ ലോകത്തെ ജീവിതം ആസ്വദിച്ച് ജീവിക്കേണ്ടതാണ്. പക്ഷേ ആസ്വദിക്കാൻ മതവും ദൈവവും തടസ്സമായതുകൊണ്ട് തൽക്കാലം ആ സാധനമൊന്നുമില്ല, അത് വേണ്ട, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ച് ഞങ്ങൾ പുറത്തേക്ക് പോയി. ഒരുപാട് ആളുകൾ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. മതം ആസ്വാദനത്തിനെതിരാണ്, മതം സ്വാതന്ത്ര്യത്തിനെതിരാണ് എന്നൊക്കെ പറഞ്ഞ് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു. ആസ്വാദനത്തിനെതിരാണ് എന്നതുകൊണ്ട് മതം തെറ്റാകണമെന്നുണ്ടോ? ദൈവം ഇല്ല എന്ന് പറയാൻ അതിൽ വല്ല രേഖയുമുണ്ടോ? എല്ലാ ആസ്വാദനങ്ങളും എപ്പോഴും എല്ലാവർക്കും എല്ലായിടത്തും അനുവദിച്ച് നൽകാറുണ്ടോ?
ഒരിക്കലുമില്ല. അതിനൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. എല്ലാ സമൂഹത്തിലും നിയന്ത്രണങ്ങൾ ഉണ്ടാകാറുണ്ട്. നിയന്ത്രണങ്ങൾ വെക്കുന്നത് കൊണ്ട് ഇതെല്ലാം തെറ്റാണ് എന്ന് സങ്കല്പിച്ച് പുറത്തു പോവുക, ഇത് ഇവരുടെ ജീവിതത്തിൻ്റെ ഒരു അടിത്തറയാണ് കേട്ടോ, ഒരു ആശയമാണ്. കുറച്ച് കഴിഞ്ഞ് നമുക്ക് അത്തരം കാര്യങ്ങൾ പറയാം. ഇങ്ങനെ ഒരുപാട് തീരെ ബുദ്ധിയോ വിവേകമോ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒട്ടനവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങളിത് ആ മതത്തിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു എന്ന് പറയാം. എന്നിട്ട് ഇത് ഘോരം പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ കേരളക്കരയിൽ ജീവിക്കുന്ന, മലയാളം മനസ്സിലാക്കുന്ന, ഈ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആരെയെങ്കിലുമൊക്കെ കൊളുത്തിട്ട് ചൂണ്ടയിട്ട് പിടിച്ച് തങ്ങളുടെ വരുതിയിൽ വരുത്താനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രമം സ്വന്തം വകയൊന്നുമല്ല. ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചാൽ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇതിൻ്റെയൊക്കെ പിന്നിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഗൂഢാലോചനകൾ ഉണ്ടെന്ന് മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിലെ സംഘ് പരിവാറിൻ്റെ സാമ്പത്തികമായ നേട്ടങ്ങൾ മോഹിച്ചുകൊണ്ട്, ആ നേട്ടങ്ങൾ വാങ്ങിക്കൊണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. ഇസ്ലാമിനെ 4-5 തവണ പച്ചയായിട്ട് തെറി പറഞ്ഞാൽ ഇവർക്ക് കാശ് കിട്ടും. അതിനുള്ള സോഴ്സുകൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇത്തരം ആളുകളെ കണ്ടുപിടിച്ച് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യാൻ ഇവിടുത്തെ സംഘ് പരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പല നേട്ടങ്ങളും മോഹിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ബുദ്ധിയുള്ള ആള് ഒരു സി രവിചന്ദ്രൻ. ഇയാളാണ് അത്ര ഇതിൻ്റെ ഒരു വലിയൊരു ആചാര്യനായിട്ട് ഇപ്പോൾ ഉള്ളത്, നേരത്തെ അല്ല ഇപ്പോൾ ഉള്ളത്. ചില പുസ്തകങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, ചില പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പല പ്രധാനപ്പെട്ട പട്ടണങ്ങളിലുമൊക്കെ നടന്നിട്ട് അദ്ദേഹം പ്രഭാഷണം നടത്താറുണ്ട്. മുഖ്യ വിഷയം എന്ന് ചോദിച്ചാൽ മതങ്ങളെ ചീത്ത വിളിക്കുക, അതാണ്. പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ വലതുപക്ഷ സംഘ് പരിവാർ ഐഡിയോളജി, ആദർശം എന്താണോ അത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി പ്രഭാഷണങ്ങൾ നടത്തുക. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു മുഖ്യ തൊഴിൽ. ഇദ്ദേഹത്തിൻ്റെ കേരളക്കരയിലെ ഈ നവ നാസ്തിക പ്രചാരകരെ കൊണ്ട് നടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, നാസ്തികനായ ദൈവം. അദ്ദേഹം സ്വന്തം എഴുതിയതല്ല, വേറെ ആളുടെ പുസ്തകം ഉപജീവിച്ചുകൊണ്ട് എഴുതി തയ്യാറാക്കിയതാണ്. അതിൽ വളരെ പ്രസിദ്ധമായ, അതിൻ്റെ തുടക്കത്തിൽ, ഈ പുസ്തകം തുടങ്ങുന്നതിന് മുമ്പ് ഒരു പേജിൽ ഒരു വാചകം കോട്ട് ചെയ്തിട്ടുണ്ട്. അത് അബ്സൻസ് ഓഫ് ദ എവിഡൻസ് ഈസ് ദ എവിഡൻസ് ഓഫ് ദ അബ്സൻസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ദൈവം ഉണ്ട് എന്നതിന് തെളിവില്ല, അതുകൊണ്ട് ദൈവമില്ല. അതാണ് അയാളുടെ വാദം. ദൈവം ഉണ്ടോ? ഉണ്ട് എന്നുള്ളതിനൊരു തെളിവുമില്ലല്ലോ, അതുകൊണ്ട് ദൈവം ഇല്ല. ഏതൊരു വസ്തു ഉണ്ട് എന്നതിന് തെളിവില്ലയോ അത് ആ വസ്തു ഇല്ല എന്നതിൻ്റെ തെളിവാണ്. ഇത്തിരി ഫിലോസഫിയാണ് കേട്ടോ, കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഇവർ ഇങ്ങനത്തെ വാദങ്ങളൊക്കെ പറയുന്നതുകൊണ്ടേ നമുക്ക് ഈ രാഷ്ട്രീയ പ്രസംഗം നടക്കുന്ന മാതിരി വളരെ ഹരത്തിൽ പറഞ്ഞു പോകാൻ ഈ സാധനം പറ്റില്ല. കുറച്ച് ബുദ്ധിയൊക്കെ തുറന്ന്, കണ്ണൊക്കെ തുറന്നിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഒരു വസ്തു ഉണ്ട് എന്നതിന് തെളിവ് ഇല്ല എങ്കിൽ ആ വസ്തു ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് അതിൻ്റെ ആദ്യത്തെ പേജിലെ വെള്ള പേപ്പറിൽ ഒരൊറ്റ ലൈന് മാത്രം കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കോട്ട്. ഇത് വെച്ചിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ എല്ലാ കളികളും. ദൈവം ഉണ്ട് എന്ന് കാണിക്കാൻ ആർക്കും പറ്റിയിട്ടില്ലല്ലോ, അതിന് തെളിവൊന്നും ആരുടെ കയ്യിലും ഇല്ലല്ലോ, എന്നാൽ പിന്നെ ദൈവം ഇല്ല. ഇത് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇയാൾ ഈ പറയണത് എന്താണെന്ന് പെട്ടെന്ന് ഒരു ഇരുത്തത്തിന് കഴിയില്ല. നമുക്ക് സാവകാശം ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരു വസ്തു ഉണ്ട് എന്നതിന് തെളിവൊന്നുമില്ല നമ്മുടെ കയ്യിൽ, അതിൻ്റെ അർത്ഥം എന്താ? ആ വസ്തു ഇല്ല എന്നാണെന്ന്. വീട്ടിൽ പോയിട്ട് കുറേ സമയം ഇരുന്നിട്ട് ആലോചിക്കുക, അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ ലോകം വികസിക്കുന്നു, പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ ഇന്നത്തെ ഒരു ശാസ്ത്രമാണല്ലോ. ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ പലതവണ കേട്ടിട്ടുണ്ടാകും, സ്കൂളിൽ പോകുന്നവരൊക്കെ പഠിച്ചിട്ടുണ്ടാകും. പ്രപഞ്ചം വികസിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇത് ഒരു ശാസ്ത്ര തത്വമാണ്, എല്ലാവർക്കും അറിയാം. നമ്മളെ നവനാസ്തികർക്ക് ഏതായാലും അറിയാം, കാരണം കേരളത്തിൽ ശാസ്ത്രം അറിയണത് അവർ മാത്രമല്ലേ ഉള്ളൂ, വേറെ ആർക്കും അറിയില്ല. പ്രപഞ്ചം വികസിക്കുകയാണ്. ശരി, എപ്പോഴാണ് അതിൻ്റെ തെളിവ് കിട്ടിയത്? 1920കളിൽ എഡ്വിൻ പി ഹബിൾ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിന് തെളിവുകൾ ആദ്യമായി ഹാജരാക്കിയത് 1920. ഞാൻ പറഞ്ഞു വരുന്നത്,
1920-കൾക്ക് മുമ്പ് 1910-ൽ 1902-ൽ പ്രപഞ്ചം വികസിക്കുന്നുണ്ടായിരുന്നോ ഇല്ലേ? ഇവർ പറഞ്ഞത് തെളിവില്ലെങ്കിൽ ആ സാധനം തന്നെ ഇല്ല എന്നാണ്. തെളിവുണ്ടായത് 1920-കളിലല്ലേ പ്രപഞ്ചം വികസിക്കുന്നു എന്നുള്ളതിന് തെളിവുണ്ടായത്. അപ്പോൾ 1910-ൽ വികസിക്കുന്നുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം നമ്മളെ കയ്യിൽ തെളിവില്ല എന്നുള്ളത് വസ്തു ഇല്ല എന്നുള്ളതിൻ്റെ രേഖയൊന്നുമല്ല. നമുക്കറിയില്ലെങ്കിലും വസ്തുക്കൾ ഉണ്ടാകാം, ശരിയല്ലേ? എല്ലാ നിലവിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സാധനത്തിൻ്റെയും തെളിവ് നമ്മളെ കയ്യിലുണ്ടാവും. നമ്മളെ കയ്യിൽ തെളിവില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് പറയാൻ പറ്റുമോ? 1938-ലാണ് മിഡിൽ ഈസ്റ്റിൽ പെട്രോൾ കണ്ടുപിടിച്ചത്. പണ്ടത്തെ ദുബായിയൊക്കെ നമുക്കറിയാലോ, അന്ന് പെട്രോളൊന്നും ഇല്ലല്ലോ. 938-ലാണ് ആദ്യമായി പെട്രോൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ 935-ല് മിഡിൽ ഈസ്റ്റിൽ നമ്മുടെ ഗൾഫ് കൺട്രീസിൽ പെട്രോൾ ഉണ്ട് എന്നതിന് ഒരു തെളിവും ലോകത്തിന് മുമ്പിൽ ഇല്ലായിരുന്നു. തെളിവില്ല എന്നതുകൊണ്ട് ഭൂമിക്കടിയിൽ പെട്രോൾ ഇല്ലാതാവുമോ? നമ്മൾ കണ്ടില്ല എന്നല്ലേ ഉള്ളൂ. 1938-ൽ അത് കണ്ടു എന്നല്ലേ ഉള്ളൂ. 38-ന് മുമ്പ് പെട്രോൾ ഇല്ല എന്നതിന് അർത്ഥമുണ്ടോ? ഇതെന്ത് യുക്തിയാണിത്? ഇത് എവിടത്തെ യുക്തിയാണിത്? നമ്മൾ കാണാത്തതും നമുക്ക് മനസ്സിലാകാത്തതും നമ്മുടെ കയ്യിൽ തെളിവ് ലഭിക്കാത്തതുമൊന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്ന് വാദിക്കുക ഇവർക്ക് എളുപ്പമാണത്. എന്നാ പിന്നെ ദൈവം ഇല്ല എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ പറ്റില്ല, ശാസ്ത്രവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഒന്നും സാധ്യമല്ല. നമുക്കെന്നാണോ തെളിവ് ലഭിക്കുന്നത് അതിന് മുമ്പേ വസ്തുതകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിൽ പഠിച്ച വേറൊരു കാര്യമുണ്ട്. എന്താണ്? ഭൂഗുരുത്വാകർഷണം എന്ന് കേട്ടിട്ടില്ലേ? അതിൻ്റെ പിറകിൽ ഒരു കഥയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സർ ഐസക് ന്യൂട്ടൻ ഏതോ ആപ്പിളിൻ്റെ മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഒരു ആപ്പിൾ തലയിൽ വീണുന്നോ പരിസരത്ത് വീണു എന്നൊക്കെ ഒരു കഥയില്ലേ? അപ്പോഴാണ് അത്ര ഐസക് ന്യൂട്ടൻ ആലോചിക്കുന്നത്, ആപ്പിൾ എന്താ താഴോട്ട് വീണ്, അതിനെന്താ മേലോട്ട് പോയിക്കൂടെ എന്നൊക്കെ ആലോചിച്ച് ചിന്തിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു ശാസ്ത്ര തത്വം കണ്ടെത്തി. അതിനാണ് നമ്മൾ ഈ ഭൂഗുരുത്വ ആകർഷണം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിള് വീണതിന് ശേഷം അദ്ദേഹം കണ്ടുപിടിച്ച് ചിന്തിച്ച് നമ്മുടെ മുമ്പിൽ തെളിവ് സമർപ്പിച്ചു, ഇങ്ങനൊരു സാധനമുണ്ട്. ഈ തെളിവ് സമർപ്പിക്കുന്നതിന് മുമ്പ് ഭൂഗുരുത്വാകർഷണം ഉണ്ടായിരുന്നോ? അല്ല, തെളിവില്ലാത്തൊന്നും ഇല്ല എന്നല്ലേ ഈ പറയണത്. തെളിവുണ്ടായത് ന്യൂട്ടൻ കൊണ്ടുവന്നതല്ലേ തെളിവ്. ന്യൂട്ടൻ ജനിക്കുന്നതിന് മുമ്പ് 50 കൊല്ലം മുമ്പ് ഭൂഗുരുത്വാകർഷണം ഉണ്ടായിരുന്നോ? ഇവരുടെ വാദപ്രകാരം ഇല്ല എന്ന് പറയണം. കാരണം തെളിവില്ലാത്തതൊന്നും ഇല്ല അത്രേ. ഇത്തരത്തിലുള്ള ബുദ്ധിശൂന്യത മാത്രം കൈമുതലാക്കി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ഈ നവനാസ്തികർ എന്ന് പറയുന്നത്. ലോകപ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനുണ്ട്, ഭൗതിക ശാസ്ത്രജ്ഞൻ. അദ്ദേഹം ഒരു വാക്കുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഒരു വസ്തു ഉണ്ട് എന്നതിന് തെളിവില്ല എന്ന് വിചാരിക്കുക, അത് ആ വസ്തു ഇല്ല എന്നുള്ളതിന് തെളിവൊന്നും ആവില്ല, വസ്തു ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ എന്ന് അദ്ദേഹം പറഞ്ഞു. കാൾ സാഗൻ ഏറ്റവും പ്രഗത്ഭനായ ഭൗതിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറഞ്ഞത്, ഒരു വസ്തുവ് ഉണ്ട് എന്നതിന് തെളിവില്ലെങ്കിലും വസ്തു ഉണ്ടാകാം. കാരണം നമ്മുടെ കയ്യിൽ തെളിവ് കിട്ടിയില്ല എന്നല്ലേ ഉള്ളൂ. അതൊരു ശുദ്ധമായ വാദഗതിയായിരുന്നു. ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, മലയാളത്തിൽ നിങ്ങൾക്ക് കിട്ടും. ഇവരുടെ നവനാസ്തികരുടെ തലതൊട്ടപ്പനായ സി രവീന്ദ്രനുമായിട്ട് ഒരു ഇൻ്റർവ്യൂ നടക്കുമ്പോൾ ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുന്നുണ്ട്, ലോകത്തിലെ നിലവിലെ ശാസ്ത്രജ്ഞന്മാരുടെ കൂട്ടത്തിൽ വളരെ പ്രഗത്ഭനായ ഭൗതിക ശാസ്ത്രജ്ഞനാണ് കാൾ സാഗൻ. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ പുസ്തകത്തിൽ എഴുതിയതിന് എതിരാണല്ലോ. നിങ്ങൾ പറഞ്ഞത് തെളിവില്ലെങ്കിൽ വസ്തു ഉണ്ടാവില്ല എന്നാണല്ലോ. ഭൗതിക ശാസ്ത്രജ്ഞനായ കാൾ സാഗൻ പറയുന്നത് തെളിവ് ഇല്ലെങ്കിലും വസ്തുവും വസ്തുതയൊക്കെ ഉണ്ടാകാം, നമ്മുടെ കയ്യിൽ അതിൻ്റെ തെളിവ് കിട്ടിയില്ല എന്നേ ഉള്ളൂ എന്നല്ലേ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ നാസ്തികരുടെ നേതാവ്, ഇദ്ദേഹം കാൾ സാഗൻ പോലെ വലിയ ശാസ്ത്രജ്ഞനൊന്നുമല്ല, തിരുവനന്തപുരത്തെങ്ങാണ്ട് ഒരു വനിതാ കോളേജിൽ ഇംഗ്ലീഷ് പ്രൊഫസറാണ്. അദ്ദേഹം പറയുന്നത്, കാൾ സാഗൻ പറഞ്ഞത് തെറ്റാണ്, ഞാൻ പറഞ്ഞതാണ് ശരി.
ഈ അഹങ്കാരമാണ് യഥാർത്ഥത്തിൽ നവനാസ്തികത. ഇത് ഒരാൾക്ക് മാത്രമൊന്നുമല്ല, ഈ കൂട്ടത്തിൽ 90% ഈ ഒരു അഹങ്കാരമുണ്ട്. ഞങ്ങൾ എന്താണോ പറയണത് അത് തന്നെയാണ് ശരി, അതിൻ്റെ അപ്പുറം ശാസ്ത്രമല്ല, ശാസ്ത്രജ്ഞനല്ല, ആര് പറഞ്ഞാലും ശരി അംഗീകരിക്കില്ല. തനി പൊട്ടത്തരമാണ് താൻ ഈ പറഞ്ഞതെന്നും പുസ്തകപ്പുറത്ത് എഴുതി വെച്ചതെന്നും എത്രയോ ആളുകൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. അവസാനം ശാസ്ത്രജ്ഞന്മാരുടെ കോട്ടിങ്സ് വെച്ചിട്ട് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. നിങ്ങൾ പറഞ്ഞത് അത്ര ശരിയല്ല, ഇത് ബുദ്ധിക്ക് നിരക്കാത്താണ് നിങ്ങൾ പറയണത്. ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഞാൻ പറഞ്ഞാണ് ശരി. ഈ ഒരു സ്വഭാവമാണ് ഇന്നത്തെ നവനാസ്തികർക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, അപ്പോൾ നവനാസ്തികത എന്നുള്ളത് യുക്തിയോ ബുദ്ധിയോ ഇല്ലാത്ത, ശാസ്ത്രീയമായി ഒരു വിവരവും ഇല്ലാത്ത, കുറച്ച് അവിടെ നിന്നും ഇവിടെ നിന്നും പുസ്തകം വായിച്ച ചില വിവരങ്ങളുണ്ട്, ചില പ്രപഞ്ചം അത് ഇത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ലോകം മൊത്തം കലക്കി കുടിച്ചിട്ട് വരുവാണെന്ന്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത, നേരത്തെ പറഞ്ഞതുപോലെ 10ാം ക്ലാസ്സും ഗുസ്തിയും മാത്രമുള്ള 4, 3, 7 ആളുകൾ കിടന്ന് കളിക്കുന്ന, സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുന്ന ഒരു ട്രപ്പീസ് കളി, പഴയ ഭാഷയിൽ പറഞ്ഞാൽ. ഇതിനപ്പുറത്തേക്ക് ഈ സാധനം ഒന്നുമില്ല. യുക്തിയില്ല, ബുദ്ധിയില്ല, ചിന്താശേഷിയില്ല, ശാസ്ത്രമില്ല, ഒന്നും ഇതിനകത്തില്ല. വെറും തെറിവിളി, പൂരത്തെറിവിളികൾ മാത്രം. ചീത്ത പറയാ, ദേഷ്യപ്പെടുക, അഹന്ത നടിക്കുക. വേറൊരു സാധനമുണ്ട്, എൻ്റെ അമ്പോ, അയാളുടെ പേരെന്താണ്, കുറച്ച് പ്രായമുള്ള ഒരാളുണ്ട്, അഹങ്കാരത്തിൻ്റെ കൊട്ടയാണ്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ആളെ പേര് പറയരുതെന്ന് പലതവണ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. മൈത്രേയൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇവർ കൊണ്ട് നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട എന്തോ ഒരു ആകാശത്തു നിന്ന് ഇറങ്ങിയ അത്ര ബഹുമാന പുരസരം കൊണ്ട് നടക്കുന്ന ഒരാൾ. ഒന്നുമില്ല, അത്തും പിത്തും പിച്ചും പേയും ഒക്കെ പറയാ, ഇത് മഹാസംഭവമാണെന്ന് പറയാ. ആരെങ്കിലും ഒരാളത് അങ്ങനെയല്ലല്ലോ, നിങ്ങളെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ താൻ ആരടാ എന്നെ ചോദ്യം ചെയ്യാൻ എന്നാണ് ചോദിക്കുക. ഞാനൊക്കെ നിങ്ങളെക്കാൾ വിവരമുള്ള ആളാണ്, നിനക്കൊക്കെ എന്നോട് ചോദ്യം ചോദിക്കാൻ എന്താടാ യോഗ്യത എന്ന് ചോദിക്കും. ഇത്രയും നല്ല സഹിഷ്ണുതയുള്ള വിവരവും വിദ്യാഭ്യാസവും ഉള്ള വിഭാഗമാണ് ഈ കൂട്ടർ. അപ്പോൾ നമ്മൾ അത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി. അപ്പം ഇവര് ദൈവത്തെ നിഷേധിച്ചും മതത്തെ തെറിവിളിച്ചുമൊക്കെ നടന്നുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ ദൈവം ഉണ്ടോ? യഥാർത്ഥത്തിൽ ദൈവമുണ്ടോ? ദൈവമുണ്ടെന്നതിന് തെളിവുണ്ടോ? തെളിവുണ്ട്. നേരത്തെ അവർ പറഞ്ഞ അതിന് തെളിവില്ല, അതുകൊണ്ട് ദൈവം ഇല്ല എന്നാണ്. തെളിവുണ്ടല്ലോ. എന്നാണോ മനുഷ്യവംശം ഭൂമിയിൽ ജന്മമെടുത്തത്, മനുഷ്യവംശം മതപരമായ ജീവിതം ആരംഭിച്ചത് എന്നാണോ, അന്ന് മുതൽ സർവശക്തനായ ദൈവത്തെക്കുറിച്ച വിശ്വാസം മനുഷ്യനിലുണ്ട്. മതവിശ്വാസമില്ലാത്ത ഒരൊറ്റ ജനസമൂഹം ചരിത്രത്തിൽ ഇന്നോളം കടന്നുപോയിട്ടില്ല. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഒക്കെ ഇത്രയധികം വളർന്നിട്ടും നാസ്തികതയും നവനാസ്തികതയുമൊക്കെ പലതവണ ശ്രമിച്ചിട്ടും ഭൂമുഖത്ത് നിന്ന് ദൈവവിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യാനോ അതിൻ്റെ 4 അയലത്ത് എത്തിച്ചേരാനോ പോലും ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഇന്നും എല്ലായിടത്തും ദൈവവിശ്വാസികളാണ്. ഈ നാസ്തികന്മാർ എത്ര ശതമാനം ഉണ്ടാവും? 1% കഷ്ടിച്ചുണ്ടെങ്കിൽ കാണാം, അത്രയേ ഉള്ളൂ. അത് തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ആളുകൾ. ഇതല്ലാതെ ലോകത്ത് ഈ സാധനമൊന്നുമില്ല. കുറച്ചാളുകൾ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മറയുന്നു എന്നതിൽ കവിഞ്ഞ് ലോകത്തെ പിടിച്ചു കുലുക്കാൻ മാത്രം നാസ്തികതയൊന്നും വളർന്നിട്ടില്ല. ശാസ്ത്രം ഒത്തിരി വളർന്നിട്ടുണ്ട്, ഒരുപാട് വളർന്നിട്ടുണ്ട്. ശാസ്ത്രം വളർന്നതുകൊണ്ട് മതവിശ്വാസം വിരഷ്ടമായിട്ടില്ല. മതവിശ്വാസം കൂടുതൽ ഉറപ്പ് നേടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഭൂമി ലോകത്ത് ഇന്ന് ജീവിക്കുന്ന, എന്നും ജീവിച്ചിരുന്ന, ഇനിയും ജീവിക്കാനിരിക്കുന്ന 99.9% ആളുകളും ദൈവമുണ്ടെന്ന് ഒറ്റ സ്വരത്തിൽ പറയുന്നു. കുറച്ച് ആൾക്കാരില്ല എന്നൊക്കെ പറയും. ഇത് കുറേ കാലം മുമ്പ് തന്നെ ഇല്ല എന്ന് പറയണ ചിലരും ബാക്കിയുള്ളവരും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആശയ സംവാദങ്ങൾ നടന്നിട്ടുണ്ട്. ആ കാലം അത്രയും സഹസ്രാബ്ദങ്ങളായി ദൈവമുണ്ട് എന്നതിന് നിരവധി തെളിവുകൾ വിശ്വാസി സമൂഹം ഇവർക്ക് മുമ്പിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, അവരുടെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉത്തരം എത്ര കേട്ടാലും ചോദ്യം ആവർത്തിക്കുക എന്നതാണ് നാസ്തികരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവം. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഉത്തരം പറയാം. ഇപ്പോൾ നമ്മളൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു, നമ്മൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ അവർക്ക് ഉത്തരം പറയാൻ ശ്രമിക്കുകയാണ്, അതല്ലെങ്കിൽ നമ്മുടെ ഭാഗങ്ങൾ സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും നവനാസ്തികന് ഒരു മാറ്റവും വരാൻ പോണില്ല. 1000 തവണ പാടിക്കൊടുത്താലും അതെല്ലാം മാറ്റിവെച്ച് ആ പഴയത് തന്നെ വീണ്ടും ആവർത്തിക്കും. ഇത് അവരുടെ ഒരു സ്വഭാവം മാത്രമാണ്. പക്ഷേ ചിന്താശേഷിയുള്ള ആളുകൾക്ക് വേണ്ടി വളരെ
കുറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവമുണ്ടെന്നതിന് സഹസ്രാബ്ദങ്ങളായി വിശ്വാസി സമൂഹം ലോകത്തിന് മുമ്പ് സമർപ്പിച്ച ഒരുപാട് രേഖകളുണ്ട്, തെളിവുകളുണ്ട്. എന്താ തെളിവ്? ദൈവം ഉണ്ടോ? അള്ളാഹു ഉണ്ടോ? പടച്ച തമ്പുരാനുണ്ടോ? ഉണ്ടല്ലോ. എന്താ തെളിവ്? നീ ഉണ്ട് എന്നതാണ് ദൈവമുണ്ടെന്നതിൻ്റെ തെളിവ്. അതാണ് ഒന്നാമത്തെ. നിങ്ങളുണ്ട്, ഞാനുണ്ട്, ഈ പ്രപഞ്ചമുണ്ട്, ഈ ഭൂമിയുണ്ട്, എല്ലാം ഉണ്ട്. ഈ പ്രപഞ്ചമാസകലം ഇവിടെ നിലനിൽക്കുന്നു എന്നതാണ് സ്രഷ്ടാവായ ഒരു ദൈവം തമ്പുരാൻ ഉണ്ട് എന്നതിൻ്റെ രേഖ. ഇതിപ്പോൾ ഒരു പുതിയ സാധനമാണോ എന്ന് ചോദിക്കവർ. കാരണം 1000 കൊല്ലം മുമ്പുള്ള ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാലും ആശയ സംവാദ സമയങ്ങളിൽ പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുണ്ട്. അന്നേ പറഞ്ഞതാ. പറഞ്ഞിട്ടെന്താ കാര്യം? ഇവർ വീണ്ടും ചോദ്യം പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുക ചെയ്യുക. ദൈവം ഉണ്ടോ? ഉണ്ട്. എന്താ തെളിവ്? ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ട് എന്നതാണ് ദൈവമുണ്ട് എന്നതിൻ്റെ തെളിവ്. അതെങ്ങനെയാ തെളിവ്? പ്രപഞ്ചം ഒരിക്കൽ ഉണ്ടായിരുന്നില്ല. സമ്മതിക്കുമോ? ഈ ലോകം ഒരിക്കൽ ഉണ്ടായിരുന്നില്ല. വിശ്വാസികൾ സമ്മതിക്കും, എന്നാൽ നാസ്തികന്മാരും സമ്മതിച്ചേ പറ്റൂ. ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ടായിരുന്നില്ല. ആധുനിക ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലനുസരിച്ച് നമ്മുടെ പ്രപഞ്ചം രൂപമെടുത്തിട്ട് 13.7 ബില്യൺ വർഷങ്ങളായി. അപ്പം അതിൻ്റെ മുമ്പോ? അത് വേറൊരു ചോദ്യം. 13.7 ബില്യൺ വർഷം അത്രയായത്ര ഈ പ്രപഞ്ചം ഉണ്ടായിട്ട്. അപ്പം അവിടെ ഒരു പോയിന്റ് നമുക്കുണ്ട്. ഈ 13.7 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പോ? ഒന്നുമില്ല. അപ്പൊ ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു, എന്നിട്ട് പിന്നെ ഇത് ഉണ്ടായതല്ലേ. ഇല്ലാത്ത ഒരു വസ്തു പിന്നെ ഉണ്ടായെങ്കിൽ അതാരും ഉണ്ടാക്കാതെ ഉണ്ടാവില്ല. അതാണ് ബുദ്ധി, ശാസ്ത്രം. അതല്ലെന്ന് തെളിയിക്കാൻ ഒരു നാസ്തികനും സാധ്യമല്ല. ഒരിക്കൽ ഇല്ലാതിരുന്നത് പിന്നീട് ഉണ്ടായെന്ന് വിചാരിച്ചോളൂ. ഉണ്ടായെങ്കിൽ അത് ഉണ്ടാക്കിയ ഒരാൾ വേണം, അല്ലാതെ ഒരു വസ്തു, ഒരു മൊട്ടു സൂചി പോലും ഇവിടെ ഉണ്ടാവില്ല. ഉണ്ടാക്കിയ ഒരാളില്ലാതെ അതുണ്ടാവില്ല. 13.7 ബില്യൺ വർഷം മുമ്പ് പ്രപഞ്ചമില്ലായിരുന്നു. ഇല്ല എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റുന്ന, മനുഷ്യനെ കാണാൻ പറ്റുന്ന, മനുഷ്യൻ്റെ ചിന്തയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എന്താ ഉണ്ടായിരുന്നത്? ഒരു പോയിന്റ് ഉണ്ടായിരുന്നു എന്നാണ് ശാസ്ത്രം പറയുക. ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അതങ്ങനെയാണ്. അതിനൊരു പേരുണ്ട്, സിംഗുലാരിറ്റി എന്ന് പറയും. ദ പോയിന്റ് ഓഫ് സിംഗുലാരിറ്റി. ഒരു പോയിന്റ് ഓഫ് സിംഗുലാരിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കൊച്ചു ബിന്ദു ഉണ്ടായിരുന്നു. അതിൻ്റെ വലിപ്പം എത്രയാണെന്ന് ചോദിച്ചാൽ അതൊന്നും പറയാൻ പറ്റില്ല. പ്ലാങ്ക് ലെങ്ത് എന്നാണ് പറയുക. ഞാൻ ഒത്തിരി ശാസ്ത്ര കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പ്ലാങ്ക് ലെങ്ത് എന്ന് ശാസ്ത്രം വിളിക്കുന്ന വളരെ ചെറിയ അതിസൂക്ഷ്മമായ ഒരു കൊച്ചു ബിന്ദു, കണ്ണുകൊണ്ടോ മൈക്രോസ്കോപ്പ് കൊണ്ടോ പോലും കാണാൻ പറ്റാത്ത അത്ര ചെറിയ ബിന്ദു, 10⁻⁻35 മീറ്റർ എന്നാണ് ഇപ്പം അതിന് പറയാം. കണക്കറിയണമല്ലോ, കൂട്ടിക്കോളി. 10⁻⁻35 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര വലുപ്പം ഉണ്ടാവുക? ഒരു മീറ്ററിൻ്റെ കോടിയിലൊരംശം. അത്രയും ചെറുതാക്കിയാൽ എത്ര വലുപ്പം ഉണ്ടാകുക? അത് കാണാനൊന്നും പറ്റൂല, മൈക്രോസ്കോപ്പ് വെച്ചാലും കാണൂല. അങ്ങനെ ഒരു കുത്തുണ്ടായിരുന്നു ഇത്ര ഇവിടെ. ഈ കുത്തിങ്ങനെ ഉണ്ട് വികസിച്ചിട്ടാണ് ഈ ലോകം ഉണ്ടായതെന്നാണ് ഇവർ പറയണത്. അപ്പോൾ ആ കുത്തുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്ത, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, ശാസ്ത്രത്തിന് മനസ്സിലായിട്ടില്ലെന്നല്ല അവർക്ക് മനസ്സിലാക്കാനും പറ്റൂല എന്ന് അവർ പറയണു. അങ്ങനെ ഒരു പൊട്ടെങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് അവർ പറയണത്. എന്നിരുന്നാലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കേവല ശുദ്ധശൂന്യത, ഈ ശുദ്ധശൂന്യതയിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായതാണല്ലോ, ഉറപ്പാണല്ലോ. ഒരു സാധനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് ഉണ്ടാക്കാൻ ആരോ വേണ്ട, എല്ലാം ഉണ്ടാവുമോ? അതെങ്ങനെ ഉണ്ടാവുക? ഈ ഒരൊറ്റ ചോദ്യത്തിന് 1000 ആണ്ടുകളായി നാസ്തികർക്ക് നൽകാനുള്ള ഉത്തരം എന്താണ്? ഒന്നുമില്ല. ഇവരെന്ത് ചെയ്തെന്ന് അറിയാം നിങ്ങൾക്ക്? കുറെ കാലം വരെ ഇവർ പറഞ്ഞത്, ഇത് ഇപ്പോഴത്തെ ശാസ്ത്രമാണ് ഞാൻ പറഞ്ഞത്, പ്രപഞ്ചം എന്നും ഉണ്ടായിരുന്നു എന്നാണ് ഇവർ പറയാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ പ്രപഞ്ചം ഇങ്ങനെ വികസിച്ച് വരികയാണെന്നൊക്കെ ഒരു ശാസ്ത്രം പറഞ്ഞല്ലോ, 1920കളിലെ ശാസ്ത്രം. ഈ ശാസ്ത്രം വരുന്നതിന് മുമ്പ്, 1920കൾക്ക് മുമ്പൊക്കെ ശാസ്ത്രലോകത്തെ അടക്കി വാണിരുന്ന ഒരു സിദ്ധാന്തം എന്താണെന്ന് ചോദിച്ചാൽ പ്രപഞ്ചം എന്നും ഇവിടെ ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അവർ രക്ഷപ്പെട്ടു. ഇങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ പിന്നെ ഒരാൾ ഉണ്ടാക്കണ്ടല്ലോ, പുതുതായി ഉണ്ടായെങ്കിലല്ലേ ഉണ്ടാക്കേണ്ടതുള്ളൂ.
അപ്പോൾ ഇത് എല്ലാ കാലത്തും ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു എന്നൊരു വാദം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായിരുന്ന ഫ്രെഡ് ഹോയിൽ, അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാന്തമുണ്ട്. ദ സ്റ്റഡി സ്റ്റേറ്റ് യൂണിവേഴ്സ് എന്ന പേരിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. സ്റ്റഡി സ്റ്റേറ്റ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം എന്നും ഇങ്ങനെയാണ്, അത് അനാദിയാണ്, അതിനൊരു ആദി തുടക്കമൊന്നുമില്ല, പണ്ടേ ലോകം ഇങ്ങനെ തന്നെയാണെന്നാണ്. അതങ്ങനെ തന്നെയായിരുന്നു. 1920-കൾക്ക് ശേഷം ഇത് അമ്പെ പൊളിഞ്ഞ് താറുമാറായി. ആ സിദ്ധാന്തം അവർക്ക് കയ്യിലെടുക്കാൻ പറ്റാതെയായി. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ ഭൗതിക ശാസ്ത്രജ്ഞനാണ്. ഇന്നും ലോകത്തിലെ ഭൗതിക ശാസ്ത്രജ്ഞന്മാരിൽ അതികായനാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ വിശ്വാസം അതായിരുന്നു, സ്റ്റഡി സ്റ്റേറ്റ് യൂണിവേഴ്സ്, പ്രപഞ്ചം ഇങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്, അതിന് മാറ്റമൊന്നുമില്ല, പണ്ടേ ഇത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം സിദ്ധാന്തങ്ങൾ നമുക്ക് സ്കൂളിൽ നിന്നൊക്കെ ചിലതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ആപേക്ഷികതാ സിദ്ധാന്തം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ. രണ്ട് ആപേക്ഷികതാ സിദ്ധാന്തങ്ങളുണ്ട് ഐൻസ്റ്റീനും. 1905-ലെയും 1916-ലും ഒക്കെ ആയിട്ട് അദ്ദേഹം അവതരിപ്പിച്ച സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ആൻഡ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞ് 2 സിദ്ധാന്തങ്ങളുണ്ട്. ഈ സിദ്ധാന്തങ്ങളൊക്കെ ലോകത്തിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ച ആൽബർട്ട് ഐൻസ്റ്റൈൻ പ്രപഞ്ചം വികസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാനത് വിശ്വസിക്കൂലായിരുന്നു. ശാസ്ത്രജ്ഞന്മാർ രേഖാമൂലം കാണിച്ചു കൊടുത്തു, നിങ്ങൾ കണ്ടുപിടിച്ച സിദ്ധാന്തം അനുസരിച്ച് പ്രപഞ്ചം വികസിക്കുന്നുണ്ട്. നിങ്ങളെ സിദ്ധാന്തത്തിൽ തന്നെയാണ് പറയണത് പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് ശാസ്ത്രം പഠിച്ചവരോട് ചോദിച്ചു നോക്കുക. പ്രപഞ്ചം വികസിക്കുന്നില്ല എന്ന് വരുത്താൻ വേണ്ടി സ്വന്തമായി കണ്ടെത്തിയ സിദ്ധാന്തത്തിനകത്ത് കൃത്രിമം കാണിച്ച വ്യക്തിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു പ്രത്യേക സാധനം അതിനകത്തേക്ക് തിരികെ കയറ്റിയിട്ട് പ്രപഞ്ചം വികസിക്കണമൊന്നുമില്ല, അത് എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണെന്ന് അദ്ദേഹം വാദിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ 1920-കളിൽ എഡ്വിൻ പി ഹബിളിൻ്റെ കണ്ടുപിടുത്തവും അതിനുശേഷം ഉണ്ടായ മറ്റു പല കണ്ടുപിടുത്തങ്ങളും ഒക്കെ മുന്നോട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് തന്നെ പിടിച്ചു വെക്കാൻ പറ്റാതെയായിപ്പോയി. പ്രപഞ്ചം ഇങ്ങനെയൊന്നുമല്ല, ഇതിങ്ങനെ വികസിക്കുകയാണ് എന്ന് സമ്മതിക്കേണ്ടി വന്നു. സമ്മതിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ ഒരു കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട്, എൻ്റെ തന്നെ സിദ്ധാന്തത്തിനകത്ത് ഇത് വികസിക്കരുത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. It was the biggest blunders. It was one of the biggest blunders in my life. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ ഹിമാലയൻ വങ്കത്തമായിരുന്നു അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പിന്നെ പറഞ്ഞിട്ട് തൗബ ചെയ്യാണ് അയാൾ. അദ്ദേഹത്തിന് പോലും പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. പ്രപഞ്ചം വികസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരിക്കൽ ചുരുങ്ങിയതായിരുന്നു എന്നല്ലേ. ചുരുങ്ങാത്ത സാധനം വികസിക്കുമല്ലോ. ചുരുങ്ങി ഏറ്റവും അവസാനത്തെ ചുരുക്കം ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ലാത്ത ഈ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞ പോയിന്റ്, ഒന്നുമില്ലാത്ത അവസ്ഥ. ഇത് വന്നതോടുകൂടി ലോകം എന്നും ഉണ്ടായിരുന്നു, എപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. പണ്ടേ സൂര്യൻ ഇവിടെ ഉണ്ട്, പണ്ടേ നക്ഷത്രം ഇവിടെ ഉണ്ട്, പണ്ടേ എല്ലാം ഉണ്ട്. ഈ വാദമൊക്കെ അങ്ങോട്ട് അവസാനിച്ചു. ഇപ്പൊ ശാസ്ത്ര വിവരമുള്ള ഒരുത്തനും പ്രപഞ്ചം എന്നുള്ളതായിരുന്നു എന്ന് പറയാൻ പറ്റൂല. 13.7 ബില്യൺ വർഷം മുമ്പ് ഇത് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇറ്റ് ഈസ് കോൾഡ് ദ ബിഗ് ബാങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കേൾക്കാറില്ലേ, ഒരു ബിഗ് ബാങ് ഒക്കെ നടന്നു എന്ന് പറയണത്. ഈ ബിഗ് ബാങ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഉണ്ടാകുകയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. പ്രപഞ്ചം ഉണ്ടായതാണോ? ഒറ്റൊരു ചോദ്യമേ ഉള്ളൂ, ഉണ്ടായതാണ്. ഉണ്ടായതാണെങ്കിൽ ഉണ്ടാക്കിയ ആൾ ഉണ്ടായേ പറ്റൂ, അല്ലാതെ ഒരു വസ്തു ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാകും എന്ന് വാദം ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയ ആളില്ലാത്ത എന്തോ ഒരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. നിങ്ങൾ വലിയ ബുദ്ധിയുള്ള ആൾക്കാരും ഭയങ്കര യുക്തി ഉള്ള ആൾക്കാരും ശാസ്ത്രീയമായി ഒത്തിരി വിവരങ്ങളുള്ള ആളുകളാണല്ലോ. ഒരാൾ ഉണ്ടാക്കാത്ത, ഒരു സ്രഷ്ടാവ് സൃഷ്ടിക്കാത്ത എന്തോ ഒരു സാധനം ഈ പ്രപഞ്ചത്തിൽ കാണിച്ചു തരാൻ പറ്റുമോ? എന്തെങ്കിലും? അങ്ങനൊന്നും ഉണ്ടാവില്ല. ഒരു മുട്ടുസൂചി ഉണ്ടാവുമോ? ഒരു തീപ്പെട്ടിയുടെ കൊള്ളി ഇങ്ങനെ റോഡ് കിടക്കുകയാണ്, ഇതിപ്പോൾ എങ്ങനെ എവിടെ എത്തിയെന്ന് ഒരാൾ ചോദിക്കും, വേറൊരാൾ പറയാം അതൊക്കെ താനുണ്ടായതാണ്. ഉടനെ തൊട്ടടുത്ത വേറൊരു ആശുപത്രി കൊണ്ടുപോകും അവനെ പിടിച്ചിട്ട്. അതാണല്ലോ ചെയ്യുക. പക്ഷേ നവനാസ്തികരും നാസ്തികരും എന്നൊക്കെ പറയുന്ന വലിയ ആൾക്കാർ പറയണത് ഈ കണ്ട പ്രപഞ്ചം മുഴുവണ്ടല്ലോ, മനുഷ്യനടക്കം സസ്യങ്ങളും മൃഗങ്ങളും മത്സ്യങ്ങളും സൂര്യനും ചന്ദ്രനും ഒക്കെ അടക്കമുള്ള ഈ മഹാപ്രപഞ്ചം ഇതൊക്കെ വെറുതെ കൊണ്ട് ഉണ്ടായതാണ്. എമ്മാതിരി വിഡിത്താണെന്നൊക്കെ നിങ്ങൾ. ഒരു മുട്ടുസൂചി വെറുതെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? ഒരു തീപ്പെട്ടിക്കോല് വെറുതെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുമോ? അംഗീകരിക്കില്ലല്ലോ. ഒരു ഗ്ലാസ്സിൽ ഒരു ചായ കണ്ടു മേശപ്പുറത്ത്, ഇതെങ്ങനെ ഇപ്പോൾ ഒരു ചായ ഇവിടെ വന്നത്? അതൊക്കെ താനെ കൊണ്ട് ഉണ്ടായതാണ് എന്നൊരാൾ പറഞ്ഞാൽ
അവനെക്കുറിച്ച് നമുക്ക് വേറെ ചില ആലോചനകളാണ് വരിക, അല്ലേ? ഇക്കണ്ട പ്രപഞ്ചങ്ങൾ, മനുഷ്യനുൾപ്പെടെയുള്ള ഇക്കണ്ട സകല ബ്രഹ്മാണ്ഡവും അത് വെറുതെ ഇങ്ങനെ ഉണ്ടായതാണ്. എന്താ ഇപ്പം ഇവർ പറയണത്? എന്നിട്ട് ഇവർ പറയണു ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധി ഞങ്ങൾക്കാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രം അറിയണത് ഞങ്ങൾക്കാണ്, ലോകത്തിലെ ഏറ്റവും വലിയ യുക്തിമാന്മാർ അത് ഞങ്ങളാണ്. മതവിശ്വാസികൾക്ക് ഒരു വിവരവും ഇല്ല എന്നാണ് ഇപ്പോൾ ഇവർ പറയാ. വിവരമില്ലാത്ത ആർക്കാണെന്ന് വിവരമുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾക്ക് ഒരു ഉത്തരവും പറയാൻ പറ്റില്ല. ആയിരക്കണക്കിന് വർഷങ്ങളായി പ്രപഞ്ചമുണ്ടാക്കിയതാര് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ മേൽപോട്ട് നോക്കിയിരിക്കുകയാണ് നാസ്തിക ലോകം. പറയാൻ പറ്റണില്ല. അതുകൊണ്ട് ഇപ്പം പോയിട്ട് ഈ ഒരു നാസ്തികൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ദൈവത്തെക്കുറിച്ച് ചർച്ചക്കുണ്ടോയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇല്ല എന്ന് പറയും. ഏതെങ്കിലും ഒരു യൂട്യൂബിൻ്റെ ഇവരുടെ ചാനലിൽ ദൈവത്തെക്കുറിച്ച് ചർച്ചയുണ്ടോ? ചർച്ചയില്ല. എന്താ ചർച്ച? ഇസ്ലാമിൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യമുണ്ടോ? കല്യാണം കഴിക്കുമ്പോൾ എത്ര വർഷമാകണം? എന്തിനാണ് ഇപ്പം തലാക്ക് ചെല്ലണത്? ഈ ജാതി ഒരു ചർച്ചയല്ലാതെ ശാഖാപരമായ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ചില കുത്തിത്തിരിപ്പുകളൊക്കെ ഉണ്ടാക്കുക എന്നല്ലാതെ അടിസ്ഥാനപരമായ വിഷയത്തിൽ ചർച്ചയുണ്ടോ എവിടെയെങ്കിലും? ആർക്കാ ധൈര്യമുള്ളത്? ഒരാൾക്കും ധൈര്യമില്ല. 13.7 ബില്യൺ വർഷം മുമ്പ് ഉണ്ടായതാണ് ഈ പ്രപഞ്ചമെങ്കിൽ, തുടങ്ങിയതാണ് ഈ പ്രപഞ്ചമെങ്കിൽ, തുടക്കക്കാരൻ ആര്? ഉണ്ടാക്കിയതാര്? ഏതോ ഒരാളെ പേര് പറഞ്ഞോ? ഞങ്ങൾ അള്ളാഹ് എന്ന് വിളിക്കും. അതൊരു അറബി പേരാണ്. ഈ പ്രപഞ്ച സൃഷ്ടാവിനെ കുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അറബി പേര്. അങ്ങനെ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട്, ഒരു സൃഷ്ടാവുണ്ട്, അത് തന്നെയാണ് ദൈവമുണ്ട് എന്നതിൻ്റെ ഒന്നാമത്തെ തെളിവായി ലോകം മുഴുവൻ എല്ലാ കാലഘട്ടത്തിലും പറഞ്ഞിരുന്നത്. ഇതിനപ്പുറത്തേക്ക് വല്ലതും പറയാൻ പറ്റുമോ? എന്താ പറയാൻ പറ്റുക എന്ന് പറയുന്നത്? നിങ്ങൾക്ക് നിങ്ങൾ ആരുമായിട്ടും സംവദിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൻ്റെ ചാനൽ കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഇത്തരം ഒരു ചോദ്യം, ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, അതൊരു സൃഷ്ടാവില്ലാതെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ചോദ്യം ചോദിച്ച് അവരങ്ങിരിക്കും. എന്താ ചോദ്യം എന്നറിയോ? അങ്ങനെയാണെങ്കിൽ ആ സൃഷ്ടാവിനെ ആരുണ്ടാക്കിയത്? സൃഷ്ടാവുണ്ടല്ലോ. സൃഷ്ടാവുണ്ടെങ്കിൽ പിന്നെ അയാളുണ്ടാക്കിയതാരാപ്പം? ഇത് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസികൾ ആകപ്പാടെ പത്തിമടക്കി അങ്ങ് ഇരിക്കും എന്നാണ് വിചാരിച്ചത്. ഇത്ര ബുദ്ധിശൂന്യവും വിവരമില്ലാത്തതുമായ ഒരു ചോദ്യം മനുഷ്യൻ്റെ അടുത്ത് വരും തോന്നില്ല. പക്ഷെ ഇത് ചോദിക്കല്ലാതെ വേറെ ഒരു ചോദ്യവും ഈ ഒരു വിഭാഗത്തിൻ്റെ കയ്യിൽ നിന്ന് ഇന്നോളം നമ്മൾ കേട്ടിട്ടില്ല. പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ സൃഷ്ടാവിൻ്റെ സൃഷ്ടാവ് ആരാണെന്ന് ചോദിക്കും. സൃഷ്ടാവിനെങ്ങനെ സൃഷ്ടാവ് ഉണ്ടാകുക? എന്ത് ചോദ്യം അത്? സൃഷ്ടിക്കല്ലേ സൃഷ്ടാവ് ഉണ്ടാവുള്ളൂ. സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കപ്പെട്ട സാധനം. ഉണ്ടാക്കപ്പെട്ട സൃഷ്ടിക്കല്ലേ സൃഷ്ടാവ് ഉണ്ടാവുക. ഒരാൾ സൃഷ്ടാവാണെങ്കിൽ സൃഷ്ടാവിന് പിന്നെ എങ്ങനെയാണ് സൃഷ്ടാവ് ഉണ്ടാവുന്നത്? സൃഷ്ടികൾക്കാണ് സൃഷ്ടാവ് ഉണ്ടാവുക, സൃഷ്ടാവിന് സൃഷ്ടാവ് ഉണ്ടാവില്ല. ചോദ്യം ചോദിക്കാൻ പഠിക്കണം ആദ്യം. സൃഷ്ടാവ് അത് സൃഷ്ടാവാണ്, ഒരിക്കലും സൃഷ്ടിയല്ല. വേറൊരാൾ ഉണ്ടാക്കിയതാണെങ്കിൽ സൃഷ്ടിയായി പോകും. അതുകൊണ്ട് സൃഷ്ടാവിന് വേറൊരു സൃഷ്ടാവില്ല. എന്താ കാര്യം? സൃഷ്ടാവ് ഒരിക്കൽ ഇല്ലാതിരുന്നിട്ട് പിന്നെ ഉണ്ടായതല്ല. പ്രപഞ്ചം അങ്ങനെയല്ല. നിലവിലിരിക്കുന്ന ശാസ്ത്രമനുസരിച്ച് 13.7 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ബിഗ് ബാങ്കിലൂടെ രൂപമെടുത്തതാണ് ഈ പ്രപഞ്ചമെന്ന് നിങ്ങൾ പറയുന്നു, ശാസ്ത്രം പറയുന്നു. അപ്പോൾ ഒരിക്കൽ ഈ പ്രപഞ്ചം ഈ രൂപത്തിലൊന്നും ഇല്ല, പിന്നെ ഉണ്ടായതല്ലേ. അപ്പം ഉണ്ടാക്കാൻ ഒരാൾ വേണം. എന്നാൽ പടച്ചോൻ ഒരു കാലത്ത് ഇല്ലായിരുന്നു, പിന്നുണ്ടായോ? അങ്ങനത്തെ പടച്ചോൻ ഇല്ല. ഒരു കാലഘട്ടത്തിൽ ഇല്ലാതിരിക്കുകയും പിന്നീട് ഉണ്ടാവുകയും ചെയ്തതായിരുന്നു ദൈവമെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിനൊരർത്ഥമുണ്ട്. അതല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചു നോക്കുക. ഈ നിങ്ങളുടെ ചോദ്യത്തിന് അർത്ഥമില്ല. ചോദ്യത്തിന് മാത്രമല്ല, നിങ്ങളുടെ എന്തിനാണ് അർത്ഥമുള്ളത്? നിങ്ങളുടെ ഏതെങ്കിലും വാദത്തിന് അർത്ഥമുണ്ടോ? ഒന്നിനും അർത്ഥമില്ല. വളരെ ചിന്താശൂന്യമായി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാം, അത്രയേ ഉള്ളൂ. ദൈവമുണ്ടോ എന്നതിന് ഈ ഒരു മറുപടി മാത്രമൊന്നുമല്ലേ ഉള്ളത്. 100 കണക്കിന് മറുപടികൾ പറയാം, 100 കണക്കിന് മറുപടികൾ. ഒരു ചെറിയ കാര്യം കൂടി, വളരെ കൊച്ചു വസ്തുവിൽ നിന്ന് തുടങ്ങാം നമുക്ക്. ആറ്റം എന്ന് കേട്ടിട്ടുണ്ടോ? ആറ്റം. സ്കൂളൊക്കെ കുറച്ചു കാലം പോയിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ സ്കൂളിൻ്റെ മുറ്റത്തൂടെ ഒക്കെ ഓടി നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ യാദൃച്ഛികമായിട്ടെങ്കിലും കേട്ടുപോയിട്ടുണ്ടാവും ഈ ആറ്റം എന്ന് പറഞ്ഞിട്ട്. ഈ ലോകം, ഇതിലെ ജീവികളും ജീവികളല്ലാത്തതുമായ വസ്തുക്കൾ, ചരങ്ങളും അചരങ്ങളുമായ എല്ലാം ആറ്റങ്ങളാൽ നിർമ്മിതമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ? എല്ലാം പദാർത്ഥം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. പദാർത്ഥങ്ങളാകട്ടെ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് പദാർത്ഥം ഉണ്ടാവുക. ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണികക്കാണ് ആറ്റം എന്ന് പറയാം എന്നൊക്കെ പണ്ട് നമ്മൾ പഠിച്ചില്ലേ? നമ്മൾ പഠിച്ചിരുന്നു.
ഈ ആറ്റം എന്താണ് യഥാർത്ഥത്തിൽ ആറ്റം എന്ന് പറഞ്ഞാൽ? ആറ്റം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കണിക. അതിൻ്റെ പഴയ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ള ആറ്റത്തിൻ്റെ ചില വസ്തുതകൾ മാത്രമേ മുമ്പിൽ വെക്കുന്നുള്ളൂ. വളരെ പുതിയ ഒരുപാട് സവിശേഷതകളുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആറ്റം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അത് പണ്ട് സ്കൂളിൽ കേട്ട് മറന്നു നമ്മൾ. ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, അങ്ങനെ രണ്ട് സാധനമുണ്ട്. ന്യൂക്ലിയസിൻ്റെ പുറത്ത് ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനമുണ്ട്. ഇലക്ട്രോണ് നെഗറ്റീവ് ചാർജും പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജുമാണ്. ന്യൂട്രോണിന് ചാർജൊന്നുമില്ല. ഇത് ഏതായാലും നമ്മൾ പണ്ട് പഠിച്ചത് നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇതാണ് ആറ്റം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അത്രയും ചെറിയ ഈ പ്രപഞ്ചത്തിലെ ഒരു അണുവാണല്ലോ ഈ ആറ്റം എന്ന് പറയണത്. ഈ ആറ്റത്തിനകത്ത് കിടക്കുന്ന ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ തുടങ്ങിയ വളരെ സൂക്ഷ്മമായ കണികകൾ. കണിക എന്ന് ഞാൻ മനഃപൂർവ്വം പറയുകയാണ്. വലിയ ശാസ്ത്രവാദികൾ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം, ഞാൻ പഴയ സയൻസാണ് പറയണത്. പുതിയ സയൻസിൽ ഇലക്ട്രോൺ കണികയാണെന്ന് ചോദിച്ചാൽ കണികയാണെന്നും പറയാൻ പറ്റില്ല. ഇലക്ട്രോൺ കണികയല്ല, അത് തരംഗമാണ് എന്നൊക്കെ പറയും. അതൊക്കെ ആയിക്കോട്ടെ, പുതിയതിലേക്ക് ഇപ്പം തൽക്കാലം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇതിനകത്ത് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതാണ് ആറ്റമെങ്കിൽ പോലും അതിനകത്ത് അതിനേക്കാൾ ചെറിയ സൂക്ഷ്മമായ കണികകളുണ്ട്. ഈ കണികകൾക്ക് ഭാരമുണ്ട്. എന്തു വസ്തു ഉണ്ടെങ്കിലും അതിന് എന്തോ തരത്തിൽ അത് അളക്കാൻ പറ്റുന്ന ഒരു സാധനം ഉപയോഗിച്ച് അളക്കാമല്ലോ. അതിന് ഭാരമുണ്ട്. ഇതിൽ ഭാരം കൂടുതലുള്ള ഒരു കണികയുടെ പേരാണ് ന്യൂട്രോൺ. ന്യൂട്രോൺ എന്ന കണികയ്ക്ക് ഭാരം കൂടുതലാണ്. പ്രോട്ടോണിന് കുറച്ച് ഭാരം കുറവാണ്. രണ്ടും ഒരേ കനമല്ല. ഒരു ന്യൂട്രോൺ ഒരു തട്ടിലും ഒരു പ്രോട്ടോൺ വേറൊരു തട്ടിലും വെച്ചാൽ ന്യൂട്രോണിൻ്റെ തട്ടാണ് താവുക. കാരണം ന്യൂട്രോൺ എന്ന് പറയുന്ന കണികക്ക് ഭാരം കൂടുതലാണ്, പ്രോട്ടോണിന് ഭാരം കുറവുമാണ്. കുറച്ച് കുറവുണ്ട്. ഒറ്റൊരു ചോദ്യമേ ഉള്ളൂ, എന്തിനാ ഇപ്പം ഇങ്ങനെ രണ്ടിനും ഒരു തൂക്കായിക്കൂടെ? അല്ലെങ്കിൽ തന്നെ അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല, അത്രയും ചെറിയതാണ്. ചെറുതിൻ്റെ ഉള്ളിലുള്ള ചെറുതാണ്. രണ്ടിനും ഭാരവ്യത്യാസമുണ്ടെന്ന് ശാസ്ത്രം പറയുന്നു. എന്തിനാണ് ഭാരവ്യത്യാസം ഉണ്ടായത്? രണ്ടിനും എന്തുകൊണ്ട് ഒരേ ഭാരമായിക്കൂടാ? ആധുനിക ശാസ്ത്രം പറയണത് ന്യൂട്രോണ് ഭാരം കൂടുതലാണ്, പ്രോട്ടോണ് ഭാരം കുറവാ. പ്രോട്ടോണിന് ലേശം കൂടി ഭാരം കൂടിയാൽ ആറ്റം തന്നെ നശിച്ചു പോകുന്നതാണ്. പ്രോട്ടോണും ന്യൂട്രോണും ചേർത്ത് അപചയം അഥവാ ഡീകേ സംഭവിക്കും. ഭാരം കൂടിയാൽ പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് അപചയം സംഭവിച്ച് നശിച്ചു പോയാൽ പിന്നെ ആറ്റം എന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ. ഉണ്ടോ? ആറ്റം ഇല്ലെങ്കിൽ പദാർത്ഥങ്ങളുണ്ടോ? പദാർത്ഥം ഇല്ല. പദാർത്ഥം ഇല്ലെങ്കിൽ വസ്തുക്കളില്ല, ആകാശമില്ല, ഭൂമിയില്ല, മനുഷ്യനില്ല, ആരുമില്ല. ഇവിടെ ഒരു സൃഷ്ടി ഉണ്ടാവില്ല. ഇവിടെ സൃഷ്ടികൾ രൂപപ്പെടണമെങ്കിൽ പ്രോട്ടോണിനേക്കാൾ കൂടുതൽ ന്യൂട്രോണിന് ഭാരം വേണം എന്ന് ആരോ കണ്ടുപിടിച്ചിരിക്കുന്നു. അത് നവനാസ്തികന്റെ ശാസ്ത്രജ്ഞൊന്നും കണ്ടുപിടിച്ചൊന്നുമല്ല. നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ആറ്റത്തിലെ പ്രോട്ടോണിനും ന്യൂട്രോണിനും ഭാരവ്യത്യാസം ഇങ്ങനെ ഉണ്ട്. ഇവിടെ പദാർത്ഥങ്ങൾ നിർമ്മിക്കപ്പെടണമെന്നും പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഇവിടെ ഒരു ബ്രഹ്മാണ്ടം സൃഷ്ടിക്കപ്പെടണമെന്നും ആരോ കരുതിയിട്ടുണ്ട്. അതിനനുസരിച്ച് ഒരു പ്രത്യേക രീതിയിലാണ് അഡ്ജസ്റ്റ് ചെയ്ത് ആറ്റത്തിൻ്റെ അകത്ത് അണുക്കളെ വിന്യസിച്ചിട്ടുള്ളത്. അതുപോലെ മനസ്സിലാക്കേണ്ട ഒരു സാധനമാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഇലക്ട്രോൺ ഈ പ്രോട്ടോണിനേക്കാൾ ഭാരം കുറവാണ്. ഒരു ഇലക്ട്രോണിനേക്കാൾ 1836 മടങ്ങ് ഭാരം കൂടുതലാണ് പ്രോട്ടോണിന്. അപ്പൊ അത്രയും ഭാരം കുറഞ്ഞ സാധനമാണ് ഇലക്ട്രോൺ. അപ്പൊ ഇലക്ട്രോൺ എന്തിനാണ് ഇത്രയും ഭാരം കുറച്ച ഒരു സാധനമാക്കി വെച്ചത്? ന്യൂട്രോൺ ഏറ്റവും കൂടുതൽ ഭാരം, പ്രോട്ടോൺ അതിനേക്കാൾ ലേശം കുറവ്, പ്രോട്ടോണിനേക്കാൾ കുറവ് ന്യൂട്രോണിന്. ഇതൊക്കെ ഇങ്ങനെ കൃത്യമായി കണക്കാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ്? ഈ ഇലക്ട്രോണിന് പ്രോട്ടോണിനേക്കാൾ ഭാരം കുറവാണ്. 1836 മടങ്ങ് ഭാരം കുറവ്. അത്ര കണിശമായ ഭാരം കുറവ് അതിന് ഇല്ലായിരുന്നുവെങ്കിൽ ഭൂലോകത്ത് DNA ഉൾപ്പെടെയുള്ള ഒരു തന്മാത്രകളും രൂപം പ്രാപിക്കില്ലായിരുന്നു എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. DNA ഉൾപ്പെടെയുള്ള തന്മാത്രകൾ ഈ പ്രപഞ്ചത്തിൽ രൂപം പ്രാപിക്കണമെങ്കിൽ ഇലക്ട്രോണിന് പ്രോട്ടോണിനേക്കാൾ ഭാരം കുറവ് വേണം. ഇല്ലെങ്കിൽ തന്മാത്രകൾ രൂപം പ്രാപിക്കില്ല. തന്മാത്രകൾ രൂപം പ്രാപിച്ചില്ലെങ്കിൽ ഇവിടെ ഒരു വസ്തു, ഒരു ചുക്കും ഉണ്ടാവില്ല. അപ്പൊ ഈ പ്രോട്ടോണ് ന്യൂട്രോൺ എന്നൊന്നും പറഞ്ഞത് ഇത് വെറുതെ ഉണ്ടായതല്ല, അത് കറക്റ്റാണ് കണക്ക്. അതിലെ ഭാരം തൂക്കി ഒപ്പിച്ച് കൃത്യമായി വെച്ചിരിക്കുന്നു.
എന്തിനു വെച്ചിരിക്കുന്നു? അതങ്ങനെ ഭാരം കൃത്യമായെങ്കിലേ ഇവിടെ പദാർത്ഥങ്ങൾ നിർമ്മിക്കാൻ പറ്റുള്ളൂ. ആ പദാർത്ഥങ്ങളാലാണ് ഈ പ്രപഞ്ചമാകമാനം സൃഷ്ടിക്കാൻ പറ്റുക, മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങളെ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. ഇത്രയും ബുദ്ധിയുള്ള, ഇത്രയും ജ്ഞാനമുള്ള, ഇത്രയും കഴിവുള്ള ആരിത്? എവര് പറയാം അതൊക്കെ വെറുതെ ഉണ്ടായതാണ്. ഇങ്ങനെ തൂക്കം ഒപ്പിച്ച് കൃത്യമായിട്ട് വെറുതെ കൊണ്ട് ഉണ്ടാവുമല്ലോ, വെറുതെ ഉണ്ടാവുമല്ലോ. നമ്മളൊരു കടയിൽ പോയി നോക്കുന്നു, അപ്പം നോക്കുമ്പോൾ കുറച്ച് പാക്കറ്റ് പഞ്ചസാര, ഒന്നിൽ 1 കിലോ, മറ്റേതിൽ 2 കിലോ, മറ്റേതിൽ 3 കിലോ. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഇതെന്താ അപ്പം ഇങ്ങനെ 1, 2, 3 ഒക്കെ കിലോ ആക്കി നിറച്ച് വെച്ചിരിക്കണത്? കടക്കാരൻ പറഞ്ഞു, ഒന്നും അറിയില്ല, അതൊക്കെ കണ്ടിങ്ങനെ പഞ്ചാര ചാക്കുന്ന ഇങ്ങനെ സാധനം വന്നിട്ട് ഇങ്ങനെ വീണ് കണക്കായിട്ട് തൂക്കി അങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ആ കടക്കാരനെ നിങ്ങൾ എന്താ വിളിക്കുക? ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരല്ലേ? ആണോ? ബുദ്ധിയുള്ള കച്ചവടക്കാരൻ വരൂല. അങ്ങനെ കൃത്യമായ കണക്കൊപ്പിച്ച് ഇലക്ട്രോണും പ്രോട്ടോണ് ന്യൂട്രോണ് തുടങ്ങി മനുഷ്യന് കാണാനോ പോലും സാധ്യമല്ലാത്ത ഇത്രയും ചെറിയ ബിന്ദുക്കളെ, കണങ്ങളെ കൃത്യമായ ഭാരങ്ങൾ ഒപ്പിച്ചുകൊണ്ട് ഇവിടെ സൃഷ്ടിച്ചു വെച്ചതാണ് എങ്കിൽ, സൃഷ്ടിച്ചു വെച്ചുള്ള മനഃപൂർവ്വം പറഞ്ഞതാ. കാരണം ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഇല്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു എന്ന് ആധുനിക ഫിസിക്സ് പറയുന്നു. പ്രപഞ്ചത്തിൽ ബിഗ് ബാങ് തുടങ്ങുമ്പോൾ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒന്നും ഇല്ല. പ്രപഞ്ചം ഉണ്ടായതിന് ശേഷം ഒരു നിശ്ചിത പീരീഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അണുക്കളൊക്കെ, കണങ്ങളൊക്കെ ഉണ്ടായി വരുന്നത്. അത് ഉണ്ടായതാണെങ്കിൽ ആരോ ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കിയ ആൾ എന്താ ഇത്ര കൃത്യമായ ഭാരം ഒപ്പിച്ചുണ്ടാക്കിയത്? മാത്രമല്ല അവിടെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാറി നടക്കുകയായിരുന്നു. ഇലക്ട്രോൺ വേറെ വഴിക്ക് പോകണു, പ്രോട്ടോൺ വേറെ വഴിക്ക് പോകണു, ന്യൂട്രോൺ വേറെ വഴിക്ക്. അങ്ങനെയാണ് ആദ്യം ഉണ്ടായത്. പിന്നെ എല്ലാം കൂടി പ്രോട്ടോണും ന്യൂട്രോണും കൂടി ഒരു ന്യൂക്ലിയസിനകത്തും കൊണ്ട് കുടുങ്ങി. ഇലക്ട്രോൺ വന്നിട്ട് അതിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. ഇതൊക്കെ വെറുതെ ഉണ്ടായാല? അല്ല, അത് ചുമ്മാ വെറുതെ അങ്ങോട്ട് ഉണ്ടായതാണ്. ഈ വെറുതെ ഉണ്ടായി എന്ന് പറയുന്നതിൻ്റെ പേരാണ് നാസ്തികത. അപ്പം തന്നെ നമുക്ക് ആലോചിക്കാൻ പറ്റും, ഇവർക്ക് എത്ര ശാസ്ത്ര വിവരമുണ്ട്, ഇവർക്ക് യുക്തി എത്രയുണ്ട്, ഇവർക്ക് എത്ര ബുദ്ധിപരമായ കഴിവുണ്ട് എന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും വിവരവും ഒന്നും ഇവരുടെ കയ്യിലില്ല. ഇവർക്ക് വേറെ ചില താല്പര്യങ്ങളാണ്. സമയം കിട്ടിയാൽ ആ വശം നമുക്ക് സംസാരിക്കാം. ശരി, അപ്പോൾ ഒരു കൊച്ചു വളരെ ചെറിയ ഒരു ആറ്റത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ വളരെ ചെറിയ ഒന്നാണ് കോശങ്ങൾ. അത് നമ്മൾ ബയോളജിയിലാണ് പഠിച്ചത്. ജീവശാസ്ത്രം പഠിക്കുന്ന സമയത്ത് ജീവജാലങ്ങളുടെ ശരീരങ്ങളൊക്കെ കോശങ്ങളാൽ നിർമ്മിതമാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? കോശങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടാണ് നമ്മുടെയൊക്കെ ശരീരം ഉണ്ടായത്, സെല്ലുകൾ എന്ന് നമ്മൾ പറയുന്നു. ഈ സെല്ല് എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണാൻ പറ്റുമോ? നോക്കിയാലൊന്നും കാണൂല. അത്രയും ചെറിയ വസ്തുവാണ് ഈ സെല്ലെന്ന് പറയുന്നത്. നിങ്ങൾക്കറിയോ ഈ സെല്ലിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് പഠിച്ചിട്ടുണ്ടോ? പണ്ട് ജീവശാസ്ത്രം പഠിച്ച കാലത്ത് നമ്മൾ അതിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ട്. 10 മാർക്ക് പരീക്ഷയ്ക്ക് കിട്ടിക്കാണും. സെല്ലിൻ്റെ ചിത്രമൊക്കെ വരച്ചിട്ട്. സെല്ലെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം, ഒരു മെംബ്രെയിൻ. ആ മെംബ്രെയിനകത്ത് ഒരു ന്യൂക്ലിയസ്, പിന്നെ ആ ന്യൂക്ലിയസിൻ്റെ ചുറ്റുഭാഗത്തും കുറേ സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞിട്ട് ഒരു ദ്രവരൂപത്തിലുള്ള കുറേ വസ്തുക്കൾ. അത് തന്നെ. അപ്പോൾ ഒരു സ്ഥലം, ഒരു മെംബ്രെയിൻ, അതിലൊരു ന്യൂക്ലിയസ്, പിന്നെ കുറേ സൈറ്റോപ്ലാസം എന്ന് പറയും. ഈ സൈറ്റോപ്ലാസത്തിനകത്ത് ആയിരക്കണക്കിന് വരുന്ന കൊച്ചു കൊച്ചു അവയവങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഓർഗാനലിസ് എന്നാണ് അതിന് പറയാം. കൊച്ചു കൊച്ചു അവയവങ്ങൾ. ഒരു സെല്ല് എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണൂല കേട്ടാ. പക്ഷെ അതിനകത്ത് എന്തു നടക്കുന്നു, അതിലെന്തൊക്കെയാണ് ഉള്ളത്? സെല്ലിനെ കുറിച്ച് മുമ്പ് പഠിച്ചവർക്കോ ഇപ്പൊ പഠിക്കണവർക്കൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും. അതിൽ മൈറ്റോകോൺട്രിയ ഉണ്ട്. അങ്ങനെ എന്തോന്ന് കേട്ടിട്ടില്ല നമ്മൾ? പണ്ട് മറന്നുപോയി അല്ലേ? മൈറ്റോകോൺട്രിയ എന്തൊരു വസ്തുവുണ്ട് സെല്ലിനകത്ത്. സെല്ല് തന്നെ കാണാൻ വയ്യ കേട്ടോ, അത്രയും ചെറുതാണ്. അപ്പൊ അതിലെ മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ചെറിയതാണ്. അത്രയും അതിസൂക്ഷ്മമായ വളരെ ചെറിയ ഒരു കണം. എന്തിനാണ് സെല്ലിനകത്ത് മൈറ്റോകോൺട്രിയ? അതാണ് പവർ ഹൗസ് ഓഫ് ദ സെൽ. സെല്ലിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പവർ ഉൽപ്പാദിപ്പിക്കുകയാണ് മൈറ്റോകോൺട്രിയയുടെ ജോലി എന്ന് പറയുന്നത്. ഇത്തിരി അല്പം സുദീർഘമായ ഒരു പ്രക്രിയയാണ്. ATP എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. മനുഷ്യൻ്റെ ശരീരത്തിലോ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ചെറിയ കണികകളുണ്ട്. ആ കണികകളെ വിഘടിപ്പിച്ച് അതിൽ നിന്ന് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം ഉണ്ടാക്കുന്ന ഊർജ ഫാക്ടറിയാണ് ഒരു മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്.
ഊർജ ഫാക്ടറി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു ചെറിയ ATPയുടെ കണം വന്നാൽ അതിനെ വിഘടിപ്പിച്ച് അതിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കും. നമ്മുടെ ഈ ലൈറ്റൊക്കെ കത്തിക്കുന്നത് ഊർജ്ജം ഉപയോഗിച്ചിട്ടല്ലേ? വൈദ്യുതോർജ്ജം ഉപയോഗിച്ചിട്ടാണല്ലോ. ഈ വൈദ്യുതി ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെന്നാ? അതിനെത്ര മെഷീൻ വേണം? അതിനെന്തൊക്കെ പ്രവർത്തനങ്ങൾ വേണം? എത്ര മനുഷ്യൻ ബുദ്ധിപരമായി ആലോചിച്ചും ചിന്തിച്ചും ഡെവലപ്പ് ചെയ്തെടുത്തതാണ് ഈ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന യന്ത്രം. നമ്മുടെ ജലവൈദ്യുതി മാത്രമല്ല, ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളൊക്കെ അല്ലേ? അവിടത്തേക്ക് ഉപകരണങ്ങൾ, അവിടത്തേക്ക് മെഷീനറീസ്, ഒരു വലിയ ലോകം മുഴുവൻ അതാ. ആ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, ഒരു വലിയ പ്രദേശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പവർ ഹൗസുകളിൽ നിന്ന്, അല്ലെങ്കിൽ ഊർജ ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്കൊക്കെ ഊർജം കിട്ടുന്നത് പോലെ, വൈദ്യുതി കിട്ടുന്നത് പോലെ മനുഷ്യ ശരീരം പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് ഓരോ സെല്ലിനകത്തും കിടക്കുന്ന മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന കണ്ണ് കാണാൻ പറ്റാത്ത അത്രയും ചെറിയ അണുവിലാണ്. ഇത്രയും വലിയൊരു ഫാക്ടറി ഇത്രയും വളരെ ചെറിയ ഒരു കണത്തിനകത്ത് ആരായിരിക്കും സെറ്റ് ചെയ്തത്? അതെന്താണെന്നറിയില്ല, വെറുതെ കൊണ്ടുണ്ടായി. ഇനി അത് പറയരുത് കേട്ടോ. ATP എന്ന് പറഞ്ഞൊരു സാധനം വരാനുണ്ട്. അത് വന്നാൽ അതിനെ വിഘടിപ്പിച്ച് അതിൽ നിന്ന് ഊർജം ഉണ്ടാക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ ഈ സെല്ലിന് ജീവനോടെ നിൽക്കാൻ പറ്റൂ എന്നൊക്കെ ഈ മൈറ്റോകോൺട്രിയ സ്വയം വിചാരിച്ചിട്ടാണ് ഉണ്ടായതാണോ? മൈറ്റോകോൺട്രിയ ഉണ്ടായതാ? അല്ല, മൈറ്റോകോൺട്രിയ ആരോ ഉണ്ടാക്കിയതായിരിക്കോ ഇങ്ങനെ ഒരു ഉദ്ദേശത്തിന് വേണ്ടി? മൈറ്റോകോൺട്രിയക്ക് ഇവിടെ നിർവഹിക്കാൻ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, ഒരു ഉദ്ദേശ്യമുണ്ടെങ്കിൽ, ആ ഉദ്ദേശ്യത്തിന് വേണ്ടി ഒരാൾ ഉണ്ടാക്കാതെ അത് ഉണ്ടാവില്ല. ഇടുക്കി ഡാമിലോ എവിടെ നമ്മുടെ ജലവൈദ്യുത പദ്ധതിയൊക്കെ ഇല്ലേ പല സ്ഥലത്തും? ആണവ വൈദ്യുത പദ്ധതിയൊക്കെ പല സ്ഥലത്തും ഇല്ലേ? ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പല കേന്ദ്രങ്ങളും പലയിടങ്ങളിലും ഇല്ലേ? ഇതൊക്കെ വെറുതെ ഉണ്ടായതാ? ആരുടെയും ഒരു ഇടപെടലും ഇല്ലാതെ വെറുതെ അങ്ങോട്ട് ഉണ്ടാകാൻ കഴിയില്ല. ഒരിക്കലും ഉണ്ടാകാൻ കഴിയില്ല. വളരെ സ്വോദ്ദേശ്യപരമായിട്ടാണ് വലിയ യന്ത്രം കണക്കെ മൈറ്റോകോൺട്രിയ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെല്ലിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. റൈബോസോംസ് ഉണ്ട്. മൈറ്റോകോൺട്രിയ, റൈബോസോം, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടില്ലേ? പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം. വലിയ ഒരു ഫാക്ടറി പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുകയും മനുഷ്യ ശരീരത്തിൻ്റെ ആവശ്യമായ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കേന്ദ്രമായിട്ട് വേണമെങ്കിൽ റൈബോസോമിനെ നമുക്ക് കാണാം. ഇതെങ്ങനെ ഒരു കമ്പനി? ഇപ്പം എത്ര കമ്പനിയായി ഒരു സെല്ലിനകത്ത്? സെല്ല് കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, അത്രയും ചെറിയതാണ്. അതിനകത്ത് എത്ര കമ്പനികൾ, എത്ര ഫാക്ടറികൾ പ്രവർത്തിക്കുന്നു. എല്ലാം കൃത്യമായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സെല്ല് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ വളരെ അടുക്കും ചിട്ടയോടും കൂടി വർക്ക് ചെയ്യുന്ന ഒരു കൊച്ചു സാധനമാണ് മനുഷ്യന്റെ കോശം എന്ന് പറയുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഒക്കെ കേട്ട് മറന്നുപോയ സാധനം ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റമാണ്. നമ്മുടെ സെല്ലിനകത്ത് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം. നമ്മുടെ ഒരു നാട്ടിൽ കുറേ കമ്പനികൾ അതിൽ നിന്നുള്ള സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോവുക, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ വാഹനങ്ങളിലൂടെയൊക്കെ. ഇതേ സംവിധാനങ്ങൾ കണ്ണോണ്ട് കാണാൻ പറ്റാത്ത സെല്ലിനകത്ത് എങ്ങനെയുണ്ടായി? ജീവികളെ പറ്റി പറയുമ്പോൾ ഇവർക്ക് എളുപ്പമുണ്ട്. ഇവർ പറയും അത് പരിണാമത്തിൽ ഉണ്ടായതാണ്. അങ്ങനെ ഒരു ശാസ്ത്രം ഉണ്ടോ അടുത്ത്, പരിണാമം എന്ന് പറഞ്ഞിട്ട്. ഏതെങ്കിലും ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു നാസ്തികൻ മനുഷ്യന്റെ സെല്ലിനകത്ത് പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ, അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മൈറ്റോകോൺട്രിയ, റൈബോസോം തുടങ്ങിയിട്ടുള്ള ഓരോ കണങ്ങളും അതിൻ്റെ കൃത്യമായ പ്രവർത്തനങ്ങളുമൊക്കെ പരിണാമത്തിലൂടെ എങ്ങനെയുണ്ടായി എന്ന് വിശദീകരിച്ചാൽ അന്ന് ഈ പണി നിർത്തി കാണിച്ചു തരാം. പറ്റുമോ? പരിണാമം കൊണ്ട് ഒരു സാധനവും തെളിയിക്കാൻ പറ്റൂല. അത് വേറൊരു വിഷയം. കഴിയില്ല. ഒരു പരിണാമത്തിലൂടെയും പരിണാമത്തിൻ്റെ ഒരു സിദ്ധാന്തങ്ങളും ഒരു തത്വങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇത് മറ്റൊന്നിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണ് എന്ന് പറയാൻ കഴിയില്ല. ഇത് ഒരു വലിയ സിസ്റ്റം കണക്കെ വർക്ക് ചെയ്യാണ്. ഒരിക്കലും കഴിയില്ല. ഒട്ടനവധി ചെറിയ ചെറിയ ഫാക്ടറികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ കോശം എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടി വെറുതെ ഉണ്ടായി, ആരും ഉണ്ടാക്കിയതല്ല എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ മനുഷ്യബുദ്ധിക്ക് സാധ്യമല്ല, മനുഷ്യരുടെ യുക്തിക്ക് സാധ്യമല്ല. ഒരു ശാസ്ത്രീയ തത്വപ്രകാരവും അത് പറയാനായിട്ട് സാധിക്കുകയില്ല. വെറുതെ ഉണ്ടായതാണ് ഇല്ല. അതുണ്ടാകണമെങ്കിൽ ഉണ്ടാക്കിയവൻ വേണം. ഫാക്ടറികളും കമ്പനികളും അതിലെ ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റങ്ങൾ, അതിലെ പാക്കിംഗ് സംവിധാനങ്ങൾ, എന്തെന്തൊക്കെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സിസ്റ്റങ്ങൾ മൊത്തം
അതിസൂക്ഷ്മജ്ഞാനിയും വിവരസ്ഥനും കഴിവുള്ളവനുമായ ഏതോ ഒരു ശക്തി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലും അതുണ്ടാകില്ല. ഉണ്ടാകുമെന്ന് സ്ഥാപിക്കാൻ ഒരു ബുദ്ധിയുള്ള ജീവികൾക്കും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. തെളിവെന്താണ്? ഈ പ്രപഞ്ചം ആസകലം അതിനുള്ള തെളിവാണ്. പ്രപഞ്ചത്തിലെ ഓരോ അണുക്കൾ, ഓരോ ആറ്റങ്ങൾ, ആറ്റത്തിനകത്ത് കിടക്കുന്ന സബ് ആറ്റമിക് പാർട്ടിക്കിൾസ് എന്ന് ഫിസിക്സിൽ വിളിക്കുന്ന ഓരോ ഘടകങ്ങളും അതിൻ്റെ തെളിവാണ്. ജീവശരീരത്തിൽ കാണുന്ന ഓരോ സെല്ലുകളും സെല്ലിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും ദൈവമുണ്ട് എന്നതിൻ്റെ കൃത്യമായ ചൂണ്ടുപലകകളാണ്. ദൈവം എന്ന ഒരൊറ്റ മറുപടിയല്ലാതെ ഇതിന് മറ്റ് യുക്തമായ, യുക്തിപരമായ, ബുദ്ധിപരമായ ഒരു മറുപടി മുന്നോട്ട് വെക്കാൻ ഒരു നാസ്തികനെ കൊണ്ടും സാധ്യമല്ല. പിന്നെയോ, ലോകത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നു, ഭൂമി കറങ്ങുന്നു, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഒരു മണിക്കൂറിൽ 1000 മൈല് ആണ് അതിൻ്റെ വേഗത. നമ്മൾ വണ്ടി ഓടൂലേ, ഒരു മണിക്കൂറിൽ 35 കിലോമീറ്റർ, മണിക്കൂറിൽ 100 കിലോമീറ്റർ അല്ലേ, മണിക്കൂറിൽ 120 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സ്പീഡാണല്ലോ നമ്മുടെ അല്ലേ. 100-120 വണ്ടി പോവാന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒക്കെ ഒരു സ്പീഡ്? ഭൂമി സ്പീഡിൽ കറങ്ങുക. എത്ര സ്പീഡ്? മണിക്കൂറിൽ 100 കിലോമീറ്റർ അല്ല, മണിക്കൂറിൽ 1000 മൈല് വേഗതയിൽ ഇങ്ങനെ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. ഭയങ്കര സ്പീഡിലാണ് കറങ്ങുന്നത്. എന്തിന് 1000 മൈൽ വേഗത്തിൽ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു? നാസ്തികം പറയും അതൊന്നും ഞങ്ങൾക്കറിയില്ല, അത് പണ്ട് ഉണ്ടായ കാലം മുതൽ അങ്ങനെ. അവരെ പണി കഴിഞ്ഞു. പണ്ട് ഈ ചില തമാശ കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിക്കൂലേ, ആയാതി ചോദ്യങ്ങളിൽപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയോട് ചോദിക്കുന്നു, കപ്പൽ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പം അതിനൊരു ശാസ്ത്രീയമായിട്ടൊരു ഉത്തരം പറയണം വേണ്ടേ? കുട്ടി നീട്ടിന്നിട്ട് പറഞ്ഞു, അതുണ്ടായ കാലം മുതലേ അത് അങ്ങനെയാണ്. അതന്നെ അതിൻ്റെ ഉത്തരം. കപ്പൽ എന്നാണോ ഉണ്ടായത് അന്ന് മുതൽ അത് വെള്ളത്തിൻ്റെ മുകളിൽ തന്നെയാണ്. ഇതേപോലെയാണ് നമ്മുടെ നാസ്തികന്മാർ ഉത്തരം പറയാം. ഭൂമി 1000 മൈൽ km/h കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത് ഉണ്ടായപ്പോൾ തന്നെ അങ്ങനെയാണ്. നിങ്ങളെ ഉത്തരം കഴിഞ്ഞു. അതല്ല അതിൻ്റെ ഉത്തരം. ഭൂമി 1000 km/h സ്പീഡിൽ കറങ്ങണം. എന്തിന്? ആ കറക്കം കൃത്യമായി നടന്നെങ്കിൽ മാത്രമേ ഭൂമിയിൽ ജീവൻ ഉണ്ടാകൂ എന്നാണ് ആധുനിക ശാസ്ത്രം. ഇല്ലെങ്കിൽ ജീവൻ നിലനിൽക്കൂല. ഭൂമിയേക്കാൾ സ്പീഡിൽ കറങ്ങുന്ന ഗ്രഹങ്ങൾ നമ്മുടെ സൗരയൂഥത്തിലുണ്ട്. സൗരയൂഥത്തിൽ വേറെ കുറെ ഗ്രഹമല്ലേ, സൂര്യൻ, പിന്നെന്താണ്, ഭൂമി, ശുക്രൻ, ബുധൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചില്ലേ പണ്ട്. അങ്ങനെ കുറെ ഗ്രഹങ്ങളുണ്ട്. ഇതിൽ ഓരോ ഗ്രഹങ്ങൾക്കും കറക്കത്തിന് സ്പീഡിൽ വ്യത്യാസമുണ്ട്. അതിൽ വ്യാഴം എന്ന് പറഞ്ഞൊരു ഗ്രഹമുണ്ട്. വ്യാഴം വലിയ ഗ്രഹമാണ്. വ്യാഴത്തിൻ്റെ കറക്കം ഭയങ്കര സ്പീഡാണ്. ശാസ്ത്രജ്ഞന്മാർ പറയണു അത്ര സ്പീഡിൽ ഭൂമി കറങ്ങിയാൽ ഭൂമിയിൽ ഒരൊറ്റ ജീവൻ ഉണ്ടാവില്ല. ബുധൻ, ശുക്രൻ എന്നീ 2 ഗ്രഹങ്ങളുണ്ട്. ഭൂമിയുടെ സ്പീഡിനേക്കാൾ കുറവാണ് ബുധൻ്റെയും ശുക്രൻ്റെയും കറക്കത്തിൻ്റെ സ്പീഡ്. ബുധൻ്റെയും ശുക്രൻ്റെയും സ്പീഡ് പോലെ കുറഞ്ഞ സ്പീഡിൽ ഭൂമി കറങ്ങിയാലും ഇവിടെ ജീവൻ നിലനിൽക്കില്ല. ഭൂമിയിൽ ജീവൻ നിലനിൽക്കണമെങ്കിൽ അത് ഇപ്പം കറങ്ങണ അതേ വേഗതയിൽ തന്നെ കറങ്ങിയിരിക്കണം. ഇതേതോ വിവരമുള്ള ആൾ ചെയ്യാതെ ഇത് ഉണ്ടാവില്ല എന്ന് പറയുന്നതാണ് ബുദ്ധി. അതൊക്കെ അങ്ങനെ ഉണ്ടായതൊന്നുമല്ല. ഇത് ഭൂമിയാണെന്നും ഭൂമിയിൽ ആരൊക്കെയോ നിവസിക്കാനുണ്ടെന്നും ഇവിടെ ജീവൻ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നുമൊക്കെ മുൻകൂട്ടി അറിവുള്ള ആരോ ആസൂത്രണം ചെയ്തതാണ്. യഥാർത്ഥത്തിൽ ഭൂമിയുടെ കറക്കം എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. അതങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഉത്തരവാവില്ല. അത് ശാസ്ത്രമാകില്ല. ഒരു കാര്യം മാത്രമൊന്നുമല്ല, ഭൂമിയിൽ ജീവൻ ഉണ്ടാക്കാൻ വേണ്ടി ഈ പ്രപഞ്ചത്തിൽ നടത്തിയിട്ടുള്ള വലിയ വലിയ സംവിധാനങ്ങൾ ഒരു ദിവസം മുഴുവൻ പറയാനുണ്ടാവും. പുതിയ പുതിയ സിദ്ധാന്തങ്ങൾ വന്നു കഴിഞ്ഞു ശാസ്ത്രലോകത്ത്. ഭൂമി മനുഷ്യന് വേണ്ടി തയ്യാറാക്കിയപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ ശാസ്ത്രജ്ഞന്മാരിൽ ചില ആളുകൾ പറയണത് അല്ല, ഈ പ്രപഞ്ചം പോലും ഇങ്ങനെ സംവിധാനിച്ചത് ഭൂമിയിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വർഗം വരും എന്നതുകൊണ്ടാണ് എന്നാണ്. അങ്ങനെയാണിത് പഠിക്കുമ്പോൾ മനസ്സിലാവുന്നത്. പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭൂമി കറങ്ങുന്നതിനൊരു സ്പീഡ് ഉണ്ടെങ്കിൽ ആ സ്പീഡ് ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ ആവശ്യമായ സ്പീഡാണ്. അത് കുറഞ്ഞാൽ ജീവൻ ഉണ്ടാവില്ല, അത് കൂടിയാലും ജീവൻ ഉണ്ടാവില്ല. ഇത് വെറുതെ ഉണ്ടാകുന്നതല്ല.
ഇതങ്ങനെ താനേ അങ്ങോട്ട് നേരത്തെ പറഞ്ഞ മാതിരി പഞ്ചസാര ചാക്കിന്ന് പഞ്ചസാര വന്ന് ഒരു പാക്കറ്റിൽ 1 കിലോ, മറ്റതിൽ 2 കിലോ, മറ്റതിൽ 3 കിലോ എന്നൊക്കെ ആയ മാതിരി താനെ ഇങ്ങനെ വന്നതാണ് എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിശൂന്യരായ ആളുകൾക്ക് മാത്രമേ പറയാൻ പറ്റൂ. യുക്തിശൂന്യരായ ആളുകൾക്ക് മാത്രമേ അത് പറയാൻ പറ്റുകയുള്ളൂ. ഈ സൗരയൂഥം കുറേ കാര്യങ്ങൾ പറയാം, ഒത്തിരി കാര്യങ്ങൾ. നേരത്തെ നമ്മളൊരു വ്യാഴത്തിൻ്റെ കാര്യം പറഞ്ഞു. വ്യാഴത്തിന് ഭയങ്കര സ്പീഡാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ. സ്പീഡ് മാത്രമല്ല, ഗുരുത്വാകർഷണ ശക്തി കൂടുതലുള്ള ഗ്രഹമാണ് വ്യാഴം. നേരത്തെ പറഞ്ഞ പോലെ ഭൂമിക്ക് ഗുരുത്വാകർഷണ ശക്തി ഉണ്ട്, മറ്റ് ഗ്രഹങ്ങൾക്ക് എല്ലാത്തിനും ഉണ്ടല്ലോ, എല്ലാ വസ്തുക്കൾക്കും ഗുരുത്വാകർഷണ ശക്തി ഉണ്ട്. നമ്മൾ ഗുരുത്വാകർഷണ ശക്തി വളരെ കൂടുതലുള്ള ഒരു ഗ്രഹമാണ് വ്യാഴം. അപ്പോൾ ഒരു ചോദ്യം, വ്യാഴത്തിന് മാത്രം എന്തിനാണ് ഇപ്പം ഇത്ര കൂടുതൽ ഗുരുത്വാകർഷണ ശക്തി? ആധുനിക ശാസ്ത്രം പഠിച്ച ഏതെങ്കിലും നാസ്തികവാദി ഈ പരിസരത്തുണ്ടെങ്കിൽ ഉത്തരം ഒന്ന് പറയാൻ പറ്റുമോ? വ്യാഴത്തിന്റെ ഗുരുത്വാകർഷണ ശക്തി ഇന്നത്തേതുപോലെ ശക്തമല്ലായിരുന്നുവെങ്കിൽ വാനത്ത് നിന്ന് ഒട്ടനവധി ചിഹ്നഗ്രഹങ്ങൾ, മറ്റ് ഗ്രഹങ്ങൾ പൊട്ടിയിട്ടും നക്ഷത്രങ്ങൾ പൊട്ടിയിട്ടും ഒക്കെ ചിതറുന്ന ഒരുപാട് പീസുകൾ, കഷ്ണങ്ങൾ, ഗ്രഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ പലതുമുണ്ട്. അതിങ്ങനെ തൊഴിഞ്ഞു വീഴാൻ തുടങ്ങും ഭൂമിയിലേക്ക്. ഇവിടെ മനുഷ്യന് ജീവിക്കാൻ പറ്റൂല. ആകാശത്ത് ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്, നമുക്കത് അറിയാവുന്നതാണ്. ഭൂമിയെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്ന ചിഹ്നഗ്രഹങ്ങൾ എന്ന് ശാസ്ത്രകാരന്മാർ പേരിട്ട് വിളിക്കുന്ന കുറേ വസ്തുക്കൾ, ഗ്രഹങ്ങളുടെ അവശിഷ്ടങ്ങൾ തുടങ്ങിയവ ഭൂമിയിൽ പതിച്ച് ഭൂമിയിൽ നാശം വരാതെ ഭൂമിയെ സംരക്ഷിക്കുന്നത് വ്യാഴത്തിൻ്റെ ഗുരുത്വാകർഷണ ശക്തി കൂടുതലുള്ളത് കൊണ്ടാണ്. ഭൂമിക്ക് വരുന്ന സാധനത്തിനെ വ്യാഴം ഇങ്ങനെ സുഖെന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ച് അതിൻ്റെ അടുത്തേക്ക് എടുക്കുക. അതുകൊണ്ട് ഭൂമി സ്വസ്ഥമായിട്ട് ഇവിടെ നിലനിൽക്കുന്നു എന്നാണ് ആധുനിക ശാസ്ത്രം പറയണത്. വ്യാഴത്തിന് വെറുതെ അല്ല ഗുരുത്വാകർഷണം കൂടുതൽ കൊടുത്തത്. അത് കൊടുത്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കണം, ആളുകൾ ജീവിക്കണം, ജീവജാലങ്ങൾ ഉണ്ടാകണം എന്ന് ആർക്കോ ഒരു ഉദ്ദേശമുണ്ട്, അതുകൊണ്ട് ഉണ്ടാക്കി വെച്ചതാണ്. കൃത്യമായ പ്ലാനിങ് ആണ്. കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും ഇവിടെ സൃഷ്ടിച്ചു വെച്ചത്. അത് ആറ്റം മുതൽ മനുഷ്യൻ്റെ ശരീരത്തിലെ ജീവജാലങ്ങളുടെ ശരീരത്തിലെ കൊച്ചു സെല്ലുകൾ മുതൽ ഇവിടുത്തെ സൗരയൂഥത്തിലെ ഓരോ ഗ്രഹങ്ങളും ഈ പ്രപഞ്ചത്തിലെ മറ്റ് ഈ അണ്ടകടാഹത്തിലെ മറ്റു വസ്തുക്കളെല്ലാം ഹെവൻലി ബോഡീസ് എന്തായിരുന്നാലും ഇതൊക്കെ കൃത്യമായ കണക്കനുസരിച്ച്, കൃത്യമായ തോതനുസരിച്ച്, കൃത്യമായ ഭാരത്തിൽ, കൃത്യമായ അകലത്തിലുമൊക്കെയാണ് കൃത്യമായി സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. എന്തിനും കൃത്യമായ ഉദ്ദേശം അതിന് പിറകിലുണ്ടെന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു. ഇത് വെറുതെ ഉണ്ടായത് അല്ല. അപ്പം പറഞ്ഞു വന്നാൽ ഇപ്പം എന്തായെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞത് മുതൽ ഇപ്പം വരെയുള്ള മുഴുവൻ സാധനം വെറുതെ ഉണ്ടായതാണ്. ഇതെങ്ങനെ നടക്കുമോ? എല്ലാത്തിനും അടുക്കുണ്ട്, എല്ലാത്തിനും ചിട്ടകളുണ്ട്, എല്ലാത്തിനും കൃത്യമായ കണക്കുകളുണ്ട്, കൃത്യമായ ഉദ്ദേശങ്ങളുണ്ട്. ഇതെല്ലാം വെറുതെ ഉണ്ടായാൽ ഇങ്ങനെ ഉണ്ടാവുമോ? ഇത് എന്തുത്തരമാണിത്? ഒരു ചന്ദ്രനുണ്ട്, നമ്മൾ നോക്കിയാൽ കാണുന്നത്. ഇതെന്തിനാ ഒരു ചന്ദ്രൻ ഇപ്പം എന്താ വെച്ചാൽ നമുക്കെന്താ അറിയാം? അതിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ പൂർണ്ണ രൂപത്തിലൊക്കെ വന്നാൽ നിലാവുണ്ടാവും, നമുക്ക് വെളിച്ചവും കിട്ടും. ഇതല്ലേ നമുക്കറിയുള്ളൂ. ചന്ദ്രൻ എന്ന ഒരു ഉപഗ്രഹം ഭൂമിക്കുണ്ട്. അതെന്തിനാണ്? നമുക്കറിയാവുന്നത് പോലെ ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ 23.5 ഡിഗ്രി ചെരിഞ്ഞിട്ട് സ്വന്തം അച്ചുതണ്ടിൽ ഒരു കൃത്യമായ സ്പീഡിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം അച്ചുതണ്ടിൽ ഉറച്ചു നിന്നുകൊണ്ട് സുസ്ഥിരമായി കറങ്ങണമെങ്കിൽ ചന്ദ്രൻ ഇപ്പോഴുള്ള സ്ഥലത്ത് നിലനിൽക്കണം, ഇല്ലെങ്കിൽ ഭൂമിക്ക് അങ്ങനെ നിൽക്കാൻ കഴിയില്ല. ഭൂമി താളം തെറ്റിപ്പോവും. ശാസ്ത്രം പഠിച്ചു വന്നാൽ മനസ്സിലാവും. ചന്ദ്രൻ എന്തിനാ എന്നല്ല, ചന്ദ്രൻ ഇല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റൂല. ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടാവില്ല, ഭൂമി നിലനിൽക്കൂല. എന്നിട്ടല്ലേ അതിൻ്റെ കറക്കം താളം തെറ്റും. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒന്ന് മാത്രമല്ല, ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പോഴേ ചന്ദ്രൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ശുക്രനെയും ബുധനെയും വ്യാഴത്തെയൊക്കെ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നത്, ഇതൊക്കെ വെറുതെ ഏതൊക്കെയോ സാധനം ഠുംന്ന് പൊട്ടിച്ചെറിച്ചപ്പോൾ ഓരോ കഷ്ണം അവിടെയും ഇവിടെയും ചെന്നിട്ട് ഇങ്ങനെ തിരിയാൻ തുടങ്ങി. ഇതൊക്കെ ആരോട് പറയണത്? നിങ്ങളാണോ ബുദ്ധിജീവികൾ? അല്ല, നിങ്ങളാണോ യഥാർത്ഥത്തിലുള്ള യുക്തിവാദികൾ? എന്തു ശാസ്ത്രത്തെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? എല്ലാം കൃത്യമായ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി അടുക്കി വെച്ച രൂപത്തിൽ കാണപ്പെടുന്ന ആറ്റം മുതൽ ഗ്രഹങ്ങൾ വരെയുള്ള വസ്തുക്കൾ കൃത്യമായ ഉദ്ദേശപൂർവം അടുക്കി വെച്ച് കണക്കോടെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു പ്രപഞ്ചമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇതിനെ പഠിച്ചതിന് ശേഷം ഇതൊക്കെ വെറുതെ ഉണ്ടായതാണ് എന്ന് പറയാൻ പറ്റുമോ? ബുദ്ധി മരവിച്ചവർക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ആധുനിക കാലഘട്ടത്തിലെ ചില നാസ്തികന്മാര് ചുവടൊന്ന് മാറ്റിപ്പിടിച്ചിട്ടുണ്ട്.
അവർ പറഞ്ഞു യാദൃച്ഛികമായിട്ട് വെറുതെ ഉണ്ടായതാന്ന് പറഞ്ഞാൽ അതൊരു ഉത്തരമല്ല. അപ്പം മനസ്സിലായല്ലോ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ പൂർവ്വപിതാക്കളായ നാസ്തികന്മാർ വളരെ അടുത്ത കാലം വരെ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട വിവരദോഷികളായ ആളുകൾ ഇപ്പോഴും ഇതൊക്കെ വെറുതെ ഉണ്ടായതാണെന്നാണ് പറയണത്. യാദൃച്ഛികമായി ഉണ്ടായിപ്പോയി. എങ്ങനെയോ, എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ പുസ്തകം വായിച്ച 4 ആളുകൾ പറയണത് അങ്ങനെ വെറുതെ ഉണ്ടായി എന്ന് പറയണത് ശരിയല്ല എന്ന്. ആയിക്കോട്ടെ, എന്നാൽ പിന്നെ നിങ്ങൾ വേറൊരു മറുപടി പറയും, പരിണാമത്തിലൂടെ ഉണ്ടായതാണെന്ന്. അതാണിപ്പോൾ രണ്ടാമത്തെ മറുപടി. എന്ത് പരിണാമം? ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തമല്ല, അത് ജീവജാലങ്ങളിൽ വന്ന മാറ്റത്തെക്കുറിച്ചാണ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തമെങ്കിൽ ഈ പ്രപഞ്ചം തന്നെയും പരിണമിച്ചുണ്ടായതാണ്, വെറുതെ ഉണ്ടായതല്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുക. എവിടെ പരിണമിച്ചിരിക്കുന്നു? ഡാർവിൻ്റെ സിദ്ധാന്തം പോലെ തന്നെ തെളിയിക്കാൻ പറ്റാത്ത അന്ധമായ ഒരു തരം പരിണാമം. ഇതൊന്നും ഇതിന് മറുപടിയാവില്ല. കൃത്യമായ മറുപടി പറയാൻ പറ്റുമോ? ഇതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? ആര് സൃഷ്ടിച്ചു? ഇതിൻ്റെ കണക്കുകൾ എങ്ങനെ കൃത്യമായി? ഇതിൻ്റെ അകലം എങ്ങനെ കൃത്യമായി? ഇതിൻ്റെ കറക്കത്തിൻ്റെ കിലോമീറ്ററുകൾ എങ്ങനെ കറക്റ്റായി നിൽക്കുന്നു? ഇതെങ്ങനെയാണ് ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പ്രപഞ്ചം വർക്ക് ചെയ്യുന്നത്? പറയാൻ പറ്റില്ല. നിങ്ങൾ ഈ കാര്യം ഈ ഭൂമി മലയാളത്തിലുള്ള ഏതൊരു നാസ്തികനായിട്ടൊന്ന് പറഞ്ഞു നോക്കി. വർത്താനം പറയാനേ അവരില്ല. ദൈവം അങ്ങനത്തെ പ്രപഞ്ചം സൃഷ്ടി, അതൊന്നും ഞങ്ങളില്ല. ഞങ്ങൾക്ക് ചർച്ചക്കുണ്ട്. എന്താ കാര്യം? ഇസ്ലാമിലെ തലാക്ക് എന്തുകൊണ്ട്, സ്ത്രീക്ക് എന്തുകൊണ്ട് പകുതി സ്വത്ത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യമുണ്ടല്ലോ. അതിലിങ്ങനെ വട്ടം കറങ്ങുക എന്നല്ലാതെ അടിസ്ഥാനപരമായ ചർച്ചയിലേക്ക് കയറി വരാൻ ധൈര്യമില്ലാതെ മുട്ടുപറച്ചു നിൽക്കുകയാണ് ആധുനിക നവനാസ്തികന്മാർ. പ്രപഞ്ചത്തിലെ ആറ്റം മുതൽ ജീവജാലങ്ങളിലെ സെല്ലുകൾ മുതൽ ഈ ബ്രഹ്മാണ്ഡ ഗതാഗതത്തിലെ ഇവിടുത്തെ സോളാർ സിസ്റ്റങ്ങളാകട്ടെ, ഗാലക്സികളാകട്ടെ, അല്ലെങ്കിൽ സൂപ്പർ ഗാലക്സികളോ സൂപ്പർ ക്ലസ്റ്ററുകളോ എന്തോ ആയിക്കൊള്ളട്ടെ, കൃത്യമായ കണക്കും വ്യവസ്ഥയും അനുസരിച്ച് മാത്രം ചലിക്കുന്നു എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നതെങ്കിൽ, ഈ കണക്കും വ്യവസ്ഥയും സിസ്റ്റം എന്നൊന്നും പറഞ്ഞാൽ ഇതൊന്നും യാദൃച്ഛികമായിട്ടുണ്ടാവില്ല. സിസ്റ്റം ഉണ്ടാകണമെങ്കിൽ, വ്യവസ്ഥയുണ്ടാകണമെങ്കിൽ അത് വ്യവസ്ഥപ്പെടുത്തണം. വ്യവസ്ഥയുണ്ടാകണമെങ്കിൽ അതിന് ഒരു ലക്ഷ്യം വേണം. കൃത്യമായ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഒരു വ്യവസ്ഥകൾ ഉണ്ടാക്കുക. അപ്പോൾ ലക്ഷ്യവും വ്യവസ്ഥയും ചിട്ടയും എല്ലാമുള്ള ഒരു സംവിധാനമാണ് ഈ പ്രപഞ്ചമെങ്കിൽ, ഇത് അതിന് കഴിവുള്ള ഏതോ ഒരാൾ ഇത് സംവിധാനിക്കാതെ ഒരിക്കലും സാധ്യമല്ല എന്ന് മനസ്സിലാക്കുന്നതാണ് മനുഷ്യൻ്റെ ബുദ്ധി എന്ന് പറയുന്നത്. കോമൺ സെൻസ് മാത്രം മതി, കോമൺ സെൻസ് മതി. പക്ഷെ അത് കളഞ്ഞു കുളിച്ച ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഇത് മനസ്സിലാവണം എന്നില്ല. എന്തുകൊണ്ട് ഇവർക്കിത് മനസ്സിലാകുന്നില്ല? എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല? ഇപ്പം നമ്മൾ ഇത്ര നേരം സംസാരിച്ചല്ലോ, നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇതിപ്പോൾ ചില ആളുകൾ ലൈവ് കാണുന്നുണ്ടാകാം, ഇനി ചില ആളുകൾ യൂട്യൂബിലൊക്കെ കേട്ടു എന്നിരിക്കാം. ഒരൊറ്റ നാസ്തികനും ഇത് കേട്ടു എന്നതുകൊണ്ട് പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും വരില്ല. എന്താ വരാത്തെ? നാസ്തികൻ ഈ ഒരു വശത്തേക്ക് ചിന്തിക്കുക പോലുമില്ല. എന്തുകൊണ്ട് ചിന്തിക്കില്ല? എന്തുകൊണ്ട് ചിന്തിക്കില്ല എന്ന് ചോദിച്ചാൽ, നാസ്തികതയ്ക്കൊരു ലക്ഷ്യമുണ്ട്. അത് ദൈവമുണ്ടോ ഇല്ലയെന്ന് നോക്കാനൊന്നുമല്ല. പിന്നെന്താ? അതാണ്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാം. അത് നമ്മുടെ ഈ ടൈറ്റിലിൻ്റെ 2ാം ഭാഗമായിട്ട് വരും. സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് ഇവർക്ക്. ഞങ്ങൾ സ്വതന്ത്ര ചിന്തകരാണ്, ഫ്രീ തിങ്കേഴ്സാണ്, സ്വതന്ത്ര ചിന്തകർ. എന്ത് ഈ സ്വതന്ത്ര ചിന്തകർ? എന്നെങ്കിലും നിങ്ങളൊരു നാസ്തികനോട് ചോദിച്ചു നോക്കിയോ, എന്താണ് ഈ സ്വതന്ത്ര ചിന്ത? മനുഷ്യന് ചിന്താശക്തിയുണ്ട്, ബുദ്ധിശക്തിയുണ്ട്. ബുദ്ധിശക്തിയും ചിന്താശക്തിയും ഉപയോഗിച്ച് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും സ്വയം വികസിക്കുകയും ദൈവത്തെ കണ്ടെത്തുകയും ഒക്കെ ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്നത് നമുക്കറിയാം. അപ്പം മനുഷ്യൻ ചിന്തിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം, എല്ലാം ചെയ്യേണ്ടതുണ്ട്. മനുഷ്യന് ചിന്താശക്തിയുണ്ട്, മനുഷ്യന് സ്വതന്ത്ര ചിന്തയുണ്ട്. മനുഷ്യൻ സ്വതന്ത്രനായാണ് ചിന്തിക്കേണ്ടതെന്നാണ് ഇവർ പറയാം. എന്താ ഈ സ്വതന്ത്ര ചിന്ത? അത് നിങ്ങൾ ചോദിച്ചാൽ മതി, എന്താ സ്വതന്ത്ര ചിന്ത? ഒരൊറ്റ ചോദ്യം, അങ്ങനെ ഒന്നുണ്ടോ? സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞിട്ടൊരു ചിന്ത ഉണ്ടാ? മനുഷ്യന് ചിന്താശക്തിയുണ്ട്, മനുഷ്യന്റെ ചിന്താശക്തി പരിമിതമാണ്. ഒരു ഉത്തരം അങ്ങനെ പറയാം. രണ്ടാമത്തേത്, മനുഷ്യന് സ്വതന്ത്ര ചിന്തയുണ്ടോ? ഇന്ന് നമ്മുടെ കേരളക്കരയിൽ അടക്കം ജീവിച്ചു കൊണ്ടിരിക്കുന്ന നവനാസ്തികന്മാരുടെ ലോകത്ത് ഉള്ള 4 ആചാര്യന്മാരുണ്ട്. വലിയ 4 ആചാര്യന്മാർ. സ്വാഗത ഭാഷണത്തിൽ അവരുടെയൊക്കെ പേര് ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും.
റിച്ചാർഡ് ഡോക്കിൻസ് എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അയാളൊരു വലിയൊരു ആചാര്യനാണ്, ലോകത്തിലെ ഈ നാസ്തികന്മാരുടെ വലിയ ആചാര്യന്മാരിൽ ഒരാൾ. അയാളുടെ ചിന്തകൾ കേരളത്തിൽ പ്രസരിപ്പിക്കാനാണ് ഇവിടുത്തെ നാസ്തികന്മാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സാം ഹാരിസ്, ക്രിസ്റ്റഫർ ഹിച്ചൻസ്, ഡാനിയൽ ഡെനറ്റ്, ഇങ്ങനെ 4 ആളാണ് ലോകത്ത് നാസ്തികരുടെ വലിയ ബുദ്ധികേന്ദ്രവും അതിൻ്റെ ഏറ്റവും വലിയ പ്രചാരകരുമായിട്ടും അറിയപ്പെടുന്നത്. അതിൽ ഇവരുടെ 3 പടച്ച തമ്പുരാക്കന്മാരിൽ ഒരു തമ്പുരാൻ്റെ പേരാണ് സാം ഹാരിസ്. നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സാം ഹാരിസിന് കേവലം 59 പേജ് മാത്രമുള്ള ഒരു പുസ്തകമുണ്ട്. കേരളത്തിലെ ഏതോ ഒരു നാസ്തികൻ അത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു തവണ എടുത്ത് വായിച്ചാൽ മതി, നിങ്ങളുടെ രോഗം പകുതി മാറിക്കിട്ടും. കാരണം നിങ്ങളുടെ പടച്ചോനാണല്ലോ. സാം ഹാരിസിൻ്റെ ഫ്രീ വിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പുസ്തകമുണ്ട്. 59 പേജേ ഉള്ളൂ, വളരെ കൊച്ചു പുസ്തകം. അതിൽ അദ്ദേഹം 59 പേജ് ചെലവാക്കിയിട്ട് സ്ഥാപിക്കുന്നത് മനുഷ്യന് സ്വതന്ത്ര ഇച്ഛ എന്ന് പറഞ്ഞ ഒന്ന് ഇല്ല എന്നാണ്. സ്വതന്ത്രേച്ഛ, ഫ്രീ വില്ല് മനുഷ്യന് ഇല്ലേ ഇല്ല എന്ന് യുക്തിവാദികളുടെ 4 തലതൊട്ടപ്പന്മാരിൽ പ്രഗത്ഭനായ ഒരു തലതൊട്ടപ്പൻ പുസ്തകം എഴുതി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അനുയായികൾ ഇവിടെ കിടന്നിട്ട് ചങ്കിട്ടടിക്കുക, ഞങ്ങൾ ഭയങ്കര സ്വതന്ത്രമായിട്ട് ചിന്തിക്കുകയാണ്. നിങ്ങൾ എങ്ങനെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കണം? സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ പറ്റൂല എന്നാണ് നിങ്ങളെ പടച്ചോൻ പറയണത്. ഫ്രീ വിൽ ഇല്ലത്രേ മനുഷ്യന്, സ്വതന്ത്ര ചിന്ത ഇല്ല. പോട്ടെ, അത് വേറെ ഒരു ചർച്ച. എന്താണ് ഈ സ്വതന്ത്ര ചിന്ത കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്? സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നു, നിങ്ങൾ ചിന്തിക്കുന്നു, ലോകത്തെല്ലാവരും ചിന്തിക്കുന്നു, പല രൂപത്തിൽ പല വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. നമ്മളുടെ അഭിപ്രായത്തിൽ വളരെ സ്വതന്ത്രമായി തന്നെ നമ്മൾ ചിന്തിക്കുന്നു. പക്ഷേ ഇതൊന്നും ഇവർ സ്വതന്ത്ര ചിന്തയായിട്ട് അംഗീകരിക്കില്ല. നിങ്ങളെ സ്വതന്ത്ര ചിന്തകനായി അംഗീകരിക്കണമെങ്കിൽ നിങ്ങൾ ദൈവമില്ല എന്ന് പറയണം. ദൈവമില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വതന്ത്ര ചിന്തകനാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നും പിന്നെ ചോദ്യം ഇല്ല എന്ന് പറഞ്ഞാൽ മതി. ദൈവമൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റിയാൽ നിങ്ങൾക്ക് സ്വതന്ത്ര ചിന്തകരുടെ കൂട്ടത്തിൽ മെമ്പർഷിപ്പ് കിട്ടും. പിന്നെ മതങ്ങൾ മുഴുവനും കള്ളമാണ് എന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര സ്വതന്ത്ര ചിന്തകനാണ്. പിന്നെ മതങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള ധാർമ്മിക സദാചാര നിയമങ്ങൾ ഇതൊന്നും നമ്മൾ പാലിക്കേണ്ടതില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ സ്വതന്ത്ര ചിന്തകരാണ്. ഈ 3 കാര്യങ്ങൾ ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുന്ന ആളുകൾ മാത്രമേ സ്വതന്ത്ര ചിന്തകന്റെ ഗ്രൂപ്പിലുള്ളൂ. നിങ്ങൾ നോക്കി നോക്ക്, അല്ലാത്തവരുണ്ടോ? ദൈവമില്ലെന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ചിന്ത, മതങ്ങൾ മുഴുവൻ കള്ളമാണെന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ചിന്ത, മതങ്ങൾ ഉണ്ടാക്കി വെച്ച സദാചാര ധാർമ്മിക മൂല്യങ്ങളൊന്നും നമ്മൾ അംഗീകരിക്കരുത് എന്ന് പറഞ്ഞാൽ അതാണ് സ്വതന്ത്ര ചിന്ത എന്ന് ഇവർ പറയണത്. അത് യഥാർത്ഥത്തിൽ സ്വതന്ത്ര ചിന്തയാണോ? ഒരിക്കലുമല്ല. ദൈവമില്ല എന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു നവനാസ്തികൻ സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ആലോചിച്ച് ഗവേഷണം നടത്തി കണ്ടുപിടിച്ചതാണോ? അല്ലല്ല. ഏതോ ഒരാൾ പറഞ്ഞു, ഇയാളും പറഞ്ഞു. അതിനപ്പുറത്തേക്കൊന്നുമില്ല. തൊട്ട മുകളിൽ നിൽക്കുന്ന നേതാവിനെ, താൻ നേതാവായി അംഗീകരിക്കുന്ന ഒരു വ്യക്തിയെ അങ്ങനെ തന്നെ അങ്ങ് മനസ്സിലാക്കി അയാൾ പറയുന്നതൊക്കെ അപ്പടി അങ്ങോട്ട് ആവർത്തിച്ച് പറയുക എന്നതിൽ കവിഞ്ഞ് സ്വന്തമായി ചിന്തിച്ച് ഗവേഷണം നടത്തുന്ന, അതല്ലെങ്കിൽ ഗവേഷണത്തിൻ്റെ ശാസ്ത്രീയ ഗവേഷണത്തിൻ്റെ ബാലപാഠങ്ങൾ അറിയുന്ന എത്രയാൾ ഈ 4, 3, 7 കൂട്ടത്തിലുണ്ട്? എത്രയാളുണ്ട്? ഒറ്റക്കൈയിലെ വിരൽ വേണ്ട, അതെണ്ണാൻ അത്രയേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കാനും ഗവേഷണം നടത്താനും കഴിവുള്ള ആളുകളൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10ാം ക്ലാസ്സും കുസ്തിയും കഴിഞ്ഞിട്ട് നടക്കുകയാണ്. അപ്പോൾ സ്വതന്ത്ര ചിന്ത എന്നാൽ ഇവർ പറയണത് ഈ ഒരു രൂപത്തിലാണ്. ഇതെന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ദൈവം ഇല്ല എന്ന് പറയണം. ആയിക്കോട്ടെ, ദൈവം ഇല്ല എന്ന് പറയാം. എന്നിട്ട് മതങ്ങളൊക്കെ നുണയാന്ന് പറയാം. ഓക്കെ, മതം നുണയെന്ന് പറയാം. പിന്നെ ധാർമ്മിക സദാചാര മൂല്യം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതൊന്നും ശരിയില്ല എന്ന് പറയാം. എന്നാൽ സ്വതന്ത്ര ചിന്തകനായി എന്ന് വച്ചാൽ ഓരോ മനുഷ്യനും സ്വന്തമായി ആലോചിച്ച് അവൻ എന്താണോ തോന്നുന്നത് അതുപോലെ ജീവിക്കുക. അതാണ് സ്വതന്ത്ര ചിന്തകരുടെ ലക്ഷ്യം. നിയമങ്ങൾ പാടില്ല, നിയന്ത്രണങ്ങൾ പാടില്ല, ഒന്നും പാടില്ല. നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ, മദ്യപിക്കാമോ? സ്വതന്ത്ര ചിന്ത, ശാസ്ത്രചിന്ത എന്നൊക്കെയാണല്ലോ നിങ്ങൾ പറയണത്. കള്ളു കുടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്കി. മുസ്ലിങ്ങളായ നമ്മൾ പറയും കള്ളു കുടിക്കാൻ പറ്റില്ല. എന്താ? അത് ഞങ്ങളുടെ ധാർമ്മിക മൂല്യങ്ങൾക്ക് എതിരാണ്, പടച്ച തമ്പുരാൻ പറഞ്ഞതിനെതിരാണ്, ഞങ്ങൾ ചെയ്യൂല. എന്നാൽ സ്വതന്ത്ര ചിന്തകൻ എന്ത് പറയും? കള്ളു കുടിക്കാൻ പറ്റുമോ? പറ്റും. അവനിപ്പം എന്താ? നിയമങ്ങളില്ല, നിയന്ത്രണങ്ങളില്ല, മതമില്ല, ചോദിക്കാനും പറയാനും പടച്ചോനും ഇല്ല. കള്ളു കുടിക്കാം.
കള്ള് മാത്രമോ? മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പറ്റുമോ? സ്വതന്ത്ര ചിന്തകൻ പറയണം, സ്വതന്ത്രമായിട്ട് ചിന്തിക്കുക. പടച്ചോനില്ല, ദൈവമില്ല, പിന്നെ ഈ ധാർമ്മിക സദാചാര മൂല്യമൊന്നുമില്ല. അങ്ങനത്തെ നിങ്ങൾക്ക് മയക്കുമരുന്ന് ഉപയോഗിക്കാമോ? എന്തുകൊണ്ട് ഉപയോഗിച്ചു കൂടാന്ന് മാത്രമല്ല, നിങ്ങൾ എന്നല്ലേ കാര്യമായിട്ട് ഇത് ഉപയോഗിക്കുന്നത്, വേറെ ആരാ? നിങ്ങളും നിങ്ങളുടെ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളുമാണല്ലോ ഈ സാധനങ്ങളൊക്കെ യഥേഷ്ടം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ആണ്. നുണ പറയാൻ പറ്റുമോ? നുണ പറയാമോ? പിന്നെ നമുക്ക് പേടിയാണ്, നുണ പറയാൻ പാടില്ല, പടച്ചോൻ ശിക്ഷിക്കും, ഇസ്ലാമിന് വിരുദ്ധമാണ്, ഹറാമാണ്, നമുക്ക് കുറേ നിയന്ത്രണങ്ങളുണ്ട്. മതമില്ലാത്തവനെ സംബന്ധിച്ച്, ദൈവമില്ലാത്തവനെ സംബന്ധിച്ച് നുണ പറയാമോ എന്ന് ചോദിച്ചാൽ, നുണ പറഞ്ഞാൽ എന്താ, ആവശ്യമാണെങ്കിൽ എന്താക്കണം, നുണ പറയണമെന്ന് മാത്രമല്ല, ഇവർ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ്, അതുപോലെ ഫേസ്ബുക്ക് തുടങ്ങിയ സാധനങ്ങളിലെ പോസ്റ്റുകൾ മൊത്തം അത് നുണ തന്നെയല്ലേ? അതാ സത്യമുള്ളതിനകത്ത്. ദിവസവും നുണകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുമൊന്നുമില്ല. കാരണം എന്താ? അവർക്ക് ഹറാമും ഹലാലും ഒന്നുമില്ലല്ലോ, എന്തും ചെയ്യാലോ. കളവ് പറയാം, മദ്യപിക്കാം, മയക്കുമരുന്ന് ഉപയോഗിക്കാം, വ്യഭിചരിക്കാം. വ്യഭിചരിക്കാമോ എന്ന് മാത്രമല്ല, വ്യഭിചരിച്ചിരിക്കണം എന്നൊക്കെയാണ് അപ്പോൾ ചിലവർ പറയണത്. അങ്ങനെയൊക്കെ വേണം. എന്താ കാര്യം? ഇവർക്ക് വേറെയും ചില സംഗതികളുണ്ട്. അതാണ് വ്യഭിചരിക്കാം. എന്നിട്ട് പറയും, ഇവിടെ ഇന്ത്യ രാജ്യത്തിലെ നിയമം അനുസരിച്ച് തന്നെ ഒരു സ്ത്രീയും പുരുഷനും പരസ്പരം സമ്മതത്തോടു കൂടിയാണെങ്കിൽ അവർക്കെന്താക്കാം, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അതിന് ഒരു തടസ്സവും പെടില്ല. അങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി എന്നാണ് ഇപ്പൊ പറയണത്. ഇവർ പറയണു കുടുംബം വേണ്ട, കല്യാണം വേണ്ട, കല്യാണമൊന്നും കഴിക്കണ്ട. കല്യാണം കഴിക്കാതെ ജീവിച്ചാൽ ഇപ്പം എന്താ സംഭവിക്കുക? ലോകത്തെല്ലായിടത്തും കല്യാണം കഴിക്കാത്ത ഇഷ്ടം പോലെ ആൾക്കാർ ജീവിക്കണില്ലേ? ആണും പെണ്ണും ഒന്നിച്ച് ജീവിക്കുന്നുണ്ട്. ഇഷ്ടമുള്ളത്ര കാലം ഒന്നിച്ച് ജീവിക്കുകയും ഇഷ്ടം കഴിയുമ്പോൾ പിരിഞ്ഞു പോവുകയും ചെയ്യും രണ്ടാളും കൂടെ. അതിനിപ്പോൾ എന്താ കുഴപ്പമെന്നാ? പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ട് ഏത് സ്ത്രീക്കും പുരുഷനും വേണമെങ്കിൽ ഒന്നിച്ച് താമസിക്കാനോ വ്യഭിചരിക്കാനോ ഒരു തടസ്സവും ഇല്ല. അതൊക്കെ ആവാം. അത് ശരി, ഇതൊക്കെയാണ് ഇപ്പോൾ സ്വതന്ത്ര ചിന്ത അല്ലേ? വെറുതെ അല്ല, ഇതിങ്ങനെ വളരെ ഉഷാറായിട്ട് ഇങ്ങനെ വളർന്നു വരുന്നു എന്നൊക്കെ നമുക്ക് തോന്നണേ. കുറേ ആൾക്കാരൊക്കെ അതിലേക്ക് പോയി എന്ന് പറയും ചില ആൾക്കാർ. ഒരു നല്ല ചെക്കനായിരുന്നു, ഇപ്പം എന്താണെന്നറിയില്ല, ഓന് സ്വതന്ത്ര ചിന്തകരുടെ കൂട്ടത്തിലാണെന്ന്. സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ പടച്ചോണ്ടോ ഇല്ലയോ ഒന്നും ആലോചിച്ച് കണക്കൊന്നുമല്ല. എവരുടെ ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, സ്വതന്ത്രമായി ചിന്തിച്ച് എൻ്റെ ആഗ്രഹത്തിനും അഭിലാഷത്തിനും അനുസരിച്ച് അങ്ങ് ജീവിക്കുക. എന്നെ തടയാൻ, എന്നെ നിയന്ത്രിക്കാൻ ഇവിടെ ആർക്കും അവകാശമില്ല എന്ന് വാദിക്കുക. അതാണ് സ്വതന്ത്ര ചിന്ത. അതിൻ്റെ വേറെ ഭാഷമാണ് അരാജകത്വം എന്ന് പറയും. അരാജകത്വം. നിയന്ത്രിക്കാനും കടിഞ്ഞാണിടാനും നിയമങ്ങൾ ഉണ്ടാക്കാനും എനിക്കാരും പാടില്ല, സർക്കാർ പോലും ഉണ്ടാകരുത് എന്നാണ് ഇവരുടെ ആത്യന്തികമായൊരു ആഗ്രഹം. അരാജകവാദികളുടെ സർക്കാരിന് കുറേ നിയമം ഉണ്ടാവും. അതൊന്നും ഉണ്ടാകാൻ പാടില്ല. മനുഷ്യൻ സ്വതന്ത്രമായിട്ട് ജീവിക്കണം എന്നാഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. പോയി പല രൂപത്തിലും ഇതെത്തിയിട്ടുണ്ട്. മയക്കുമരുന്നും വ്യഭിചാരവും മാത്രമല്ല, സ്വവർഗരതി ഇപ്പോഴത്തെ ഹോട്ട് ഇഷ്യൂ ആയിട്ട് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നതാണ്. സ്വവർഗരതി പറ്റുമോ? ആണും പെണ്ണുള്ള ലൈംഗിക ബന്ധം അത് അനുവദിച്ചു കൊടുക്കണം, അത് നിയമപരമായി അനുവദനീയമാക്കണം എന്ന് പറഞ്ഞിട്ട് സമരം നടത്തുന്നു, പ്രക്ഷോഭം നടത്തുന്നു. അതൊക്കെ ആരാ ചെയ്യണത്? അതിൻ്റെയൊക്കെ മുന്നണി പോരാളികൾ നമ്മുടെ സ്വതന്ത്ര ചിന്തകരാണ്. സ്വതന്ത്രമായി ചിന്തിച്ചാൽ അങ്ങനെ ഉണ്ടാകുക. പിന്നെയോ അതൊന്നും കഴിഞ്ഞിട്ടില്ല. ബെസ്റ്റാലിറ്റി, അതിന് പണ്ട് യൂറോപ്പിലൊക്കെ ഉണ്ടായിരുന്ന സാധനം അവിടെ കൊണ്ടുവന്നു. ബെസ്റ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ നല്ല രസമുണ്ട് അല്ലേ? മൃഗരതി. മനുഷ്യനൊന്നും പോരതിന്. പരയിൽ പൂച്ചയും പട്ടിയൊക്കെ ഉണ്ടാവും, അതിനെ എന്താക്കാം, നമുക്ക് ഉപയോഗിക്കാം. മൃഗരതി എന്നാണ് അതിന് പറയാ. എന്താ ഒരു മനുഷ്യനോട് ചെയ്താലെന്നാ ചോദിക്കണത്. ഒരു പട്ടിയുമായി ലൈംഗിക ബന്ധം പുലർത്തിയാൽ എന്താ കുഴപ്പം? ഒരു പൂച്ചയുമായി പുലർത്തിയാൽ എന്താ കുഴപ്പം? ഒരു പശുവായിട്ടാണ് പുലർത്തിയാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. എന്തുകൊണ്ട് കുഴപ്പമില്ല? സ്വതന്ത്രമായി ചിന്തിച്ചപ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലായത് ഒരു കുഴപ്പമില്ല എന്ന്. എന്നിട്ടിപ്പോൾ അതും പിടിച്ചോണ്ട് നടക്കുക. നിങ്ങൾ ചാനലുകൾ കേൾക്കണവരെ, ഇവരുടെ പ്രസംഗങ്ങൾ കേൾക്കണവരെ ശ്രദ്ധിച്ചു നോക്കുക. ഇതൊക്കെ പറയണില്ലേ എന്ന്? ഇതൊക്കെ വേണമെന്ന് വാദിക്കുന്ന ആൾക്കാരാണ്. നെക്രോഫീലിയ, യൂറോപ്പിലൊക്കെ വമ്പിച്ച സമര. കേട്ടാൽ നമുക്ക് അറപ്പ് തോന്നുന്നല്ല, പേടിയും തോന്നുന്നു. നെക്രോഫീലിയ എന്ന് പറഞ്ഞാലേ ശവരതി, ചത്തുപോയ ഡെഡ് ബോഡി ഉണ്ടാവുമല്ലോ, മയ്യത്ത്, അതുമായിട്ട് ലൈംഗിക ബന്ധം പുലർത്തുക. അതിനുള്ള സ്വാതന്ത്ര്യമാണ് അത്ര പേർക്ക്. നമ്മുടെ നാട്ടിൽ പറയുമ്പോൾ ഇവർക്ക് ചെറിയൊരു ചമ്മലുണ്ടാവും. കാരണം ശരിക്കും കൊണ്ട് എത്തിയിട്ടില്ല. നിങ്ങളെ മുതുമുത്തച്ഛന്മാർ ഇവിടെ യൂറോപ്പിലുണ്ട്, വെസ്റ്റേൺ കൺട്രീസിൽ ജീവിച്ചുകൊണ്ടിരിക്കണു, സ്വതന്ത്ര ചിന്തകന്മാർ, നിങ്ങളെ വലിയ പടച്ചാമ്പുരന്മാർ. ചോദിച്ചു നോക്കിയ ഹലാലോ ഹറാമോ എന്നവരോട്. ഇതൊക്കെ ഹലാലാത്രേ, അതൊക്കെ ചെയ്യണം എന്നാണ്.
പീഡോഫീലിയ, ചെറിയ കൊച്ചു കുഞ്ഞുങ്ങളെ ലൈംഗികമായി ഉപയോഗിക്കുക, അതിന് പീഡോഫീലിയ എന്നറിയും. ബാലപീഡനം, അത് യൂറോപ്പിൽ മാത്രമല്ല കേരളത്തിലും വന്നു. കേരളത്തിലെ നവനാസ്തികർക്കിടയിൽ പീഡോഫീലിയ ഉണ്ടോ ഇല്ലേ? ഇത് ഞാനിവിടെ നിന്നിട്ട് പറയണ്ടല്ലോ. ഒരു പെണ്ണുണ്ട്, എന്താണ് മതം വിട്ട പെണ്ണ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തൊരു പെണ്ണുണ്ട്. പെണ്ണിൻ്റെ പേര് ഞാൻ പറയണ്ട, ഈ എടവണ്ണ പരിസരത്ത് എവിടെ ഉള്ളതാണ് എന്നാണ് കേട്ടറിവ്. മതം വിട്ട പെണ്ണ്. ആ പെണ്ണ് മതം വിട്ടുപോയി, മുസ്ലിമാണ്, പേരൊക്കെ മുസ്ലിമാണ്. മതം വിട്ട് പുറത്തേക്ക് പോയി. മതം വിട്ട് പുറത്തേക്ക് പോയപ്പോഴേ ഈ സ്വതന്ത്ര ചിന്തകരായ നാസ്തികന്മാർ അവളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. നീ മതമൊക്കെ ഉപേക്ഷിച്ച് വന്നതല്ലേ, ഇനിയിപ്പം നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞോളോട്. എന്ത് തുടങ്ങാന്ന് അത് ഞാൻ പറയില്ല. എന്താന്ന്? അല്ല, മതമൊന്നുമില്ലല്ലോ, ഹറാമ് ഹലാല് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ. നീ ഇപ്പം അതൊക്കെ ഒഴിവാക്കിയിട്ടാണല്ലോ അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർന്നത്. എന്നാൽ പിന്നെ ഞമ്മക്ക് തുടങ്ങാം. ഇന്ന് നീ എൻ്റെ കൂടെ വരുമോ, നാളെ മറ്റവൻ്റെ കൂടെ പോകുമോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അതിന് എതിരെ ഇവളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഈ മതം വിട്ട പെണ്ണ് എന്ന് പറഞ്ഞ പെണ്ണ്. അതിലവൾ കുറേ കാര്യം പറയുന്നു. ഞാൻ മതം വിട്ടു, മതം വിടാനുള്ള കുറേ കാരണങ്ങൾ ആ പെണ്ണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരു യുക്തിയും ബുദ്ധിയും ഇല്ലാത്ത കാര്യങ്ങൾ അതിരിക്കട്ടെ. ഞാൻ മതം വിട്ട ഉടനെ ഈ നാസ്തികന്മാരൊക്കെ എൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. എന്താ ആവശ്യം? മതം വിട്ടില്ലേ, ഇനി നമുക്ക് എന്തു ആകാലോ എന്നും ചോദിച്ച് വരാൻ തുടങ്ങി. ഞാൻ അത്തരക്കാരിയൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് ഇവളിങ്ങോട്ട് പറയാൻ തുടങ്ങി. ഇവരുടെ മൊത്തം പരിപാടി ഇതാണ്. ആ കൂട്ടത്തിൽ ഇവള് പരസ്യമാക്കിയ ഒരു കാര്യമാണ്, കേരളത്തിലെ നവനാസ്തികന്മാർക്കിടയിൽ വളരെ ശക്തമായ രീതിയിൽ പീഡോഫീലിയ നടക്കുന്നു. കുഞ്ഞു കുട്ടികളെ, വളരെ ചെറിയ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന സമ്പ്രദായം ഇവിടുത്തെ നാസ്തികന്മാർക്കിടയിൽ നടക്കുന്നു എന്ന് പറഞ്ഞത് ഇവിടുത്തെ മതക്കാരൊന്നും അല്ല കേട്ടാ. ഈ മതം വിട്ട പെണ്ണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ട് നടന്ന് നിങ്ങളെ സ്റ്റേജിൽ മതത്തെ തെറി വിളിച്ച് പ്രസംഗിപ്പിക്കണ ഈ പെണ്ണ് തന്നെയാണ്. സ്വന്തം കൊണ്ടപ്പോൾ കുറേ കാര്യങ്ങൾ അവൾക്ക് പറയേണ്ടി വന്നു. ഒരു പെണ്ണല്ല, ഒന്നിലധികം പെണ്ണുങ്ങൾ ഇപ്പൊ രംഗത്ത് വന്നു. ഞങ്ങൾക്ക് ഇവരെ കൂടെ ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞു. എന്തേ വയ്യാത്തത്? ഇവര് നിൽക്കാൻ പൊറുതി തരുന്നില്ല. കാരണം എന്താ? ഓലിക്ക് ഹലാലില്ല, ഹറാമില്ല, ഒന്നുമില്ല, എന്തു ആകാന്നാണ്. ഇപ്പം മനസ്സിലായി തുടങ്ങി, മനുഷ്യന് ലേശം കൺട്രോൾ വേണം. ഇപ്പൊ അവര് പറയാണ്, ഞങ്ങൾ അത്രക്കാരികളല്ല, ഞങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ വരരുത് എന്ന്. ഈ അരുത് എന്ന് പറഞ്ഞ സാധനമായിരുന്നു ഈ മതം. അത് വേണ്ടാന്നും പറഞ്ഞ് ഇട്ടെറിഞ്ഞ് പോയതാണ്. കൊണ്ടപ്പോൾ പഠിക്കുന്നുണ്ടല്ലോ, കുറെ കഴിഞ്ഞ് പഠിച്ചെല്ലാം ശരിയായിക്കോളും കേട്ടോ. മതത്തിന്റെ മൂല്യങ്ങൾ വിട്ടെറിഞ്ഞിട്ട് പോകുമ്പോൾ കുറെ കാര്യങ്ങളും മനസ്സിലായി വരും. ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ, പീഡോഫീലിയ കേരളത്തിൽ വരെ നടക്കുന്നു. അത് നവനാസ്തികരുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെയാണ് പറയുന്നത്. ഇതെന്ത് സ്വതന്ത്ര ചിന്തയായിട്ടാണ് നിങ്ങൾ ഈ പോണത്? ഇതാണോ മനുഷ്യൻ? നിങ്ങളെ മനുഷ്യരുടെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റുമോ? മനുഷ്യ സമൂഹത്തിന്റെ ഭാഗമാക്കി നിങ്ങളെ കണക്കാക്കാൻ പറ്റുമോ? ഈ ഒരു നവനാസ്തികര് ഈ ഒരു ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യം. യൂത്തനേഷ്യ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്താ അതിന് പറയാം? കാരുണ്യവധം. കാരുണ്യവധം എന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ ഒരാൾക്ക് വയസ്സായി, അയാളെ കൊണ്ട് ഇനിയിപ്പോൾ ലോകത്ത് വലിയ കാര്യമൊന്നുമില്ല, പണിയെടുക്കാനും വയ്യ, ഒന്നിനും വയ്യ, എന്നാ പിന്നെ അയാളെ കൊല്ലാന്നാണ് ഇവരുടെ ന്യായം. യൂത്തനേഷ്യ. അയാളെ കൊല്ലാം. ഒരാൾക്ക് രോഗം വന്നു, ഇനിയിപ്പോൾ രക്ഷപ്പെടാനൊന്നും സാധ്യതയില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്നാൽ പിന്നെ വെറുതെ ഇങ്ങനെ വെന്റിലേറ്ററിലൊക്കെ വെച്ച് കൊടുത്തിട്ട് പൈസ ഇങ്ങനെ ചിലവാക്കണോ? ആണ് കൊന്നാളി. അത് ഹലാലാണെന്നപ്പോൾ പറയണത്. ഇവരുടെ യൂറോപ്യൻ പതിപ്പുകളുണ്ട് കുറേ ആൾക്കാർ, വലിയ നവനാസ്തികന്മാര് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അംഗഭംഗം വന്ന കുട്ടികളെ കൊല്ലാമെന്നാണ്. കാലില്ലാത്തത്, കൈയില്ലാത്തത്, കണ്ണില്ലാത്തത് ആ കുട്ടികളൊക്കെ ഭൂമിയിൽ ജീവിച്ചാൽ എന്തുമാത്രം കഷ്ടപ്പാടുണ്ടാവും. പാവം. ഒരു കാര്യം ചെയ്യുക, ഓലെ നമുക്ക് ചെറുപ്പത്തിൽ തന്നെ കൊന്നാളാണ്. ഇതാണ് സ്വതന്ത്ര ചിന്ത. ഓരോരുത്തനെ അവനവൻ്റെ ബുദ്ധിക്കനുസരിച്ച് ചിന്തിക്കാൻ വിട്ടാൽ ഇങ്ങനെ പലതും വരും. അങ്ങനെ ലോകത്ത് മനുഷ്യന് നിയമങ്ങളോ നിയന്ത്രണങ്ങളോ ഇല്ലാത്ത, മനുഷ്യന് കടിഞ്ഞാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് നമുക്കിടയിൽ കാണുന്ന നവനാസ്തികർ. ഇവർ ഈ ഭൂമിയിലാണ്ട് വളർന്ന് വലുതായി ഇവർ വലിയ ആളുകളായി കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ എന്തു നടക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒരു ചിത്രമാണ് ഇപ്പം കാണിക്കുന്നത്. അവർക്ക് എന്തു ആകാം, ഒരു കുഴപ്പമില്ല. മോഷ്ടിച്ചാൽ വരെ അത് കുറ്റല്ല എന്ന് എഴുതി വെച്ച പുസ്തകം കയ്യിലേറ്റി നടക്കണവരാണ് ഇവർ. മോഷ്ടിക്കാം, കളവ് പറയാം, ഈ പറഞ്ഞ സകല തോന്നിയാസങ്ങൾ, നമ്മളതിന് തോന്നിയാസം എന്നാണ് പറയാം. എവരത് തോന്നിയാസം എന്നല്ല പറയാം. ഇതൊക്കെ സ്വതന്ത്ര ചിന്തയും ആധുനിക മനുഷ്യന്റെ അവകാശങ്ങളുമാണ് എന്ന് പറയണേക്കാം.
ആധുനിക മനുഷ്യന്റെ അവകാശത്തിൽപ്പെട്ടതാണ് ഈ പറഞ്ഞ മുഴുവൻ. ഈ രൂപത്തിലൊരു സൊസൈറ്റിയെ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കി. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമൊന്നുമില്ല, എന്ത് ഏത്, കല്യാണം ഇല്ല, കുട്ടികളില്ല, മക്കളില്ല, ഉണ്ടെങ്കിൽ ഉണ്ടായി, ഇല്ലെങ്കിൽ ഇല്ലായി, ഒരു ഉത്തരവാദിത്വം ഇല്ല. ഇങ്ങനെ ഒരു നാൽക്കാലികൾ വരെ ഇതിനേക്കാൾ മെച്ചാട്ടാ. നാൽക്കാലികൾ ഇതിനേക്കാൾ മെച്ചാ അല്ലേ? കാളയും പശുവും ആണും പെണ്ണുമാണല്ലോ. ഓലല്ലേ വല്ല രതിയൊക്കെ നടത്തണമെങ്കിൽ നടത്തുള്ളൂ. ഈറ്റങ്ങൾ അതല്ലല്ലോ. ഈറ്റങ്ങളും മനുഷ്യനുമല്ല. മനുഷ്യനും പട്ടിയും മനുഷ്യനും പൂച്ചയും മനുഷ്യനും ആനയും ഒക്കെ ആകാന്നാ പറയണത്. ഇത് മൃഗങ്ങൾ പോലും ചെയ്യൂല. ഇത്ര അധപ്പതിച്ച ഒരു വിഭാഗം ഈ രൂപത്തിലേക്കുള്ള ചിന്തകളിലേക്ക് വളർന്നു വരുന്ന യുവതലമുറയെ വലിച്ചിഴച്ചു കൊണ്ടുപോകാൻ വേണ്ടി സ്കൂൾ ക്യാമ്പസുകളിലും കോളേജ് ക്യാമ്പസുകളിലുമൊക്കെ വളരെ രഹസ്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമായിട്ടും ഇവരെ നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്, ഹൈസ്കൂളിൽ, ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ, അത് കഴിഞ്ഞ് കോളേജ് ക്യാമ്പസുകളിൽ നമ്മൾ പോകുന്നു. ഈ വർഗത്തിൽപ്പെട്ട കുട്ടികൾ അതിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അവരുടെ പ്രവർത്തനം കണ്ടാൽ നമ്മുടെ കുട്ടികൾക്ക് അത് തിരിച്ചറിയാൻ സാധിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. ചില ലക്ഷണങ്ങൾ കാണുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കേണ്ടതുണ്ട്. കുട്ടികളെ അവര് പോലും അറിയാതെ ഇത്തരത്തിലുള്ള സുഖ സൗകര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് എന്ത് മതമടോ എന്ത് ദൈവമടോ, ഈ ദൈവവും മതമൊക്കെ ഉണ്ടായാൽ നമുക്കിവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റൂല. അതുകൊണ്ട് അതിനൊക്കെ ഒഴിവാക്കിയേക്ക്, നമുക്കിങ്ങനെ രസിച്ച് രമിച്ച് അങ്ങനെ കൂടി ജീവിച്ചു പോകാം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന നവനാസ്തികത. ഇതാണ് ഇവരുടെ ധാർമ്മിക സദാചാര മൂല്യം എന്ന് പറയുന്നത്. ധാർമ്മികത സദാചാരം എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യനെ പടച്ച തമ്പുരാനാണ് നമുക്ക് തന്നതെന്നാണ് നമ്മൾ പറയാ. എന്തു ചെയ്യണം എന്തു ചെയ്യേണ്ട എന്നതിന് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്, കൃത്യമായ വിലക്കുകളുണ്ട്. ഇത് മനുഷ്യന്റെ സ്രഷ്ടാവ് തന്നതാ. അത് അംഗീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് മനുഷ്യ സമൂഹം സമൂഹമായും മനുഷ്യൻ മനുഷ്യനായും ഈ ഭൂമിയിൽ ജീവിക്കുകയുള്ളൂ. അങ്ങനെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനെയൊക്കെ അങ്ങോട്ട് വെട്ടിമുറിച്ചിട്ട് ഞാൻ എൻ്റെ പടച്ചോനാവുക, ഞാൻ എന്താ ചെയ്യേണ്ടത് അത് ഞാൻ തീരുമാനിക്കും, ഞാൻ എന്താ ചെയ്യേണ്ടാത്തത് അതും ഞാൻ തീരുമാനിക്കും. അത് ഉമ്മ പറയണ്ട, വാപ്പ പറയണ്ട, നിങ്ങൾക്ക് എന്താ അധികാരം? നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നറിയില്ല, അങ്ങനത്തെ കുട്ടികളുണ്ട് കേരളത്തിൽ കേട്ടാ. ഉമ്മ വാപ്പക്ക് എന്തധികാരം? ഉമ്മയെ വാപ്പയും ഇട്ടെറിഞ്ഞു പോയ ഒത്തിരി കുട്ടികൾ കേരളത്തിലുണ്ട്. ഉമ്മാൻ്റെ വാക്കിന് വിലയില്ല, വാപ്പായുടെ വാക്കിനൊന്നും വിലയില്ല, വേറെ ആളെ കൂടെ പോവാണ്, അവൻ നവനാസ്തികനായിരിക്കും. അങ്ങനെ പലതും നടക്കുന്നുണ്ട്. ഒന്നുമില്ല, എൻ്റെ കാര്യം തീരുമാനിക്കാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? ഞാൻ എൻ്റെ കാര്യം തീരുമാനിക്കും. എന്നിട്ട് ഒരാൾ സ്വന്തമായിട്ട് ചിന്തിച്ചു നോക്കുക. അയാൾക്ക് തോന്നുകയാണ് കള്ളു പിടിക്കണമെന്ന്, അയാൾ കള്ളു പിടിക്കുന്നു. പെണ്ണ് പിടിക്കണം തോന്നുന്നു, പെണ്ണ് പിടിക്കുന്നു. ഓരോരുക്കും എന്താണോ തോന്നുക ആ തോന്നുന്നതാണ് ധാർമ്മിക സദാചാരം. ഏത് നവനാസ്തികനോടും നിങ്ങൾക്ക് ചോദിക്കാം, അല്ല മനുഷ്യനായി ജീവിക്കണമെങ്കിൽ കുറേ മൂല്യമൊക്കെ വേണ്ടേ? ഇതാരാ നിശ്ചയിക്കുക? ഞങ്ങളെ വിശ്വാസം അനുസരിച്ചിട്ട് പടച്ച തമ്പുരാൻ തന്നെ നിശ്ചയിച്ച് തരിക ചെയ്യുക. ഹലാൽ എന്താണ്, ഹറാം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പടച്ചവൻ തന്നെ നിശ്ചയിച്ചു തരുന്നു. നിങ്ങൾക്ക് പടച്ചവനും ഇല്ല, ദീനും ഇല്ല, ഒന്നും വേണ്ട എന്നാണല്ലോ നിങ്ങൾ പറയണത്. നിങ്ങളുടെ ഈ നിയമങ്ങളും സംഗതികളൊക്കെ ആരാണ് നിശ്ചയിക്കുന്നത്? നിങ്ങൾ ഓരോരുത്തരും നിശ്ചയിക്കുമോ? അതല്ല നിങ്ങൾക്ക് കേരളത്തിലോ മറ്റോ അതിനൊരു സമിതി ഉണ്ടോ? ഇന്നതൊക്കെ ചെയ്യാം ഇന്നതൊക്കെ ചെയ്യരുതെന്ന് തീരുമാനിക്കാൻ? ലോകാടിസ്ഥാനത്തിൽ വല്ല സംഘടനയും നിങ്ങൾക്കുണ്ടോ? ആരാണ് ഇത് തീരുമാനിക്കുന്നത്? അപ്പ കാണാ കിടന്നൊരു ഉരുളല്. ഓരോരുത്തന് തോന്നുന്നതാണ് അവൻ്റെ ജീവിതം, ഓരോരുത്തന് തോന്നുന്നതാണ് അവൻ്റെ മൂല്യം, അവൻ്റെ സദാചാരം, അവൻ്റെ ധാർമ്മികത. അതനുസരിച്ച് ജീവിക്കുക. ഇങ്ങനെ മനുഷ്യൻ മുന്നോട്ട് ജീവിച്ചു തുടങ്ങിയാൽ എത്തുന്ന സാമൂഹിക അവസ്ഥയ്ക്കാണ് നമ്മൾ അരാജകത്വം എന്ന് വിളിക്കുക. ഭരിക്കാനും നിയന്ത്രിക്കാനും ആരുമില്ലാത്ത, ആരെയും അംഗീകരിക്കാത്ത ഒരു പ്രത്യേക അവസ്ഥ. ഈ അവസ്ഥ മനുഷ്യവംശത്തിൻ്റെ സർവനാശത്തിലായിരിക്കും എത്തിച്ചേരുക എന്ന കാര്യമാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. ചുരുക്കത്തിൽ സമയം വളരെ വൈകിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രഭാഷണത്തിലോ രണ്ട് പ്രഭാഷണത്തിലൊന്നും തീരൂല. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. പക്ഷെ ഒരു തുടക്കം എന്ന നിലയ്ക്ക് ഈ പ്രദേശത്ത് നമ്മൾ ആദ്യമായിട്ട് നടത്തുന്ന ഒരു പരിപാടി എന്ന നിലയ്ക്ക് വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതിൽ ദൈവത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ദൈവമുണ്ടോ ഇല്ലേ എന്നതിനെക്കുറിച്ച് കൃത്യമായി യുക്തിബന്ധുരമായി ഒരു മറുപടി പറയാനൊന്നും ഒരു നാസ്തികനും കഴിയില്ല. ദൈവമുണ്ട് എന്നതിന് ഈ പ്രപഞ്ചത്തിലെ ആറ്റമോ സബ് ആറ്റമിക് പാർട്ടിക്കിൾസോ വെച്ചിട്ട്
സെല്ലുകൾ വെച്ച് സെല്ലിലെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ ചെറിയ ചെറിയ കണങ്ങളും വെച്ച് ഈ പ്രപഞ്ചത്തിലെ ഏത് വസ്തു വെച്ചിട്ടും ദൈവമുണ്ടെന്ന് സമർത്ഥിക്കാൻ വിശ്വാസിയെ കൊണ്ട് സാധിക്കും. ഒരു മണൽത്തരി മതി ദൈവമുണ്ടെന്ന് സമർത്ഥിക്കാൻ. ഈ പ്രപഞ്ചത്തിലെ എന്ത് കിട്ടിയാലും ഒരു ഇല മതി ദൈവമുണ്ടെന്ന് അതിലൂടെ സമർത്ഥിക്കാം. അതിനെയൊന്നും തള്ളിക്കളയാൻ പറ്റിയ ഒരു ബുദ്ധിയും ഒരു ശാസ്ത്രവും ഒരു നാസ്തികന്റെ കയ്യിലുമില്ല. പക്ഷേ ദൈവം ഇല്ല എന്ന് കാണിക്കാൻ, ആ വാദം സമർത്ഥിക്കാൻ, കാമ എന്ന് ഉരിയാടാൻ ഇവർക്ക് സാധ്യമല്ല. ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് കഴിയില്ല, യുക്തി ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്നെല്ലാം തെന്നിമാറിക്കൊണ്ട് കേവലം മതത്തിലെ ചില ആചാരങ്ങളെയും ചരിത്രത്തിലെ ചില സംഭവങ്ങളെയും എടുത്തുദ്ധരിച്ചുകൊണ്ട് സ്ഥാനത്തും അസ്ഥാനത്തുമൊക്കെ വലിച്ചഴച്ച് കൊണ്ടുവന്നുകൊണ്ട് അതിനെതിരെ പല്ലിളിച്ച് കാണിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവമാണ് ഇവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. 2, മനുഷ്യ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ, സ്വസ്ഥമായും സമാധാനപരമായും ജീവിക്കണമെങ്കിൽ മനുഷ്യന് നിയന്ത്രണങ്ങൾ ആവശ്യമുണ്ട്. മനുഷ്യന് ധാർമ്മിക സദാചാര മൂല്യങ്ങൾ പാലിക്കുക എന്ന ഒരു അവസ്ഥ ആവശ്യമുണ്ട്. പക്ഷേ ഇത് വേണ്ടെന്ന് വാദിക്കുന്നവരാണ് നവനാസ്തികർ. അവർക്ക് സ്വതന്ത്ര ചിന്തയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഓരോരുത്തരും സ്വതന്ത്രമായി ചിന്തിക്കുക, കിട്ടുന്ന ഉത്തരം എന്തോ അതിനനുസരിച്ച് അങ്ങോട്ട് പ്രവർത്തിക്കുക. അതായത് താന്തോന്നിത്തെന്ന് പറയും മലയാളത്തിൽ. തനിക്ക് തോന്നുന്നതനുസരിച്ച് ജീവിക്കുക, അതിനാണ് താന്തോന്നിത്തെന്ന് പറയാം. ഈ താന്തോന്നിത്തമാണ് മനുഷ്യൻ്റെ ജീവിതം ഇവിടെ നിർണയിക്കുകയും വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്യേണ്ടത് എന്ന് വാദിക്കുന്ന ശുദ്ധ അനാർക്കിസ്റ്റുകൾ, ശുദ്ധ അരാജകവാദികളാണ് നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നവനാസ്തികർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകൾ. ഇത് വളരുകയും പന്തലിക്കുകയും സമൂഹത്തിൽ വേരുറപ്പിക്കുകയും ചെയ്താൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തികച്ചും അരാജകമായ ഒരു സമൂഹം ഇവിടെ വളർന്നു വരും. അവർക്ക് നിയമങ്ങളില്ല, നിയന്ത്രണങ്ങളില്ല, അവർക്ക് ഹലാൽ ഹറാമുകളില്ല, അവരെ നിയന്ത്രിക്കാൻ പാടില്ലത്രേ. സർക്കാർ പോലും ഉണ്ടാകരുത് എന്നാണത്രേ ഇതിൻ്റെ അവസാനമായ ആഗ്രഹം. ഗവൺമെൻറ് ഒന്നും ഉണ്ടാകരുത്. പണ്ട് മാർക്സ് പണ്ട് പറഞ്ഞിരുന്നു അങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ വരുമെന്നൊക്കെ. അപ്പോൾ നിയന്ത്രിക്കാൻ ആരുമില്ലാത്ത നീദർ ഗോഡ് നോർ മാസ്റ്റർ, അത് അവരുടെ ഒരു അനാർക്കിസ്റ്റുകളുടെ ഒരു മുദ്രാവാക്യമാണ്. ദൈവമോ നിയന്ത്രിക്കുന്ന യജമാനന്മാരോ ആരുമില്ലാത്ത ഒരു ലോകം, അതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഇങ്ങനെ സ്വതന്ത്രരായി, അതല്ലെങ്കിൽ താന്തോന്നികളായി, അതല്ലെങ്കിൽ തോന്നിവാസികളായി ഈ ഭൂമി ലോകത്ത് ജീവിച്ച് തിമർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ് ഈ നാസ്തികരെന്ന് പറയുന്നവർ. അപ്പോൾ ഇവര് വളരാനും പടരാനും സോഷ്യൽ മീഡിയ വഴി കുടുംബങ്ങൾക്കകത്തേക്ക് കയറിക്കൂടാനും ക്യാമ്പസുകളിലേക്ക് കയറിക്കൂടാനും വളർന്നു വരുന്ന യുവസമൂഹത്തെ അവരുടെ കയ്യിലൊതുക്കാനുമുള്ള വളരെ തന്ത്രപരമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം ഇവർക്ക് ഫണ്ട് നൽകാൻ, ഈ പ്രവർത്തനങ്ങൾക്ക് കാശ് നൽകാൻ ഒരുപാട് ഏജൻസികൾ, ഇന്ത്യ രാജ്യം ഭരിക്കുന്ന വലതുപക്ഷ വർഗീയ ഫാഷിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള നിരവധി ഫണ്ടിങ് ഏജൻസികൾ ഇവർക്ക് ഫണ്ട് നൽകാൻ വേണ്ടി ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ സമൂഹത്തെ എങ്ങനെയെങ്കിലും താറുമാറാക്കണം, എങ്ങനെയെങ്കിലുമൊക്കെ കുട്ടിച്ചോറാക്കണം. അതിൽ തകർക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം എന്നതുകൊണ്ട് എല്ലാവരും കൂടി ഇങ്ങോട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുക. മുസ്ലിം സമൂഹത്തെ മൊത്തത്തിൽ ടാർഗറ്റ് ചെയ്ത് ആര് പ്രസംഗിക്കുന്നതും എന്തു പറഞ്ഞാലും ഒക്കെ മുസ്ലിങ്ങൾക്കെതിരാണ്. എല്ലാവരും കൂടി ഒന്നിച്ചാക്രമിച്ച് കീഴടക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് മുസ്ലിം സമൂഹത്തെ. എന്തിന്? കീഴടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് കാര്യങ്ങൾ തിരിച്ചറിയുകയും നാസ്തികരുടെ നവനാസ്തികരുടെ കടന്നുകയറ്റത്തെ വളരെ ശക്തമായി ബൗദ്ധികമായി ശാസ്ത്രീയമായി ഉപരോധിക്കാനും പ്രതിരോധിക്കാനുമൊക്കെ മുസ്ലിം സമൂഹത്തിന് സാധിക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിവും കഴിവും നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.